അപ്പോൾ ഗൈസ് തുടങ്ങാം. അപ്പം നമ്മളെ നെക്സ്റ്റ് ചാപ്റ്റർ ഇൻവെന്ററി വാല്യുവേഷൻ അല്ലേ. അപ്പോൾ ഇൻവെന്ററി വാല്യുവേഷൻ അപ്പം അവിടെ ചെറിയ ഡിലേയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. മൊത്തം ചെറിയ ഒരു ഒന്ന് രണ്ട് ദിവസമായിട്ട് ചെറിയൊരു നമ്മള് സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായതിലൊരു ചെറിയ പ്ലാനിങ്ങിന് ചെറിയ എന്താ പറയുക അപ്ലോഡ് ചെയ്യുന്നതിലും ക്വസ്റ്റ്യൻസ് ഷെയർ ചെയ്യുന്നതിലും ചെറിയ ഡിലേ വന്നത്. എനിവേ കുറച്ച് ബിസി ആയിപ്പോയി, ചെറിയ തിരക്ക് കാരണമാണ്. അപ്പൊ എല്ലാം ഞാൻ പാച്ചപ്പ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇൻവെന്ററി വാല്യുവേഷൻ നോക്കാം. അപ്പൊ ഇൻവെന്ററി വാല്യുവേഷൻ അപ്പൊ ആക്ച്വലി ഇൻവെന്ററി വാല്യുവേഷൻ അതായത് എന്താണ് ഇൻവെന്ററി, അതായത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2 പ്രകാരമാണ് ഇൻവെന്ററി വാല്യൂ ചെയ്യേണ്ടത്. ആൻഡ് അതിന്റെ റൂൾസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോർമലി അറിയായിരിക്കും. സിമ്പിളി അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2 നിങ്ങൾക്ക് പഠിക്കാനല്ല, അതൊക്കെ നിങ്ങൾ ഇന്റർ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചോളൂ. നിങ്ങൾക്ക് അറിയാം, സിമ്പിൾ ആയിട്ട് ഒരു കാര്യം മനസ്സിലാക്കുക, അതായത് AS2 പറയുന്ന റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഇൻവെന്ററി, അതായത് നമ്മൾ ഒരു ഇയർ എൻഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ ആ വർഷം ബാക്കിയുള്ള ആ വർഷം നമ്മൾ പല രീതിയിലും പർച്ചേസ് ചെയ്ത് നമ്മളെ സ്റ്റോക്ക് ഉണ്ടാവും. അതിൽ പല സ്റ്റോക്കും നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ എല്ലാ സ്റ്റോക്സും നമ്മൾ എക്സ്പെൻസ് ആയിട്ട് പർച്ചേസ് അക്കൗണ്ടിലാണ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവുക, റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവുക. ബട്ട് എൻഡ് ആയിക്കഴിഞ്ഞാൽ ഇയർ എൻഡ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അതിന് മനസ്സിലാവും അതിൽ എത്ര സ്റ്റോക്ക് ബാലൻസ് ഉണ്ട്. ആ ബാലൻസ് ഉള്ള സ്റ്റോക്ക് നമ്മൾ പർച്ചേസ് എക്സ്പെൻസിൽ നിന്ന് എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം, അസറ്റ് ഇൻവെന്ററിയിലെ സ്റ്റോക്ക് എന്ന് പറഞ്ഞ സെറ്റായിട്ട് അതിന് എന്ത് ചെയ്യണം, കൺവേർട്ട് ചെയ്യണം. അപ്പം എത്ര സ്റ്റോക്ക് ഉണ്ട് എന്ന് നമുക്ക് അറിയണം. ഓക്കെ, അപ്പൊ ആ സ്റ്റോക്ക് ഉണ്ട് എന്ന് നമ്മൾ കണ്ടുപിടിക്കുകയും ആ സ്റ്റോക്ക് നമ്മൾ എന്ത് ചെയ്യണം, പർച്ചേസിന് കുറക്കണം. പർച്ചേസിന് റെഡ്യൂസ് ചെയ്യുന്നതിന് പകരമാണ് നമ്മൾ ട്രേഡിങ്ങിന്റെ ക്രെഡിറ്റ് സെയിൽ എന്ത് ചെയ്യാറ്, ക്ലോസിംഗ് സ്റ്റോക്ക് റെപ്രസെന്റ് ചെയ്യാറ്. അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് പർച്ചേസിന് ഡയറക്ട്ലി കുറച്ച് കാണിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ സാധാരണ ഫോർമാറ്റ് പോലെ ട്രേഡിങ്ങിന്റെ ക്രെഡിറ്റ് സെയിൽ കാണിച്ചാലും മതി. അപ്പം എത്ര സ്റ്റോക്ക് നമ്മളെ കയ്യിൽ ഈ വർഷം അവസാനിക്കുമ്പോൾ ബാക്കിയുണ്ട് നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ അതിന് നമുക്ക് എന്ത് ചെയ്യാം, നോർമലി നമുക്ക് പോസിബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് നമ്മൾ എന്ത് ചെയ്യാം, ഫിസിക്കലി പോയിട്ട് എന്ത് ചെയ്യുക, കൗണ്ട് ചെയ്യുക. ഫിസിക്കലി എന്ത് ചെയ്യുക, കൗണ്ട് ചെയ്യുക. ഫിസിക്കലി കൗണ്ട് ചെയ്തിട്ട് കൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, അതിന്റെ നമ്പർ കിട്ടും. നമ്പർ ചെയ്തിട്ട് നമ്പർ അല്ല നമുക്ക് ആക്ച്വലി വേണ്ടത്, അതിന്റെ വാല്യൂ എത്രയാണ്, അതിന്റെ വാല്യൂ എന്ന് അറിയണം. ഓക്കെ, അപ്പൊ വാല്യൂ മീൻസ് അത് വാങ്ങാൻ വേണ്ടി വന്ന, ഓക്കെ, അത് പർച്ചേസ് ചെയ്യാൻ വേണ്ടി വരുന്ന എല്ലാ കോസ്റ്റ് പ്ലസ് ഡയറക്റ്റ്ലി, അതായത് പർച്ചേസ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഡയറക്റ്റ് ആട്രിബ്യൂട്ടബിൾ കോസ്റ്റ് എന്ന് പറയാം നമുക്ക്. ഓക്കെ, അപ്പൊ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സപ്ലയർക്ക് കൊടുക്കുന്ന അതിന്റെ പൈസ കോസ്റ്റ് പ്ലസ് അത് നമ്മൾ ബിസിനസ്സിലേക്ക് എത്തിക്കാൻ വേണ്ടി വരുന്നത്. അത് ഇപ്പൊ വേറെ എവിടെയെങ്കിലും ഷോപ്പിൽ നിന്നായിരിക്കും നമ്മൾ വാങ്ങിയിട്ടുണ്ടാവും. ആ ഷോപ്പിൽ നിന്ന് വാങ്ങി നമ്മളെ ബിസിനസ്സിലേക്ക് എത്തിച്ചിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, ഒന്നെങ്കിൽ അത് സെയിൽ ചെയ്യാൻ, അല്ലെങ്കിൽ അതിനെ മാനുഫാക്ചറിങ് ആണെങ്കിൽ അതിനെ കൺവേർട്ട് ചെയ്തിട്ട് ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കുകയൊക്കെ വേണം. ഓക്കെ, അതൊക്കെ ചെയ്യണമെങ്കിൽ അത് നമ്മളെ ഷോപ്പിലേക്ക് എത്തണം. അപ്പൊ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന കോസ്റ്റ് മാത്രമല്ല, അത് പർച്ചേസ് ചെയ്തിട്ട് നമ്മളെ ഷോപ്പിലേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഇന്റന്റഡ് കണ്ടീഷൻ, നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കണ്ടീഷൻ നമുക്ക് വേണ്ടുന്ന രീതിയിൽ നമ്മളെ ഷോപ്പിലേക്ക് അത് എത്തിക്കാൻ വേണ്ടി വരുന്ന എല്ലാ ചെലവും എന്തിന്റെ വാല്യൂ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാൻ വേണ്ടി AS2 പറഞ്ഞിട്ടുണ്ട്. ഇൻവെന്ററിന്റെ കോസ്റ്റ് ആയിട്ട്, ഇൻവെന്ററി വാല്യൂ ചെയ്യുന്ന സമയത്ത് ആ എമൗണ്ട് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം എന്നാണ്, കൺസിഡർ ചെയ്യണം എന്നാണ്. അപ്പോൾ ഓരോ യൂണിറ്റിന് വരുന്ന ഫ്രൈറ്റിന്റെയും അങ്ങനെ എല്ലാ എക്സ്പെൻസും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കൺസിഡർ ചെയ്തിട്ടാണ് എന്ത് വാല്യൂ ചെയ്യേണ്ടത്, ഇൻവെന്ററി വാല്യൂ ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പം അതിൽ വേറെ റൂള് പറയുന്നുണ്ട്, കോസ്റ്റ് അല്ലെങ്കിൽ NRV വിച്ച് എവർ ഈസ് ലോവർ എന്നും പറയുന്നത്. ഇതിൽ ഏതാണോ ലോവർ അതാണ് നമ്മൾ എന്തായിട്ട് എടുക്കേണ്ടത്, നമ്മുടെ ഇൻവെന്ററി. അതായത് നമ്മൾ കോസ്റ്റ് മീൻസ് അതാണ് ഞാൻ ഇവിടെ പറഞ്ഞത്, അത് വാങ്ങാൻ വേണ്ടി വരുന്ന ചെലവ്, വാങ്ങിയിട്ട് നമ്മൾ ബിസിനസ്സിലേക്ക് എത്തിക്കാൻ വേണ്ടി വരുന്ന എല്ലാ എക്സ്പെൻസിനുമാണ് എന്ത് എന്ന് പറയുന്നത്, കോസ്റ്റ് എന്ന് പറയുന്നത്. NRV എന്ന് പറഞ്ഞാൽ എന്താ, നെറ്റ് റിയലൈസബിൾ വാല്യൂ. അത് സെയിൽ ചെയ്തിട്ട് അതിൽ നിന്ന് അത് സെയിൽ ചെയ്യാൻ വേണ്ടി വരുന്ന സെല്ലിംഗ് റിലേറ്റഡ് ആയിട്ട് വരുന്ന എക്സ്പെൻസ് ഉണ്ടാവും. ചിലപ്പോൾ കമ്മീഷൻ കൊടുക്കുന്നുണ്ടാവും. അങ്ങനെ സെല്ലിംഗ് റിലേറ്റഡ് ആയിട്ട് വരുന്ന, അത് സെയിൽ ചെയ്യാൻ വേണ്ടി റിലേറ്റഡ് ആയിട്ട് വരുന്ന എക്സ്പെൻസ് കുറച്ചിട്ട് കിട്ടുന്ന എമൗണ്ടിനാണ് എന്ത് എന്ന് പറയാം, നെറ്റ് റിയലൈസബിൾ വാല്യൂ. ഇതിൽ ഏതാണ് ലോവർ? ഓക്കെ, നോർമലി അധിക സിറ്റുവേഷനിൽ കോസ്റ്റ് ആയിരിക്കും ലോവർ, സെല്ലിംഗ് പ്രൈസ് എപ്പോൾ ഹയർ ആയിരിക്കും. അപ്പൊ കോസ്റ്റിലാണ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യാറ്, വാല്യൂ ചെയ്യാറ്. ബട്ട് ചില ഗുഡ്സ് അതിന്റെ ഡിമാൻഡും കാര്യങ്ങളും കുറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ വാങ്ങിയ പൈസ തന്നെ അത് എന്ത് വിൽക്കുമ്പോൾ വാങ്ങിയ പൈസ പോലും കിട്ടാത്ത സിറ്റുവേഷൻ സംഭവിക്കാം. അപ്പൊ അങ്ങനെ ഒരു സ്റ്റോക്ക് ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ബിസിനസ്സിലുള്ള സ്റ്റോക്കിൽ കുറച്ച് സ്റ്റോക്ക് അതിന്റെ വാല്യൂ, മാർക്കറ്റിന്റെ ഡിമാൻഡ് കുറഞ്ഞിട്ട് സെല്ലിംഗ് പ്രൈസ് വളരെ കുറഞ്ഞിട്ടാണ് ഉള്ളതെങ്കിൽ, കോസ്റ്റിനേക്കാൾ വാങ്ങിയ എമൗണ്ടിനേക്കാളും കുറവാണ് NRV നമ്മളെ സെല്ലിംഗ് പ്രൈസ് എന്നാണെങ്കിൽ നമ്മൾ ഏതിൽ റെക്കോർഡ് ചെയ്യാനാണ് വേണ്ടി AS2 പറഞ്ഞത്,
NRV ഇവിടെയാണ്. അപ്പൊ അതാണ് AS2 പറയുന്നത് ഇൻവെന്ററി വാല്യൂഷന് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ജസ്റ്റ് സിമ്പിൾ കൺസെപ്റ്റ് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഡീപ്പായിട്ട് ഡീറ്റെയിൽ ആയിട്ട് റെഗുലർ എടുക്കുന്ന പോലെ ഞാൻ പറയുന്നില്ല. നമുക്ക് നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും, നമുക്ക് ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസിന്റെ മെയിൻ പ്രശ്നം ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പല ടൈമിലായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, പല ടൈമുകളിലായിട്ടാണ് നമ്മൾ ഈ ഗുഡ്സ് പർച്ചേസ് ചെയ്യുക അല്ലെ. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു കൊല്ലത്തിൽ പർച്ചേസ് ചെയ്ത് അതിൽ പല ഗുഡ്സ് സെയിൽ ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് ആ കൊല്ലം അവസാനിക്കുന്ന സമയത്താണ് നമ്മൾ എത്ര ഗുഡ്സ് ബാക്കിയുണ്ട് നോക്കാം. അപ്പൊ അവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കൊല്ലം ഈ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഏപ്രിൽ നമ്മൾ പർച്ചേസ് നടത്തിയിട്ടുണ്ടാവും. ഏപ്രിൽ പർച്ചേസ് നടത്തുന്ന സമയത്ത് ചിലപ്പം 50 രൂപക്ക് വാങ്ങിയ സാധനമായിരിക്കും. ഓക്കെ, ബട്ട് പിന്നീട് കുറച്ച് 2 മാസം, ഏപ്രിൽ കഴിഞ്ഞ് മെയ് ജൂണിൽ നമ്മൾ വീണ്ടും പർച്ചേസ് നടത്തി. അപ്പൊ അന്ന് സാധനത്തിന്റെ എമൗണ്ട്, പൈസ കോസ്റ്റ് എന്തായിട്ടുണ്ടാവും, കൂടിയിട്ട് ചിലപ്പോൾ 60 ആയിട്ടുണ്ടാവും. അപ്പൊ ആദ്യം 50 വാങ്ങിയ ഐറ്റം പിന്നീട് 2 മാസം കഴിഞ്ഞപ്പോൾ അതേ സെയിം ഐറ്റം 60 രൂപക്ക് വാങ്ങി. പിന്നെ 2 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അതിന്റെ എമൗണ്ട് ചിലപ്പോൾ മാറിയിട്ട് 55 ആയിട്ടുണ്ടാവും. അപ്പം എമൗണ്ട് കുറെ ഇങ്ങനെ പർച്ചേസ് കോസ്റ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ബട്ട് നമ്മൾ എല്ലാ സാധനവും ഗോഡൌണിൽ വെക്കുന്നുണ്ടാവും. ബട്ട് ഗോഡൌൺ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടും അങ്ങനെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഈ ഗുഡ്സ് നമ്മൾ ഇങ്ങനെ എടുക്കുന്നുണ്ടാവും. ചിലപ്പോൾ എടുക്കുന്ന സമയത്ത് ആദ്യമായിട്ട് എടുത്ത് ചിലപ്പോൾ എന്താ പറയുക, ആദ്യത്തെ 2 മാസം എന്താ പറയുക നമ്മൾ 50 റുപ്യക്ക് വാങ്ങി ഏപ്രിലിൽ വാങ്ങിയ ഗുഡ്സ് തന്നെ എടുക്കാം അല്ലെ. പിന്നെ അടുത്ത മാസം ആപ്പിളിൽ വാങ്ങിയ കുറച്ച് ഗുഡ്സ് അവിടെ ബാക്കിയുണ്ടാവും. പിന്നെ പുതിയതായിട്ട് നമ്മൾ വാങ്ങിയ പുതിയ ഗുഡ്സ് ഉണ്ടാവും. പക്ഷെ നമ്മൾ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ പുതിയ ഗുഡ്സും പഴയ ഗുഡ്സും കൂടി എന്തായിട്ടുണ്ടാവും, മിക്സ് ഒക്കെ ആവുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ ഈ കൊല്ലം അവസാനിക്കുന്ന സമയത്ത് നമ്മുടെ അടുത്ത് എത്ര നമ്പർ ഓഫ് ഗുഡ്സ് ബാക്കിയുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷെ ഇതില് എത്ര ഗുഡ്സ് ഏപ്രിലിൽ വാങ്ങിയതുണ്ട്, എത്ര ഗുഡ്സ് മെയ്യിൽ വാങ്ങിയതുണ്ട്, എത്ര ഗുഡ്സ് ജൂലൈയിൽ വാങ്ങിയതുണ്ട്, എത്ര ഗുഡ്സ് സെപ്റ്റംബറിൽ വാങ്ങിയതുണ്ട്, അങ്ങനെ പല സമയത്ത് വാങ്ങിയ ഗുഡ്സ് എല്ലാം ഇതിൽ ബാക്കിയായ ഗുഡ്സ് ഏത് ഗുഡ്സ് ആണെന്ന് നമുക്ക് ചിലപ്പോൾ കറക്റ്റ്ലി എന്ത് ചെയ്യാൻ പറ്റണമെന്നില്ല, പറയാൻ പറ്റണമെന്നില്ല. അപ്പം അങ്ങനത്തെ കേസിൽ അപ്പം ആദ്യം വാങ്ങുമ്പോൾ 50 റുപ്യായിരുന്നു, പിന്നെ വാങ്ങുമ്പോൾ 60 രൂപയായിരുന്നു, പിന്നീട് വാങ്ങുമ്പോൾ അത് 55 രൂപയായിരുന്നു കൊടുത്തത്. അപ്പൊ പല റേറ്റിനാണ് പർച്ചേസ് ചെയ്തത്. അപ്പൊ ഏത് പർച്ചേസ് കോസ്റ്റ് എടുക്കും എന്നുള്ള സംശയങ്ങളൊക്കെ വരും. അപ്പം അതിന്റെ സൊല്യൂഷൻ ആയിട്ട് നിങ്ങൾക്ക് അറിയാം, ഫിഫോ, ലിഫോ, വെയ്റ്റഡ് ആവറേജ് അല്ലെ, സിമ്പിൾ വെയ്റ്റഡ് ആവറേജ്, അങ്ങനെ കുറെ മെത്തേഡ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിന്റെ അപ്ലിക്കേഷൻ, അതിന്റെ ക്വസ്റ്റ്യൻസ് വരില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഓക്കെ, അപ്പൊ അതും സിമ്പിളി നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ അറിയായിരിക്കും അല്ലെ. ഓക്കെ, അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ അറിയായിരിക്കും. എന്നാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ക്വസ്റ്റ്യൻ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് സോൾവ് ചെയ്യാം. ബട്ട് അതിനു മുമ്പ് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞത് പർച്ചേസ് കോസ്റ്റ്, പല ടൈമിൽ വാങ്ങിയ പർച്ചേസ് കോസ്റ്റിൽ ഏത് പർച്ചേസ് കോസ്റ്റ് എടുക്കും എന്നുള്ളതായിരുന്നു പ്രശ്നം. ബട്ട് ചില സിറ്റുവേഷൻ നമുക്ക് എന്ത് ചെയ്യാനേ പറ്റില്ല. നമുക്ക് എമൗണ്ട് തീരുമാനിക്കണമെങ്കിൽ ആദ്യം എത്ര എണ്ണം ഉണ്ടെന്ന് അറിയണം, ഫിസിക്കൽ. അതായത് നമുക്ക് ഗോഡൌണിൽ പോയിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്ത് നോക്കണം, ഫിസിക്കൽ കൗണ്ട് ചെയ്ത് നോക്കണം. അപ്പം എപ്പോഴും നമുക്ക് എന്ത് പോസിബിൾ ആവണമെന്നില്ല, ഈ ഫിസിക്കൽ കൗണ്ട് ചെയ്യൽ പോസിബിൾ ആവണമെന്നില്ല. കാരണം ചിലപ്പം എന്തെങ്കിലും, ഇപ്പോൾ ഉദാഹരണമായി ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന എക്സാമ്പിൾ, ഈ സമയത്ത് ഫ്ലഡ് വരാറുണ്ട്. ഫ്ലഡ് വരുന്ന സമയത്ത് ചിലപ്പോൾ ഫ്ലഡ് കാരണം നമ്മൾ ഗോഡൌണിലേക്ക് പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ വരാം. അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കൊറോണ വന്നിട്ട് ലോക്ക്ഡൌൺ ആയത് കാരണം നമുക്ക് ഗോഡൌണിലേക്ക് പുറത്തിറങ്ങി ഗോഡൌണിൽ പോയിട്ട് കൗണ്ട് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ വന്നിട്ടുണ്ടാവും. അപ്പം അങ്ങനെ പല സിറ്റുവേഷൻസ് വരാം. ഓക്കെ, അപ്പം ചിലപ്പോൾ ചില സമയത്ത് നമ്മൾ ബിസിനസ്, അതായത് നമുക്ക് 31 മാർച്ചിൽ എത്ര ഗുഡ്സ് ഉണ്ട് എന്നാണ് അറിയേണ്ടത്. അപ്പൊ 31 മാർച്ചിൽ എത്ര ഗുഡ്സ് ഉണ്ട് എന്ന് അറിയണമെങ്കിൽ കറക്റ്റ് അന്ന് 31 മാർച്ചിൽ തന്നെ പോയിട്ട് എണ്ണി നോക്കിയാലേ നമുക്ക് 31 മാർച്ചിന്റെ അന്നത്തെ ദിവസം എത്ര ഗുഡ്സ് ഉണ്ടെന്ന് കറക്റ്റ്ലി കിട്ടുള്ളൂ. ഓക്കെ, എണ്ണിയാ കിട്ടുള്ളൂ. ഓക്കെ, ബട്ട് നമുക്ക് എപ്പോഴും 31 മാർച്ചിൽ എണ്ണാനുള്ള സമയം ഉണ്ടാവണമെന്നില്ല. നമ്മൾ മെയിൻ പേർപ്പസ് ഇത് കൗണ്ട് ചെയ്യാന്നുള്ളതല്ല, ബിസിനസ് നടത്താന്നുള്ളതാണ്. ബിസിനസ്സിലെ തിരക്ക് കാരണം 31 മാർച്ചിൽ ചിലപ്പോൾ ഗുഡ്സ് കൗണ്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പൊ ഫിസിക്കൽ കൗണ്ടിങ് പോസിബിൾ അല്ലാത്ത സിറ്റുവേഷൻസ് വരാം. അതായത് ഒരിക്കലും നമുക്ക് കൗണ്ട് ചെയ്യാനേ പറ്റാത്ത സിറ്റുവേഷൻസ് വരാം. അല്ലെങ്കിൽ എന്താ, കൗണ്ട് ചെയ്യാൻ പറ്റും, ബട്ട് 31 മാർച്ചിൽ തന്നെ കൗണ്ട് ചെയ്യാൻ പറ്റുന്നത് ചിലപ്പോൾ പോസിബിൾ ആകാത്ത സിറ്റുവേഷൻ വരാം, ബിസിയൊക്കെ കാരണം. നമുക്ക് പിന്നീട് ഒരു ദിവസം എന്ത് ചെയ്യേണ്ടി വരാം, കൗണ്ട് ചെയ്യേണ്ട സിറ്റുവേഷൻ ഒക്കെ വരാം. ഓക്കെ, അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് എമൗണ്ട് ഓഫ് ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ?
അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഫ്രം ദി ഫോളോയിങ് പെർട്ടിക്കുലേഴ്സ് ഫോർ ദി ഇയേഴ്സ് 2024-25 2024ന്റെയും 25ന്റെയും ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ. ഡിറ്റർമൈൻ ദ വാല്യൂ ഓഫ് ദി ക്ലോസിംഗ് സ്റ്റോക്ക് അറ്റ് ദി എൻഡ് ഓഫ് 2025. നമുക്ക് എന്താ ക്ലോസിംഗ് സ്റ്റോക്ക് എൻഡ് ഓഫ് ദി അല്ലെ എൻഡ് ഓഫ് ദി 2025ന്റെ എൻഡ് ആവുന്ന സമയത്ത് നമ്മൾ, അതായത് ഇവർ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് കലണ്ടർ ഇയർ തന്നെയാണ് ഫിനാൻഷ്യൽ ഇയർ ആയിട്ട് ഫോളോ ചെയ്യുന്നത്. അപ്പൊ 2025 എൻഡിൽ, അതായത് 31 ഡിസംബറിൽ എത്രയാണ് ക്ലോസിംഗ് സ്റ്റോക്ക് ഉള്ളത് എന്നുള്ളത് നിങ്ങളോട് എന്ത് ചെയ്യാനാണ് പറയുന്നത്? കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഓക്കെ. ഇവിടെ നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്, പർച്ചേസ്, സെയിൽസ്, മാനുഫാക്ചറിങ് എക്സ്പെൻസ് ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് ഉണ്ട്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് ഉണ്ട്. അത് 2024ന്റെയും 22ന്റെ 2 കൊല്ലത്തെയും ഡീറ്റെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ. അപ്പം ഇവിടെ നമുക്കറിയാം, ഇവിടെ നിങ്ങളോട് കണ്ടുപിടിക്കാനാ പറഞ്ഞത്. അതിനർത്ഥം ഇവിടെ എന്ത് പോസിബിൾ ആവുന്നില്ല? ഫിസിക്കൽ അക്കൗണ്ട് നടത്താൻ വേണ്ടി പറ്റുന്നില്ല. ഓക്കെ, നമ്മളോട് ഫൈൻഡ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പൊ അതിനർത്ഥം ഇവിടെ ഞാൻ ഇപ്പം പറഞ്ഞ സിറ്റുവേഷൻ, ഫിസിക്കൽ അക്കൗണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, നടത്താൻ വേണ്ടി പറ്റുന്നില്ല. ഓക്കെ. അതിന് പകരം അവർ 2024 ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്, 25ലെ കുറച്ച് ഡീറ്റെയിൽസും തന്നിട്ടുണ്ട്. ഓക്കെ. യൂണിഫോം റേറ്റ് ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് മേ ബി അസ്, അതായത് യൂണിഫോം റേറ്റ് ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, അതായത് നമ്മൾ ഒരു സാധനം വിൽക്കുന്ന സമയത്ത് അതിന്റെ മേലെ നമ്മളൊരു മാർജിൻ ഇടുമല്ലോ. ഇപ്പൊ ചിലപ്പോൾ 150 രൂപക്ക് വാങ്ങിയ സാധനം നമ്മൾ എപ്പോഴും ഒരു എന്താ പറയാ ഒരു 25 രൂപ പ്രോഫിറ്റ് ആഡ് ചെയ്തിട്ട് 25% പ്രോഫിറ്റ് ആഡ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, സെയിൽ ചെയ്യാം. ഓക്കെ. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും ഈ ബിസിനസ് എന്താ ചെയ്യാറ്? നോർമൽ സെയിൽസ്, സാധാരണ നടക്കുന്ന സെയിൽസിന്റെ മുകളിൽ യൂണിഫോം റേറ്റ് ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് എപ്പോഴും ഏകദേശം എന്തായിരിക്കും? സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ. പിന്നെ 2024 സെയിൽ ഓഫ് ഫർണിച്ചർ, ഒരു ഫർണിച്ചർ, അതായത് നോർമലി എന്തായിരിക്കും? അസറ്റ് ആയിരിക്കും. ഒരു ഫർണിച്ചർ സെയിൽ ചെയ്ത് എത്ര രൂപന്റെ ഫർണിച്ചർ ആയിരുന്നു? 16,000 റുപ്പീസിന്റെ ഫർണിച്ചർ ആയിരുന്നു. എത്ര രൂപക്കാണ് സെയിൽ ചെയ്തത്? 15,000. 1,000 റുപ്പീസ് ലോസിനാണ് സെയിൽ ചെയ്തത്. റെക്കോർഡ് പിന്നെ സെയിൽസ് അക്കൗണ്ട് എന്നാ പറഞ്ഞത്. അവിടെ ഒരു റെക്ടിഫിക്കേഷൻ ആണ് സംഭവിക്കുന്നത്. അതൊരു മിസ്റ്റേക്ക് ആണ്. ഓക്കെ. അപ്പൊ റെക്ടിഫിക്കേഷൻ എൻട്രി എന്നല്ല പാസ് ചെയ്യുന്നത്. നമുക്ക് ഇവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പൊ ക്ലോസിംഗ് സ്റ്റോക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും മാത്രം നോക്കിയാൽ മതി, അല്ലാതെ വേറെ കാര്യങ്ങൾ ക്ലോസിംഗ് സ്റ്റോക്കിന് കണ്ടുപിടിക്കുന്നതിൽ ഇതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോന്നാണ്. ഓക്കെ. അപ്പം 16,000ന്റെ ഐറ്റം 15, അപ്പൊ 15,000 ആണ് എന്ത്? സെല്ലിംഗ് പ്രൈസ് അല്ലെ, സെയിൽസ്. ആ സെയിൽസ് ഏതിന്റെ അകത്തുണ്ടാവും? ഇത് 2024 നടന്ന സെയിൽ. അപ്പൊ ഈ സെയിൽസിന്റെ അകത്ത് ആരുണ്ട്? ഈ 15,000 ഉണ്ട്. 16,000 നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അത് ഫർണിച്ചറിന്റെ വാല്യൂ 16,000 ആയിരുന്നു, അത് എത്രയാണ് സെയിൽ ചെയ്തു? 15,000. അപ്പൊ എത്രയാണോ സെയിൽ ചെയ്ത് അതായിരിക്കും ഏത് അക്കൗണ്ടിൽ പോയിട്ടുണ്ടാവാം? സെയിൽസ് അക്കൗണ്ട്. അപ്പൊ സെയിൽസ് അക്കൗണ്ടിൽ അതിന് സെല്ലിംഗ് ഫിഗർ ആയ 15,000 പോയിട്ടുണ്ട്. അപ്പൊ സെയിൽസ് അക്കൗണ്ടിൽ എന്ത് കുറക്കണം? ആക്ച്വലി 15,000 കുറച്ചിട്ട് ബാക്കി ബാലൻസ് എത്ര ഉണ്ടാവും? കറക്റ്റ് സെയിൽ എന്നും പറയാന് 2 lakh മാത്രമേ എന്ത് ഉണ്ടാവുള്ളൂ? കറക്റ്റ് സെയിൽ എത്ര ഉണ്ടാവുള്ളൂ? 2 lakh മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ. പിന്നെ 2025 ഗുഡ്സ് പർച്ചേസ് were received but no entry was made for this credit purchase since invoice was not received എന്നാണ്. അല്ലെ, 2025 എന്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു? ഗുഡ്സ് റിസീവ് ചെയ്തിട്ടുണ്ടായിരുന്നു, ബട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? എൻട്രി ഇട്ടിട്ടില്ല. കാരണം അതിന്റെ ബില്ല് കിട്ടാത്തത് കാരണം എൻട്രി ഇട്ടിട്ടില്ല. ബട്ട് അത് നമ്മൾ ഗോഡൌണിലേക്ക് എത്തി. ഓക്കെ. നമുക്ക് 2 അസംഷൻ എടുക്കാം. നമുക്ക് ചില കേസ് സിറ്റുവേഷൻ ബില്ല് അടിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അത് ബില്ല് അടിച്ചാലേ നമ്മളെ പർച്ചേസ് ആയിട്ട് കാണുന്നുണ്ടൂ എന്നുള്ള രീതിയിൽ നമുക്ക് അസ്യൂം ചെയ്യാം. അല്ല, ഡെലിവറി കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അത് എന്തായിട്ട് എടുക്കാം? നമ്മൾ പർച്ചേസ് ആയിട്ട്. അത് ശരിക്കും എന്താ പറയുക, ബിസിനസിന്റെ പോളിസി അനുസരിച്ചിട്ടാണ്. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അസംഷൻ ഉപയോഗിക്കാം. അപ്പൊ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഒരു ഡെലിവറി വന്നല്ലോ, അപ്പൊ ഡെലിവറി വന്നത് കാരണം ഇത് നമ്മളെ പർച്ചേസ് ആണെന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? എടുക്കാം, അങ്ങ് എടുക്കാം. ഓക്കെ. ആ ഒരു അസംഷനിലേക്ക് പോവാം. ഇൻവോയ്സ് അടിച്ച് ബില്ല് അടിച്ചിട്ടില്ലെങ്കിലും ഡെലിവറി വന്നത് കാരണം, ഡെലിവറി കിട്ടിയോ? ഡെലിവറി എപ്പോഴാണോ കിട്ടുന്നത് എന്നതാണ് അത് എന്തായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്? പർച്ചേസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന അസംഷനിലേക്ക് നമുക്ക് പോവാം. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു 20,000 പർച്ചേസ് ഉണ്ടായിരുന്നു ഏത് വർഷം? 2025. ആ പർച്ചേസ് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? റെക്കോർഡ് ചെയ്തിട്ടില്ല. ഓക്കെ. അപ്പൊ അങ്ങനെയാണ് ഇവിടെ 2025 പർച്ചേസിൽ ഒരു പർച്ചേസും കൂടി വരാണ്ട് എത്ര? 20,000 പർച്ചേസും കൂടി വരാണ്ട്. ഓക്കെ അല്ലേ? പിന്നെ പറയാം വാല്യൂ ഓഫ് ഇൻവെന്ററി ആസ് ഓൺ 31st March. Sum of 1,000 was written off on a particular item. ഓക്കെ. അപ്പൊ അതായത് ആ സെന്റൻസ് പറയാം. ഓക്കെ. അപ്പൊ ഗൈസ്, അതായത് കുറച്ച് തണുപ്പ് തലക്ക് കഫം കയറിയിട്ട് തണുപ്പ് പിടിച്ചിട്ട് മൊത്തം ഒരു സുഖം കിട്ടുന്നില്ല. ബട്ട് തീരുമ്പം ഓരോ പ്രശ്നം വരുന്നുണ്ട്. നമുക്ക് നോക്കാം. അറ്റ് ദ വാല്യൂയിങ് ഇൻവെന്ററി,
ഓക്കെ, ഇൻവെന്ററി വാല്യൂ ചെയ്യുമ്പോൾ എപ്പോൾ ഓൺ 31 ഡിസംബർ 2025 ഡിസംബറിൽ ഇൻവെന്ററി വാല്യൂ ചെയ്യുന്ന ടൈമിൽ എ സം ഓഫ് 1000 വാസ് റിട്ടൺ ഓഫ് ഓൺ എ പെർട്ടിക്കുലർ ഐറ്റം. ഒരു ഐറ്റത്തിൽ നിന്ന് 1000 റുപ്പീസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? റിട്ടേൺ ഓഫ് ചെയ്തിട്ടുണ്ട്, എഴുതി കളഞ്ഞിട്ടുണ്ട്. ഓക്കെ, വിച്ച് വാസ് ഒറിജിനലി പർച്ചേസ്ഡ് ഫോർ 4000. അതായത് 4000 രൂപയ്ക്ക് വാങ്ങിയ ഗുഡ്സ് ആയിരുന്നു. അതിൽ നിന്ന് 1000 റുപ്പീസ് എന്ത് ചെയ്തു എന്നാ പറയുന്നത്? റിട്ടേൺ ഓഫ് ചെയ്തു എന്നാ പറഞ്ഞത്. അതിനർത്ഥം 4000 റുപ്പീസിൽ നിന്ന് 1000 റുപ്പീസ് റിട്ടേൺ ഓഫ് ചെയ്തിട്ട് അത് എത്ര രൂപക്കാണ് ആ സ്റ്റോക്ക് 2024 ഡിസംബറിൽ റെക്കോർഡ് ചെയ്തത്? 3000 റുപ്പീസിനാണ് എന്ത് ചെയ്തിട്ടുള്ളത്? റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. അതിനർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല തുടക്കത്തില് കോസ്റ്റ് അല്ലെങ്കിൽ NRV വിച്ച് എവർ ഈസ് ലോവറിലാണ് എന്ത് ചെയ്യേണ്ടത്? റെക്കോർഡ് ചെയ്യേണ്ടത്. അപ്പൊ അതിനർത്ഥം കോസ്റ്റ് 4000 ആണ്, അതിന്റെ NRV അന്ന് വാല്യൂ ചെയ്യുന്ന ടൈമിൽ NRV എത്ര ഉണ്ടായിട്ടുണ്ടാവും? 3000. അതുകൊണ്ട് ഏതിൽ റെക്കോർഡ് ചെയ്തു? 3000. അതിനർത്ഥം ആക്ച്വലി 4000 പർച്ചേസ് ചെയ്ത് ഈ ഗുഡ്സിൽ നിന്ന് 1000 നമ്മൾ എന്ത് ചെയ്തു? പർച്ചേസ് ചെയ്യുന്ന ടൈമിൽ എത്രയാണോ പർച്ചേസ് ചെയ്ത് ആ എമൗണ്ടിൽ തന്നെ ആയിരിക്കും പർച്ചേസിൽ കാണിച്ചത് എത്ര? 4000. ബട്ട് നമ്മളത് ഇൻവെന്ററി ആയിട്ട് റെക്കോർഡ് ചെയ്യുന്ന ടൈമിൽ അതിൽ നിന്ന് 1000 കുറച്ചിട്ട് ഏതിലാ റെക്കോർഡ് ചെയ്തത്? അതിൽ NRV ലോവറായ NRVയിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അതാണ് അവിടെ സംഭവിച്ചിട്ടുണ്ടാവും. അതിനർത്ഥം 1000 റുപ്പീസ് റെക്കോർഡ്. ഇപ്പം അത് നമ്മളെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ, അതായത് നമ്മളെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എത്ര രൂപക്കാണ് ആ ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടാവുക? 3000. ഓക്കെ, 1000 റുപ്പീസ് നമ്മൾ എന്ത് ചെയ്തു? റിട്ടേൺ ഓഫ് ചെയ്തു. ഓക്കെ, അപ്പൊ നമ്മൾ പർച്ചേസ് ചെയ്ത ഗുഡ്സിൽ നിന്ന് 1000 റുപ്പീസ് നമ്മൾ അങ്ങ് എന്ത് ചെയ്തു? ഒന്നും വേണ്ടാന്നുള്ള രീതിയിൽ കളഞ്ഞു. അപ്പൊ അത് ആക്ച്വലി ഇവിടെ 1000 എന്ന് പറഞ്ഞാൽ എന്താ? 1000 എന്താ? നമുക്ക് ലോസ് ആണ്. ഓക്കെ, 1000 റുപ്പീസ് എന്ത് സംഭവിക്കുന്നുണ്ട്? ഇവിടെ ലോസ് വരുന്നുണ്ട്. അപ്പം ഈ ലോസ് എന്തിനെ ബാധിക്കും? ഗ്രോസ് പ്രോഫിറ്റിനെ ബാധിക്കും. ഓക്കെ, എന്തിനെ ബാധിക്കും? കാരണം ഇത് നമ്മളെ സ്റ്റോക്കാണ്. ഈ സ്റ്റോക്ക് ആക്ച്വലി 4000 നമ്മൾ വാങ്ങിയത്. 4000 അപ്പൊ പർച്ചേസിൽ എവിടെ ഉണ്ടാവും? 4000 ഉണ്ടാവും അല്ലെ? സിമ്പിളി പറയുകയാണെങ്കിൽ കാര്യം മനസ്സിലാവാൻ പറഞ്ഞു തരികയാണെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ ശരിക്കും സംഭവിക്കേണ്ട പർച്ചേസ് അല്ലെ, പർച്ചേസിൽ എത്രയും വന്നിട്ടുണ്ടാവും? 4000. അത് മാത്രമല്ല അതിനപ്പുറം പല പർച്ചേസും ഉണ്ടാവും. അതായത് ചുരുക്കത്തിൽ പറഞ്ഞ ഈ പർച്ചേസ് മൊത്തം എത്ര? 1,15,000. ആ 1,15,000 ഒരു ഐറ്റമാണ് എന്ത്? ഈ 4000 വാങ്ങിയ പർച്ചേസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഒന്നിക്കൽ അത് എന്ത് നടക്കണമായിരുന്നു? സെയിൽ നടക്കണം. സെയിൽ നടക്കാത്ത ഐറ്റംസ് ഒക്കെ എവിടെ ഉണ്ടാവും? ക്ലോസിംഗ് സ്റ്റോക്കിൽ ഉണ്ടാവും. ഓക്കെ, അപ്പം ഇതിന്റെ എന്ത് ചെയ്തിട്ടില്ല? സെയിൽ നടന്നിട്ടില്ല. അപ്പൊ ആക്ച്വലി എന്താ? സെയിൽ നടന്നു കഴിഞ്ഞാൽ ഇപ്പൊ സെയിൽ വന്നു കഴിഞ്ഞാൽ 5000 സെയിൽ നടന്നു കഴിഞ്ഞാൽ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര വരുമായിരുന്നു? 1000 വരുമായിരുന്നു. അതാണ് ആക്ച്വലി സംഭവിക്കുന്നത്. ബട്ട് ഇത് എന്ത് നടന്നിട്ടില്ല? സെയിൽ നടക്കാത്തത് കാരണം അത് ഈ വർഷത്തെ എക്സ്പെൻസ് ആയിരുന്നില്ല. അതെന്താ? അടുത്ത വർഷത്തേക്ക് യൂസ് ചെയ്യാം. അപ്പം ഇത് അടുത്ത വർഷത്തെ അസറ്റ് ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് പർച്ചേസിന് ഇത് മാറ്റണം. അതിന് വേണ്ടിയിട്ടാണ് എന്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്? ക്ലോസിംഗ് സ്റ്റോക്കിലായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എന്താവണം? ഇത് ടാലി ആവണം. വിൽക്കാത്ത ഗുഡ്സ്, പർച്ചേസ്ഡ് ഉള്ള ഗുഡ്സിൽ ഏതൊക്കെ ഗുഡ്സ് വിൽക്കാത്തതുണ്ടോ, സെയിൽ നടക്കാത്തതുണ്ടോ, അതൊക്കെ ക്ലോസിംഗ് സ്റ്റോക്കിൽ എന്ത് ചെയ്യും? അതേ സെയിം ഫിഗർ കാണിച്ചിട്ട് രണ്ടും ഈക്വൽ ആക്കിയിട്ട് അത് എന്ത് ചെയ്യും? അത് ഈ വർഷം സെയിലോ അത് കാരണം ഈ വർഷം എക്സ്പെൻസോ ഇൻകോ വന്നില്ല, നെക്സ്റ്റ് ഇയറിലേ വരാൻ പോകുന്നുള്ളൂ. അപ്പൊ അത് ടാലി ആവേണ്ടതാണ് ആക്ച്വലി. ഓക്കെ, ബട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ക്ലോസിംഗ് സ്റ്റോക്കിന് എത്രയിലാ വാല്യൂ ചെയ്ത്? 3000. അപ്പൊ അതിനർത്ഥം അത് കാരണം ഇവിടെ എന്ത് സംഭവിക്കും? ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് 1000 റുപ്പീസ് എന്താവും? ലോസ് ആവും, കുറയുന്നു. അപ്പം ആക്ച്വലി ഉള്ള ഗ്രോസ് പ്രോഫിറ്റ്. അപ്പം ഇതേപോലെ മറ്റുള്ള ഓക്കെ, ഇത് ഞാൻ ഈ ഗുഡ്സിന്റെ കേസിൽ മാത്രം പറഞ്ഞതാണ്. ഓക്കെ, ഇതേപോലെ കുറെ പർച്ചേസ് ഉണ്ടാവും, വേറെ പല സെയിൽസ് ഉണ്ടാവും, വേറെ പല ക്ലോസിംഗ് സ്റ്റോക്കും ഉണ്ടാവും. അപ്പം ഇതൊക്കെ ഈ പർച്ചേസിൽ ചിലത് സെയിൽസിൽ പോയിട്ടുണ്ടാവും, ബാക്കിയുള്ളതൊക്കെ എവിടെ ഉണ്ടാവും? വിൽക്കാൻ പറ്റാത്തൊക്കെ ക്ലോസിംഗ് സ്റ്റോക്കിൽ ഉണ്ടാവും. ആ ക്ലോസിംഗ് സ്റ്റോക്കിലെ എമൗണ്ടും അതിന്റെ പർച്ചേസ് എമൗണ്ട് ഈക്വൽ ആയിരിക്കും. അപ്പൊ സെയിൽ നടന്നതിന്റെ പോർഷൻസിന് മാത്രം ആ സെയിൽ നടന്നതിന്റെ പർച്ചേസ് കോസ്റ്റ് കുറച്ചിട്ട് ബാക്കിയാണ് എന്ത് കിട്ടുക? ഗ്രോസ് പ്രോഫിറ്റ് കിട്ടേണ്ടത്. ഓക്കെ, ബട്ട് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചത് കാരണം ആക്ച്വലി ഉള്ള ഗ്രോസ് പ്രോഫിറ്റ് എന്ന 1000 റുപ്പീസ് ഈ ക്ലോസിംഗ് സ്റ്റോക്ക് കാരണം ഗ്രോസ് പ്രോഫിറ്റ് എന്തോ കുറയും. അങ്ങനെ ഒരു എഫക്ട് എവിടെ സംഭവിക്കും? ട്രേഡിംഗ് അക്കൗണ്ടിൽ ഗ്രോസ് പ്രോഫിറ്റിൽ സംഭവിക്കും. ക്ലിയർ അല്ലേ? ഗ്രോസ് പ്രോഫിറ്റ് അങ്ങനെ ഒരു കാര്യം സംഭവിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു റിട്ടേൺ ഓഫ് കാരണം കഴിഞ്ഞ വർഷത്തെ എന്തിനെ ബാധിക്കും? കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് സ്റ്റോക്കിനെ ബാധിച്ചിട്ടുണ്ടാവും. കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് സ്റ്റോക്ക്, അതായത് ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞ കാറ്റഗറി ഇല്ല ആക്ച്വലി. ബട്ട് നമുക്കറിയാം ഇവിടെ
2025 ഓപ്പണിംഗ് സ്റ്റോക്ക് കാണുന്നുണ്ട്, അതായിരിക്കില്ലേ കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് സ്റ്റോക്ക്. പിന്നെ 2025 ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ എന്ത് ചെയ്യണം, അതാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ 2025 ഓപ്പണിംഗ് ഉണ്ട്, അത് കഴിഞ്ഞ വർഷത്തെ 24 എന്തായിരിക്കും, ക്ലോസിംഗ് സ്റ്റോക്ക് ആയിരിക്കും. അപ്പൊ അതിനർത്ഥം ഈ 33,000 ഈ പറഞ്ഞ 3000, ഈ 3000ത്തിന്റെ ആക്ച്വൽ എമൗണ്ട് എത്രയായിരിക്കും, 4000 ആയിരിക്കും. ഓക്കെ, ബട്ട് അത് ഏതിലാ കാണിച്ചത്, 3000 കാണിച്ചത്. ബാക്കിയുള്ള 30,000 സാധാരണ ഗുഡ്സ് ആണ്, അതിനെ കൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഇവിടെ സംഭവിച്ച ഈ 1000, ഇവിടെ സംഭവിച്ച ഈ ഡിഫറൻസ് ഈ 1000ത്തിന്റെ എഫക്ട് എവിടെയും കൂടി ബാധിച്ചിട്ടുണ്ടാവും. ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ കുറച്ചത് കാരണം അത് എന്തായിട്ടുണ്ടാവും, ഗ്രോസ് പ്രോഫിറ്റ് നിന്നും ആ 1000 രൂപ എന്തായിട്ടുണ്ടാവും, കുറഞ്ഞിട്ടുണ്ടാവും അല്ലെ. ശരിക്കും 34,000 ആയിരുന്നു മൊത്തത്തിന്റെ സ്റ്റോക്ക് വരേണ്ടത്, ബട്ട് ഈ ഒറ്റൊരു ഗുഡ്സ് കാരണം അത് എത്രയായി മാറി, 33,000 ആക്കി നമ്മൾ കുറച്ചു. അപ്പൊ അതിന്റെ എഫക്ട് ശരിക്കും വരേണ്ട ഗ്രോസ് പ്രോഫിറ്റ് നിന്ന് 1000 രൂപ എന്തായിട്ടുണ്ടാവും, കുറഞ്ഞിട്ടുണ്ടാവും. ക്ലിയർ അല്ലേ? ഓക്കെ, പിന്നെ പറയാണ് ഇതില് ഈ 1000 രൂപക്ക്, അതായത് 4000 രൂപക്ക് വാങ്ങി ഇത്, അതായത് ഇപ്പൊ എത്രയാണ് ഉള്ളത്, 3000. ആ 3000 2/3 ഓഫ് ദ ഐറ്റം വാസ് സോൾഡ് ഡ്യൂറിംഗ് 2025. ഓക്കെ, അത് 2025, അതായത് നമ്മൾ ഈ വർഷം, കഴിഞ്ഞ വർഷത്തെ കാര്യമാണ് ആദ്യം പറഞ്ഞത്. ഈ വർഷത്തിൽ അതിലെ 2/3 എന്ത് ചെയ്തിട്ടുണ്ട്, സെയിൽ ചെയ്തിട്ടുണ്ട്. അതായത് ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് അതിപ്പം 3000 രൂപക്കാണ് നമ്മൾ ഇപ്പൊ എന്ത് ചെയ്തിട്ടുള്ളത്, കഴിഞ്ഞ വർഷം അത് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. ഈ വർഷം ഈ 3000ത്തിന്റെ സാധനത്തിൽ 2/3, 2 ഭാഗം, അതായത് 2000 അല്ലെ. ഈ 2000 നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സെയിൽ ചെയ്തു. എത്ര രൂപക്ക് സെയിൽ ചെയ്തു, നമ്മൾ 2200 രൂപക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, സെയിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനർത്ഥം കഴിഞ്ഞ വർഷം 4000ത്തിന്റെ സാധനം 3000 ആക്കി, അതിലൊരു 2/3 എന്ത് ചെയ്തു ഈ വർഷം, അതായത് 2/3 മീൻസ് അതിന്റെ 2000 ഈ വർഷം എത്രയാണ് സെയിൽ ചെയ്തു, 2200 സെയിൽ ചെയ്തു. അങ്ങനെയാണ് ബാക്കി അവിടെ എത്ര ഉണ്ടാവും, 1000 ഉണ്ടാവും. അപ്പൊ ഈ വർഷം ഈ ഗുഡ്സിൽ എത്ര ബാക്കി ഉണ്ടാവും, ക്ലോസിംഗ് ഈ ഒരു ഗുഡ്സിന്റെ കാര്യം മാത്രമാണ്. ക്ലോസിംഗ് സ്റ്റോക്കിൽ ഈ ഒരു 4000ത്തിന്റെ ഗുഡ്സിൽ അതിലെ 3000 ആക്കി, 3000 2/3 സെയിൽ ചെയ്തു, ബാലൻസ് 1/3 ഉണ്ടാവും, അത് 1000. അപ്പൊ ഈ ക്ലോസിംഗ് സ്റ്റോക്കിൽ ഇതിന്റെ പോർഷൻ എത്ര ഉണ്ടാവും, 1000 ഉണ്ടാവും. ഇനി ബാക്കിയുള്ള ഈ 30,000 അല്ലെ, 30,000 അതിൽ എത്ര സെയിൽ ചെയ്തു, പുതുതായിട്ട് വാങ്ങിയിട്ടുണ്ടാവും. ആ ക്ലോസിംഗ് സ്റ്റോക്ക് എത്ര എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ക്ലോസിംഗ് സ്റ്റോക്കിൽ ഒരു പോർഷൻ എത്ര ഉണ്ടെന്ന് മനസ്സിലായി. ഈ 1000ത്തിന്റെ പോർഷൻ എവിടെ ഉണ്ട്, ക്ലോസ് സ്റ്റോക്കിൽ ഉണ്ട്. ബാക്കിയുള്ള ക്ലോസ് സ്റ്റോക്ക് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, സ്ക്രീൻ അപ്പം 1000ത്തിന്റെ അപ്പൊ ബാക്കിയുള്ളതാ കണ്ടുപിടിക്കണം. ബാക്കിയുള്ളത് കണ്ടുപിടിക്കാൻ ഇപ്പൊ ഒരേ ഒരു പ്രശ്നം, അതായത് നമുക്ക് ഇവിടെ സെയിൽ ഈ വർഷം 2025 ക്ലോസ് സ്റ്റോക്കാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ 2025 ഓപ്പണിംഗ് എത്രയാണെന്ന് അറിയാം, പർച്ചേസ് അറിയാം, ആ വർഷം നടന്ന സെയിൽ അറിയാം, ആ വർഷം വന്ന കുറച്ച് എക്സ്പെൻസും കാര്യങ്ങളൊക്കെ അറിയാം. ഓക്കെ, എങ്ങനെ ക്ലോസിംഗ് സ്റ്റോക്ക് കണ്ടുപിടിക്കും എന്നുള്ളതാണ്. കാരണം ക്ലോസിംഗ് സ്റ്റോക്ക് കണ്ടുപിടിക്കാൻ ആകെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഇങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് മാത്രമാണ്. ഓക്കെ, അപ്പം ഇവിടെ ഉള്ള നമുക്കറിയാം. ഓക്കെ, ട്രേഡിംഗ് അക്കൗണ്ട് അല്ലെ. ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്ന കുറച്ച് ഐറ്റംസ് ആണ് എന്ത്, ട്രേഡിംഗ് അക്കൗണ്ടിൽ സാധാരണ നമ്മൾ എന്താ ചെയ്യാറ്, ട്രേഡിംഗ് അക്കൗണ്ടിൽ സാധാരണ നമ്മൾ എത്രയാണോ ഓപ്പണിംഗ് സ്റ്റോക്ക് അത് നമ്മൾ കാണിക്കും. അതിനുശേഷം ആ വർഷം നടന്ന പർച്ചേസ് എത്രയാണോ ആ പർച്ചേസ് നമ്മൾ കാണിക്കും. ഓക്കെ, റിട്ടേൺസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, റിട്ടേൺസ് നമ്മൾ കുറച്ച് കളയും. അതുപോലെ സെയിൽസും അതേപോലെ തന്നെ, സെയിൽസ് റിട്ടേൺ ഒക്കെ കുറച്ചിട്ട് നമ്മൾ സെയിൽസ് കാണിക്കും. എന്നിട്ട് നമ്മൾ ആ വർഷത്തെ ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണോ അത് നമ്മൾ കാണിക്കും. അതിൽ ആ വർഷം എന്തെങ്കിലും ഡയറക്റ്റ് എക്സ്പെൻസ് വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കാണിക്കും. എന്നിട്ട് ഈ ഫിഗേഴ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, ആഡ് ചെയ്തിട്ട് ബാലൻസ് ചെയ്തിട്ട് ബാലൻസിങ് ഫിഗർ ആയിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കും, എത്രയാണ് ഈ വർഷം ഉണ്ടായ ഗ്രോസ് പ്രോഫിറ്റ് എന്നുള്ളതാണ് ഇതാണ് നമ്മൾ എന്തായിട്ട് സാധാരണ രീതിയിൽ നമുക്ക് എന്തായിട്ട് കിട്ടാം, ബാലൻസിങ് ഫിഗർ കിട്ടാം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മളെ പ്രശ്നം, അപ്പൊ ഇത് കിട്ടണമെങ്കിൽ സാധാരണ നമുക്ക് എന്തറിയണം, ഈ ബാക്കിയുള്ള എല്ലാ ഫിഗേഴ്സും അറിയെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് നോർമലി കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ നമുക്ക് എത്ര പ്രോഫിറ്റ് കിട്ടിയത്. ഓക്കെ, കാരണം പർച്ചേസിന് ഈ വർഷം സെയിൽ നടക്കാത്ത സ്റ്റോക്കൊക്കെ എന്ത് ചെയ്യണം, ക്ലോസിംഗ് സ്റ്റോക്ക് ആയിട്ട് മാറ്റിയതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് കറക്റ്റ് കിട്ടുള്ളൂ, ഗ്രോസ് പ്രോഫിറ്റ് കറക്റ്റ് കിട്ടുള്ളൂ. പക്ഷെ ഇവിടെ നമുക്ക് എന്തറിയില്ല, ഗ്രോസ് പ്രോഫിറ്റ് അല്ല, ക്ലോസിംഗ് സ്റ്റോക്ക് അറിയില്ല. ഓക്കെ, അപ്പം നമുക്ക് ഈ സെയിം, അതായത് ഇതൊക്കെ അറിയാമെങ്കിൽ നമ്മൾ ഇത് കണ്ടുപിടിക്കുന്നത് പോലെ ഇവിടെ നേരെ ഓപ്പോസിറ്റ് ചിന്തിക്കുന്നു. അതായത് നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് ഇപ്പൊ അറിയില്ല, ബട്ട് അതിന് പകരം ഇത് കണ്ടുപിടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ എല്ലാ ഫിഗറും അറിയാമെങ്കിൽ നമുക്ക് ഇത് കണ്ടുപിടിച്ചുകൂടെ അല്ലെ. നമ്മൾ ഈ എല്ലാ ഫിഗറും അറിയാമെങ്കിൽ ബാക്കിയുള്ളത് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് വിളിക്കുന്നത് പോലെ നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് വേറെ എന്തെങ്കിലും രീതിയിൽ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് അറിയാമെങ്കിൽ ഈ എല്ലാ ഫിഗറും കൂടി ബാക്കിയുള്ള ഫിഗർ എന്താന്ന് പറയാം, നമുക്ക് ഗ്രോസ് സ്റ്റോക്ക് ആണെന്ന് പറഞ്ഞൂടെ. അപ്പൊ അതിനർത്ഥം ആദ്യം എന്താ അറിയണം, ഗ്രോസ് പ്രോഫിറ്റ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റണം.
ഓക്കെ, അതിനാണ് ക്വസ്റ്റ്യൻ പറഞ്ഞത്. നമ്മളെ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, എല്ലാ വർഷവും കിട്ടുന്ന ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, നോർമൽ സെയിൽസിന്റെ മുകളിൽ കിട്ടുന്ന ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും എന്ന് ആര് പറയുന്നുണ്ട്? ക്വസ്റ്റ്യനിൽ തന്നെ നിങ്ങളോട് പറയുന്നുണ്ട്. ഓക്കെ, അല്ലെ പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അസ്യൂം ചെയ്യുക. ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ അപ്പൊ 2024 ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്കറിയാം. കാരണം 2025 ഓപ്പണിംഗ് ആണ് 2024 എന്ത് ക്ലോസ് സ്റ്റോക്ക്. അപ്പൊ 2024 ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ 2024 എത്രയാണോ നമുക്ക് സെയിൽസിന്റെ മുകളിൽ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ വരുന്നത്, അതേ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് തന്നെയായിരിക്കും 2025 കിട്ടുന്നത് എന്നുള്ള അസംഷനിലേക്ക് നമ്മൾ പോവുകയാണ്. അങ്ങനെ നമുക്ക് 2025 എന്ത് കണ്ടുപിടിക്കാം? ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാം. അത് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ക്ലോസിംഗ് സ്റ്റോക്ക് കിട്ടും. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? 2024 വെറുതെ മെമ്മറാണ്, ശരിക്കുള്ള ട്രേഡിംഗ് അക്കൗണ്ട് എന്നല്ല. 2024 നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെറുതെ വരയ്ക്കുന്ന ഒരു ട്രേഡിംഗ് അക്കൗണ്ട്, അതിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? മെമ്മോറാൻഡം ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് വിളിക്കും. ഓക്കെ അല്ലേ? മെമ്മോറാൻഡം ട്രേഡിംഗ് അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ വെറുതെ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് വരച്ചു വെക്കും. ഓക്കെ, വെറുതെ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? വരയ്ക്കുന്നു. അപ്പൊ 2024 നമ്മൾ വരയ്ക്കുന്നത്. അപ്പൊ 2024 ഓപ്പണിംഗ് സ്റ്റോക്ക് കാണിക്കണം. 2024 ഓപ്പണിംഗ് സ്റ്റോക്ക് എത്ര? 20,000. 2024 ഓപ്പണിംഗ് സ്റ്റോക്ക് 20,000 കാണിച്ചു. ഓക്കെ, പിന്നെ പർച്ചേസ് 2024 പർച്ചേസ്. ഓക്കെ, അപ്പൊ 2024 പർച്ചേസിന്റെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2024 പർച്ചേസ് 1,15,000 ആണ് 2024 പർച്ചേസ് അല്ലേ? ഓക്കെ, അപ്പൊ അതിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളില്ല. അപ്പൊ പർച്ചേസ് 2024 പർച്ചേസ് എത്ര? 1,15,000 അല്ലേ? അല്ലടാ, നെക്സ്റ്റ് എന്താ? 2024 പർച്ചേസ് കഴിഞ്ഞാൽ അടുത്തുന്ന സെയിൽസ് ഉണ്ടല്ലേ? സെയിൽസ് എത്ര വരുന്നത്? 2024 സെയിൽസ് എത്ര? 2,15,000 ആയിരുന്നു. ബട്ട് അത് തെറ്റാണ്. അതിൽ തെറ്റായ 15,000 എന്ന് പറഞ്ഞ സെയിൽസ് ഉണ്ട്. അപ്പൊ അത് ആക്ച്വൽ സെയിൽസ് അല്ല, അത് തെറ്റ് സംഭവിച്ചാണ് അല്ലേ? അപ്പൊ ആ സെയിൽ അഡ്ജസ്റ്റ് ചെയ്യണം അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ സെയിൽസിൽ 2,15,000 ഉണ്ടായിരുന്നു. അതിലൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നു. 15,000 മാത്രമേ സെയിൽ ഉള്ളൂ. അപ്പൊ അങ്ങനെ എത്ര വരും? 2 lakh മാത്രമേ നമ്മൾ ആക്ച്വൽ എന്തുള്ളൂ? സെയിൽ ഉള്ളൂ. കറക്റ്റ് സെയിലേ കാണിക്കാൻ പാടുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് എന്താ? കുറച്ച് എക്സ്പെൻസ് ഉണ്ട്. ഓക്കെ, നമുക്ക് ട്രേഡിംഗ് ഡയറക്റ്റ് എക്സ്പെൻസ് കാണിക്കണം. മാനുഫാക്ചറിങ് എക്സ്പെൻസ് എന്താ? ഡയറക്റ്റ് ആണ്. അഡ്മിനിസ്ട്രേറ്റീവും സെല്ലിംഗ് ഒരിക്കലും എന്തല്ല? ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഡയറക്റ്റ് സെയിൽസിന് വേണ്ടി വരുന്ന എക്സ്പെൻസ് ഒന്നും ഒരിക്കലും ഡയറക്റ്റ് ആവില്ല. നമ്മൾ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന, പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ എടുത്ത് പറയാണ്. അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് ഫോർ മാനുഫാക്ചറിങ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ, അങ്ങനെയൊക്കെ എടുത്ത് പറയുകയാണെങ്കിൽ അത് എന്തായിട്ട് ട്രീറ്റ് ചെയ്യണം? ഡയറക്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. അതർവൈസ് അഡ്മിനിസ്ട്രേഷൻ ഓഫീസിലെ കാര്യങ്ങളൊക്കെ സെയിൽസ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ട്രീറ്റ് ചെയ്യുക. അപ്പൊ ഏത് എക്സ്പെൻസും കൂടി കൺസിഡർ ചെയ്യണം? ഡയറക്റ്റ് മാനുഫാക്ചറിങ് എക്സ്പെൻസ് 5,000 വരും. അപ്പൊ മാനുഫാക്ചറിങ് എക്സ്പെൻസ് 5,000 വന്നു. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? 2024 ക്ലോസിംഗ് സ്റ്റോക്കും കൂടി കാണിച്ചാൽ മാത്രമേ നമുക്ക് കറക്റ്റ് എന്ത് കിട്ടുള്ളൂ? ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, ഇവിടെയാണ് പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ശ്രദ്ധിച്ച് കേൾക്കണേ. ഓക്കെ, 2024 ക്ലോസിംഗ് സ്റ്റോക്ക്, അതായത് 2025 ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയുണ്ട്? 33,000 ഉണ്ട്. ഓക്കെ, അപ്പൊ 33,000 ഉണ്ട്. ഓക്കെ, നിങ്ങൾ നോക്കാം. 33,000 വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഈ സൈഡിൽ എത്ര വരും? 2,33,000 വരും. ഓക്കെ, 2,33,000 നമ്മൾ ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് നമ്മളെ ഗ്രോസ് പ്രോഫിറ്റ് എത്രയാണെന്നുള്ളത് കിട്ടും. എത്ര? 93,000 ആണ് നമ്മൾ എന്ത് വരാം? ഗ്രോസ് പ്രോഫിറ്റ് വരാം. ക്ലിയർ അല്ലേ? എത്ര വരാം? 93,000 നമ്മളെ ഗ്രോസ് പ്രോഫിറ്റ് വരാം. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമുക്ക് എന്താ ഗ്രോസ് പ്രോഫിറ്റ് അല്ല, ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ആണ്. റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കുക? നമ്മൾ ഗ്രോസ് പ്രോഫിറ്റും നമ്മളെ സെയിൽസും തമ്മിൽ കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? റേഷ്യോ കണ്ടുപിടിക്കുക. അപ്പം കാരണം ഈ ഗ്രോസ് പ്രോഫിറ്റ് തന്നെയാണ് അടുത്ത വർഷം 2025 കിട്ടുക. ഗ്രോസ് പ്രോഫിറ്റ് എമൗണ്ട് സെയിം ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിൽ പെർസെൻറ്റേജ് മാത്രമേ സെയിം ആകാൻ പറ്റൂ. കാരണം എത്ര എണ്ണം വിൽക്കുന്നതിനനുസരിച്ച് പ്രോഫിറ്റ് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് ഒന്നിന്റെ മേലുള്ള പെർസെൻറ്റേജ് മാത്രമേ നോക്കാൻ പാടുള്ളൂ. അല്ലാണ്ട് എമൗണ്ട് ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് എല്ലാ വർഷവും സെയിം ആണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പറയാൻ പറ്റില്ല. പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് മാത്രമേ സെയിം ആകൂ. ആ പെർസെൻറ്റേജ് നമുക്ക് അറിയണം. ഓക്കെ, ആ പെർസെൻറ്റേജ്, അപ്പൊ എത്രയാണോ ഗ്രോസ് പ്രോഫിറ്റ് അത് ഡിവൈഡ് ബൈ നമ്മൾ സെയിൽ എത്ര? 2 lakh ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് ആ പെർസെൻറ്റേജ് കിട്ടും. ഓക്കെ, അപ്പൊ എത്ര വരിക? ഓക്കെ, അങ്ങനെ നോക്കുന്ന സമയത്ത് 46.5% ആണ് വരുന്നത്. ഓക്കെ, എത്ര? 46.5% ആണ് നമുക്ക് എന്ത് കിട്ടിയത്? ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കിട്ടിയത്. ബട്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചില്ല. അവസാനത്തെ കാര്യം എന്താ? 3,000 rupees 4,000 rupeesന്റെ
ഈ ക്ലോസിംഗ് സ്റ്റോക്ക് എത്ര രൂപയ്ക്കാണ് കാണിച്ചത്? 3000 അല്ലെ? അതുകൊണ്ടാണ്, അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരുന്നു വരേണ്ടത്? 34,000 ആയിരുന്നില്ലേ വരേണ്ടത്? ആ 1000 കുറച്ചത് കാരണമാണ് എത്രയായത്? ഈ 4,000 3,000 ആയത് കാരണമാണ് ടോട്ടൽ ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയിലേക്ക് എത്തി? 33. ബട്ട് ആക്ച്വലി എത്രയായിരുന്നു? 34 ആയിരുന്നു വരേണ്ടത്. അപ്പൊ നിങ്ങൾ നോക്കി നോക്കിയാ ഇവിടെ 34,000 ആണ് ശരിക്കും നമ്മളെ ക്ലോസിംഗ് സ്റ്റോക്ക് 34,000 ആണെങ്കിൽ നമ്മളെ ഗ്രോസ് പ്രോഫിറ്റ് എത്ര ആവുമായിരുന്നു? ഈ ടോട്ടൽ ഫിഗർ 2,34,000 ആവും. ഓക്കെ, അപ്പൊ നമ്മളെ ഗ്രോസ് പ്രോഫിറ്റ് 94,000 എന്ത് കിട്ടുമായിരുന്നു? ഗ്രോസ് പ്രോഫിറ്റ് കിട്ടായിരുന്നു അല്ല, ഗ്രോസ് പ്രോഫിറ്റ്. അങ്ങനെ റേഷ്യോ നോക്കാൻ എത്ര കിട്ടായിരുന്നു? 94,000 ഡിവൈഡഡ് ബൈ 2 lakh ഇൻറ്റു 100 ചെയ്യുമ്പോൾ എത്ര കിട്ടടാ? എത്ര വരുടാ? എത്ര വരും? 47% കിട്ടും. കാര്യം മനസ്സിലായില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ഒരു കാര്യം റിട്ടേൺ ഓഫ് ഇത് ശരിക്കും ബിസിനസ്സിൽ ഓക്കെ ഈ ഒരു പ്രോഫിറ്റ് അപ്പം നമ്മളെ ശരിക്കും ഓക്കെ നമ്മളെ അക്കൗണ്ടിങ് കൺസെപ്റ്റ് പ്രകാരം നമ്മൾ എത്രയുള്ള ക്ലോസിംഗ് സ്റ്റോക്ക് റെക്കോർഡ് ചെയ്യേണ്ടത്? 33,000 തന്നെയാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. ഓക്കെ, 34 കാരണം NRV കുറവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ലോവർ പ്രൈസിൽ തന്നെ റെക്കോർഡ് ചെയ്യണം. 33 കറക്റ്റാണ്. ബട്ട് അത് കാരണം നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് എത്ര കുറഞ്ഞു? അതായത് നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോയിൽ എത്രയാണ് വേരിയേഷൻ വന്നു? ഒരു 0.5 വേരിയേഷൻ എവിടെ വന്നിട്ടുണ്ട്? ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോയിൽ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ കഴിഞ്ഞ വർഷത്തെ കറക്റ്റ് ഗ്രോസ് പ്രോഫിറ്റ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര തന്നെയാണ്? 93 തന്നെയാണ്. അത് വെച്ചിട്ടുള്ള കറക്റ്റ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എത്രയാ ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാ? 46.5% ആണ്. എന്നിട്ട് നമ്മുടെ അസംഷൻ എന്താ? ഇതേ പെർസെൻറ്റേജ് തന്നെയാണ് നമുക്ക് 2025 കിട്ടാൻ പോകുന്നത് അല്ലെ? 2025 ഇതേ സെയിം പെർസെൻറ്റേജ് തന്നെയാണ് കിട്ടാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതാണ് നമ്മുടെ അസംഷൻ. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? നമുക്ക് എന്താ വേണ്ടത്? 2025 ക്ലോസിംഗ് സ്റ്റോക്ക് അറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 2025 ഓപ്പണിംഗ്, 2025 പർച്ചേസ്, 2025 ഡയറക്റ്റ് എക്സ്പെൻസ്, 2025 സെയില്, 2025 ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് അറിയില്ല. നമുക്ക് എന്തറിയണം? അപ്പൊ 2025 ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ക്ലോസിംഗ് സ്റ്റോക്ക് കിട്ടും. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? 2025 സെയിൽ എന്താണോ അതിനോട് ഇൻറ്റു എന്ത് ചെയ്യും? ആ സെയിലിനോട് ഇൻറ്റു നമ്മൾ എന്ത് ചെയ്യും? 46.5% ചെയ്ത് കഴിഞ്ഞാൽ 0.5% ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അവിടുത്തെ ഗ്രോസ് പ്രോഫിറ്റ് എത്രയാണെന്നുള്ളത് കിട്ടും. ഓക്കെ, എന്നിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? ക്ലോസിംഗ് സ്റ്റോക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അതാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അതാണ് നമ്മുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ പെർസെൻറ്റേജ് കഴിഞ്ഞ വർഷം 24 കിട്ടിയ അതേ പെർസെൻറ്റേജ് 25 കിട്ടും എന്നുള്ള അസംഷൻ. ഓക്കെ, അതേ അസംഷനാണ് നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ സെയിലിന്റെ മുകളിലും നമുക്ക് എന്ത് കിട്ടും? ഈ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് കിട്ടും. അത് ഇൻറ്റു അടിച്ചാൽ നമുക്ക് ആ പ്രോഫിറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെർസെൻറ്റേജ് നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പെർസെൻറ്റേജിന് എന്തിൻ്റെ എഫക്റ്റ് ഉണ്ട്? നമ്മൾ ഈ റിട്ടേൺ ഓഫ് ചെയ്ത 1000 എഫക്റ്റ് ഉണ്ട്. അതായത് നമ്മൾ ഈ പെർസെൻറ്റേജ് ഈ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടാനുള്ള കാരണക്കാരൻ ഈ സെയിൽ മാത്രമല്ല, ആരും ഉണ്ട്. ഈ ക്ലോസിംഗ് സ്റ്റോക്കും അതിലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അതിലൊരു 1000 കുറക്കാൻ ആരും കൂടി ഇടപെട്ടിട്ടുണ്ടായിരുന്നു. ക്ലോസ് സ്റ്റോക്ക് ഇടപെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതേ പെർസെൻറ്റേജ് നമ്മൾ 2025 യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും? ആ വർഷം ക്ലോസിംഗ് സ്റ്റോക്കിൽ 1000 രൂപേന്റെ എഫക്റ്റ് വന്നതുപോലെ, അതായത് ആ വർഷത്തെ ഗ്രോസ് പ്രോഫിറ്റിലും ഈ 1000 കാരണം ഒരു 0.5 പ്രശ്നം വന്നില്ലേ? ഇവിടെ ആക്ച്വലി വരേണ്ടിയിരുന്ന എത്ര വ്യത്യാസം വന്നു? ഒരു 0.5 വ്യത്യാസം വന്നില്ലേ? ആ 0.5 എഫക്റ്റ് ഏത് ഗ്രോസ് പ്രോഫിറ്റിനും വരും. 2025 അങ്ങനെ ഒരു റിട്ടേൺ ഓഫ് സംഭവിച്ചതുപോലെ അതിൻ്റെ ഒരു എഫക്റ്റ് വരും. ബട്ട് ആക്ച്വലി 2025 അങ്ങനെ റിട്ടേൺ ഓഫ് സംഭവിച്ചതായിട്ട് പറയുന്നുണ്ടോ? ഈ റിട്ടേൺ ഓഫ് ചെയ്ത ഗുഡ്സിൽ ഒരു 2/3 സെയിൽ ചെയ്യുന്നുണ്ട്, അല്ലാണ്ട് അവിടെ പുതുതായിട്ട് എന്ത് വരുന്നില്ല, റിട്ടേൺ ഓഫ് ചെയ്തിട്ടൊന്നുമില്ല. അപ്പൊ കഴിഞ്ഞ കൊല്ലം റിട്ടേൺ ഓഫ് ചെയ്തതിന്റെ എഫക്റ്റ് ഈ വർഷം വീണ്ടും വരുമോ? ഇല്ല. ആ കഴിഞ്ഞ വർഷം അതിന്റെ ലോസ് വന്നു. ഓക്കെ, ശരി തന്നെയാണ്. ബട്ട് അതേ പെർസെൻറ്റേജ് എടുത്ത് ഈ വർഷം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വർഷവും അതിന്റെ റിട്ടേൺ ഓഫിന്റെ എഫക്റ്റ് ഈ വർഷവും ആ 0.5% എഫക്റ്റ് വന്ന പോലെയാണ്. ഓക്കെ, ബട്ട് നമ്മുടെ ശരിക്കുള്ള ഗ്രോസ് പ്രോഫിറ്റ് 46.5% ആയിരിക്കും ഈ വർഷത്തെ 2025 അല്ല. ആ റിട്ടേൺ ഓഫ് ഇല്ലാത്ത പെർസെൻറ്റേജ് എന്താണോ അതായിരിക്കും ഈ വർഷം 2025 ശരിക്കുള്ള പെർസെൻറ്റേജ് വരിക. സെയിം ആണ് എന്നാണെങ്കിൽ അപ്പം ഇവിടെ ചെയ്യേണ്ടത് നമ്മളെ ശരിക്കുള്ള ട്രേഡിംഗ് അക്കൗണ്ട് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 93,000 കിട്ടും. ശരിയാണ്. ബട്ട് നമ്മൾ ഇങ്ങനത്തെ കേസിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ശരിക്കുള്ള ട്രേഡിംഗ് അക്കൗണ്ട് അല്ല വരയ്ക്കണ്ടേ. ഈ ട്രേഡിംഗ് അക്കൗണ്ടിൽ എന്തുണ്ട്? കുറച്ച് അബ്നോർമൽ ആയ ഐറ്റത്തിന്റെ എന്ത് വരുന്നുണ്ട്?
എഫക്റ്റ് വരുന്നുണ്ട്, കുറച്ച് അബ്നോർമൽ ഐറ്റത്തിന്റെ എന്തുണ്ട്, എഫക്റ്റ് ഉണ്ട്. ആ എഫക്റ്റ് ഒരിക്കലും അടുത്ത വർഷം വരാൻ പാടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ അബ്നോർമൽ ഐറ്റത്തിന്റെ എഫക്റ്റ് ഒക്കെ ഒഴിവാക്കിയിട്ട് ഇതിൽ എന്തിന്റെ എഫക്റ്റ് മാത്രമേ വരാൻ പാടുള്ളൂ, നോർമൽ എമൗണ്ടിന്റെ എഫക്റ്റ് മാത്രമേ വരാൻ പാടുള്ളൂ. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ട് ഓപ്ഷൻ ഉള്ളത്. ഒന്നിക്ക് എന്ത് ചെയ്യാം, ഈ ക്ലോസിംഗ് സ്റ്റോക്ക് ശരിക്കുള്ള ക്ലോസിംഗ് സ്റ്റോക്ക് 33 ആണെങ്കിലും നമ്മൾ തൽക്കാലം അതിലേക്ക് ഈ കറക്റ്റ് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടി, കറക്റ്റ് ഗ്രോസ് പ്രോഫിറ്റ് മീൻസ് സാധാരണ നോർമലായിട്ട് കിട്ടുന്ന ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ 33,000 അങ്ങ് മാറ്റിയിട്ട് എത്രയായിട്ട് തന്നെ എടുക്കാം, 34,000 ആയിട്ട് തന്നെ എന്ത് ചെയ്യുക, എടുക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് എത്ര കിട്ടും, 94 കിട്ടും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എത്ര കിട്ടും, ഗ്രോസ് പ്രോഫിറ്റ് 46.5 പകരം എന്ത് തന്നെ കിട്ടും, 47% തന്നെ കിട്ടും. ഓക്കെ, അപ്പം ഒരു ഓപ്ഷൻ അതാണ്. ക്ലോസിംഗ് സ്റ്റോക്കിന് എന്താക്കാം, അതിലെ അബ്നോർമൽ ആയിട്ടുള്ള 33,000 ഒരു 1000 തിരിച്ച് കുറച്ച് കാലം 1000 ആഡ് ചെയ്തിട്ട് നോർമൽ പോലെ തന്നെ നമ്മൾ തൽക്കാലത്തേക്ക് എന്ത് ചെയ്യാം, അതിന് നോർമൽ പോലെ തന്നെ ട്രീറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, സാധാരണ കിട്ടാൻ പോകുന്ന പെർസെൻറ്റേജ് കണ്ടുപിടിക്കാം. ക്ലിയർ അല്ലേ? അതാണ് ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ മെത്തേഡ്, ഓക്കെ, ക്ലോസിംഗ് സ്റ്റോക്കിൽ ആരുണ്ട്, ക്ലോസിംഗ് സ്റ്റോക്കിൽ എന്താ സംഭവിച്ചേ, ക്ലോസിംഗ് സ്റ്റോക്കിൽ ഓക്കെ, ക്ലോസിംഗ് സ്റ്റോക്ക് 33,000 ആണ് നമ്മൾ എന്ത് വരുന്നത്, ക്ലോസിംഗ് സ്റ്റോക്ക് വരുന്നത് അല്ലേ, കാണുന്നില്ലടാ. ഓക്കെ, അപ്പം ക്ലോസിംഗ് സ്റ്റോക്ക് വരുന്നത് 33,000 ആണ്. ഓക്കെ, ഇതിൽ ഞാൻ ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതിനെന്താക്കുക, ഈ അബ്നോർമലിനെ ഫുള്ളി നോർമലിലേക്ക് തിരിച്ചു കൊണ്ടുവരിക, 34 ആക്കുക. അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് അബ്നോർമൽ ആയിട്ട് ഐറ്റംസ് ഒന്നും എവിടെ വേണ്ട. ട്രേഡിങ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നോർമൽ സാധനങ്ങൾ വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രയാണ് പെർസെൻറ്റേജ് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടുക എന്നുള്ളത് അറിഞ്ഞാൽ മതി. കാരണം ആ പെർസെൻറ്റേജ് കൊണ്ട് 2025 ഉപയോഗിക്കാൻ അത്രയേ ഉള്ളൂ. അപ്പം നോർമൽ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം വിറ്റ് നോർമൽ ആയിട്ടുള്ള സാധനങ്ങളുടെ കാര്യത്തിലുള്ള ട്രേഡിംഗ് അക്കൗണ്ട് വരയ്ക്കുക. ഏതിൻ്റെ വേണ്ട, അബ്നോർമൽ ഇത് വേണ്ട, നോർമൽ ആയിട്ടുള്ള ഐറ്റത്തിന്റെ മാത്രം എന്ത് വരയ്ക്കുക, ട്രേഡിംഗ് അക്കൗണ്ട് വരയ്ക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്ക് ടോട്ടൽ 33,000 ആണ് തന്നതെങ്കിലും അതിൽ 3,000 എന്താ അബ്നോർമൽ ആണ്. നമുക്ക് അബ്നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും വേണ്ട, നോർമൽ ആയിട്ടുള്ള ഗ്രോസ് പ്രോഫിറ്റ് മാത്രം മതി. അപ്പൊ നോർമൽ കാര്യങ്ങൾ മാത്രം. അപ്പം ഈ 3,000 എന്ത് ചെയ്യാം, ഇവിടുന്ന് ഒഴിവാക്കിയിട്ട് ക്ലോസിംഗ് സ്റ്റോക്ക് എത്ര എടുക്കാം, 30,000 എടുക്കാം. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പം ഈ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഒഴിവാക്കുന്നുണ്ടെങ്കിൽ, ക്രെഡിറ്റ് സൈഡിൽ നിന്ന് എന്തെങ്കിലും ഐറ്റംസ് ഒഴിവാക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഡെബിറ്റിൽ ഒരു എഫക്റ്റ് ഉണ്ടാവും. ഓക്കെ, കാരണം ഡെബിറ്റിൽ പർച്ചേസിലോ ഓപ്പണിംഗ് സ്റ്റോക്കിലോ ഉള്ള ഐറ്റംസ് ആയിരിക്കും എവിടെ വരിക, സെയിൽസിലും ക്ലോസ് സ്റ്റോക്കിലും വരിക. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്കിൽ 3000 ഐറ്റംസ് നമ്മൾ വേണ്ടാന്ന് വെക്കുമ്പോൾ ഇത് വാങ്ങിയ പൈസ എവിടെ ഉണ്ടാവും, പർച്ചേസിൽ ഉണ്ടാവും. അപ്പോൾ പർച്ചേസ് നമ്മൾ എന്ത് ചെയ്യണം, 1,15,000 എന്ത് കുറച്ച് കളയാം, ഈ 4,000 അല്ലെ, അത് വാങ്ങിയത് എത്രയാണ്, 4,000 ക്ലോസിംഗ് സ്റ്റോക്കിൽ 3,000 അത് ആക്ച്വലി പർച്ചേസ് ചെയ്ത് എത്രയാണ്, 4,000 അപ്പോൾ ഇത് പർച്ചേസിൽ അതിന്റെ എമൗണ്ട് എത്രയായിരിക്കും, 4,000 ആയിരിക്കും. അപ്പോൾ പർച്ചേസിന് എന്ത് ചെയ്യുക, 4,000 കുറച്ചിട്ട് പർച്ചേസ് 1,11,000 കാണിച്ചാൽ മതി. ക്ലിയർ അല്ലേ? ഓക്കെ, എന്നിട്ട് നമ്മൾ പുതിയതായിട്ട് കണ്ടുപിടിക്കുക. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ 2,30,000 ആവും, 2,30,000 ആവും. ഇപ്പം ഗ്രോസ് പ്രോഫിറ്റ് എത്ര ആവും, 2,30,000 ഇപ്പോഴത്തെ സൈഡിലെ 20,000 1,11,000 അല്ലേ, 1,11,000 പിന്നെ അതും കൂടി എത്രയേ ഉള്ളൂ, 94,000 ആണ് എന്ത് വരാം, ഗ്രോസ് പ്രോഫിറ്റ് കിട്ടുക. ഓക്കെ, എന്ത് വരും, 94,000 ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. ഇനി നമ്മൾ സാധാരണ നേരത്തെ ചെയ്ത പോലെ 94,000 ഡിവൈഡ് ബൈ 2,00,000 അപ്പം എത്ര തന്നെ കിട്ടും, 47%. അപ്പം അബ്നോർമൽ ആയിട്ടുള്ള ഐറ്റംസിന് രണ്ട് രീതി ചെയ്താലും സെയിം ആണ്. അതായത് നേരത്തെ എന്താ, ഈ 33ന്റെ സാധനത്തിന് എത്രയിൽ കാണിച്ചു, 34ൽ ചെയ്താലും അബ്നോർമലൊക്കെ പുറത്താക്കി, 3,000 ക്ലോസ് സ്റ്റോക്ക് ഒന്നും പുറത്താക്കി അതിന്റെ വാങ്ങിയ പൈസ പർച്ചേസിനും പുറത്താക്കി കഴിഞ്ഞാൽ നമുക്ക് എത്ര തന്നെ കിട്ടാം, 47% തന്നെ എന്ത് കിട്ടും. അപ്പൊ അതിനർത്ഥം നമ്മളെ ശരിക്കുള്ള ഗ്രോസ് പ്രോഫിറ്റ് 94 ആണെന്നല്ല, ശരിക്കുള്ള ഗ്രോസ് പ്രോഫിറ്റ് 93 തന്നെയാണ്. അപ്പൊ നമുക്ക് നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് 2025 നോർമൽ, 2025 നോർമലായിട്ട് എത്ര പ്രോഫിറ്റ് ആണ് വരാൻ ചാൻസ് ഉള്ളതെന്ന് അറിയണം. അപ്പൊ നോർമൽ കാര്യങ്ങൾ മാത്രം വെച്ചിട്ട് എന്ത് നോക്കാം, നമ്മൾ ട്രേഡിംഗ് നോക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോർമലായിട്ട് എത്ര പെർസെൻറ്റേജ് ആണ് പ്രോഫിറ്റ് വരാറ്, 47% ആണ് എന്ത് വരാറ്, പെർസെൻറ്റേജ് പ്രോഫിറ്റ് വരാറ്. ക്ലിയർ അല്ലേ? നമുക്ക് ഇനി ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കിട്ടി, എന്ത് ചെയ്താ 2025 ട്രേഡിംഗ് വരക്കുക, അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കുക, ഈ റേഷ്യോ പെർസെൻറ്റേജ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്ലോസിംഗ് സ്റ്റോക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പം 2025 ട്രേഡിംഗ് അക്കൗണ്ട് വരയ്ക്കാൻ വേണ്ടി പോവുകയാണ്. 2025 ട്രേഡിംഗ് അക്കൗണ്ട്. അപ്പൊ 2025 വരയ്ക്കുമ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക്
ഓക്കെ, ഇവിടെയും പ്രശ്നം. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ഇപ്പം 34 എടുക്കണോ, 30,000 എടുക്കണോ, അല്ലെ 33 തന്നെ എടുക്കണോ, ഫുൾ കൺഫ്യൂഷൻ ആയില്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ എന്താ ചെയ്യാൻ പോകുന്നത്? ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ 2025 ഈ സെയിൽസ് അല്ലെ, 2025 ഈ 2,42,200 എന്ന് പറയുന്ന ഈ സെയിൽസിൽ ആ സെയിൽസിന്റെ മുകളിൽ എന്ത് കിട്ടും? പെർസെൻറ്റേജ്. ആ സെയിൽസിന്റെ മുകളിൽ നമ്മൾ ഇപ്പം കണ്ടുപിടിച്ച 47% മൾട്ടിപ്ലൈ ചെയ്താൽ 2025 ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. അത് യൂസ് ചെയ്തിട്ട് ബാക്കിയുള്ള ഫിഗേഴ്സ് ഒക്കെ കൊടുത്തിട്ട് എന്ത് കണ്ടുപിടിക്കണം? ക്ലോസിംഗ് സ്റ്റോക്ക് കണ്ടുപിടിക്കണം. അതാണ് ചെയ്യാൻ പോകുന്നത്. ബട്ട് നമുക്കറിയാം ഈ സെയിൽസിൽ ഈ സെയിൽസിൽ അതായത് ഓപ്പണിംഗ് സ്റ്റോക്കിൽ ആരുണ്ട്? ഒരു അബ്നോർമൽ ആയിട്ട് 3000 ഐറ്റംസ് ഉണ്ട്. ഓക്കെ, അതൊരു അബ്നോർമൽ ഐറ്റം ആണല്ലോ. കഴിഞ്ഞ വർഷം നമ്മൾ അബ്നോർമൽ ആയിട്ട് ഓൾറെഡി പറഞ്ഞ കാര്യം അബ്നോർമൽ ഐറ്റം. ഈ അബ്നോർമൽ ഐറ്റത്തിൽ നിന്ന് ക്വസ്റ്റ്യനിൽ തന്നെ എടുത്ത് പറയുന്നുണ്ട്, ആ അബ്നോർമൽ ഐറ്റത്തിന്റെ 2/3 എന്ത് ചെയ്തിട്ടുണ്ട്? സെയിൽ ചെയ്തിട്ടുണ്ട്. എത്രയാണ് സെയിൽ ചെയ്തത്? 2200-നാണ്. ഓക്കെ, അതിന് 2/3 എന്ന് പറയുമ്പോൾ 2000 ആണ്. 2200 എന്ന് പറയുമ്പോൾ എത്ര വരാം? 200 അവിടെ എന്ത് കിട്ടുന്നുണ്ട്? പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് അല്ലെ? 2000 ഇപ്പൊ നമ്മൾ 2000 സാധനം ആക്ച്വലി 2000 ബട്ട് കറന്റ് അതിന്റെ വാല്യൂ 3000 2/3 കറന്റ് അതിന്റെ ബുക്ക് വാല്യൂ 3000 ആണ്. അതിന്റെ 2/3 എന്ന് പറയുമ്പോൾ കറന്റ് അതിന്റെ 2/3 ബുക്ക് വാല്യൂ 2000 ആണ്. അത് 2200 സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ 200 rupees ആണ് അവിടെ പ്രോഫിറ്റ്. അപ്പൊ അതിന്റെ പ്രോഫിറ്റ് എത്രയാണെന്നുള്ളതും അതേപോലെ ആ അബ്നോർമൽ സ്റ്റോക്ക് എത്ര സ്റ്റോക്ക് ക്ലോസിംഗ് സ്റ്റോക്കിൽ ബാക്കിയുണ്ടെന്ന് നമുക്ക് കൃത്യമായിട്ട് ഇവിടെ തന്നെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റി. ഇനി ഒരു 1000 രൂപയുടെ അതിന്റെ കറന്റ് വാല്യൂ വെച്ചിട്ട് 1000 രൂപയുടെ ക്ലോസിംഗ് സ്റ്റോക്കാണ് നമ്മുടെ ബുക്കിൽ ഇപ്പൊ കറന്റ് ഉള്ളത്. ഓക്കെ, അപ്പം നമുക്ക് റിമൈനിങ് ആയ ബാക്കിയുള്ള സ്റ്റോക്കാണ് അറിയേണ്ടത്. അപ്പൊ നമുക്കറിയാം ഈ 2200-ന്റെ മുകളിൽ ഒരിക്കലും നമ്മൾ ഈ പറയുന്ന 47% ഇല്ലേ, നമ്മൾ പറയുന്ന സാധാരണ ഗുഡ്സിന്റെ മുകളിൽ എത്ര 47% പ്രോഫിറ്റ് ഉണ്ടെന്നാണ് പറയുന്നത് അല്ലെ? 2200-ന്റെ മുകളിൽ നമുക്കറിയാം അതിന്റെ പ്രോഫിറ്റ് 200 ആണ്. ബട്ട് 47 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരിക്കലും അത് എന്ത് കിട്ടൂല, 1034 രൂപ പ്രോഫിറ്റ് വരും എന്നാണ് പറയുന്നത്. ഒരിക്കലും അതല്ല കിട്ടിയത്. എത്ര കിട്ടിയത്? വെറും 200 രൂപയെ പ്രോഫിറ്റ് ഉള്ളൂ. അപ്പൊ ഈ ഗുഡ്സിന് പ്രോഫിറ്റ് കുറവായിരിക്കും എന്നുള്ളത് കൊണ്ടാണ് അതിന് എന്ത് ഐറ്റം നമ്മൾ വിളിച്ചത്? അബ്നോർമൽ എന്ന് വിളിച്ചതും അതിനെ റിട്ടേൺ ഓഫ് 1000 റിട്ടേൺ ഓഫ് ഒക്കെ ചെയ്തിട്ട് കാണിച്ചതും. അപ്പൊ നമുക്കറിയാം ഇതിന്റെ മുകളിൽ ഒരിക്കലും സാധാരണ എല്ലാ മറ്റുള്ള ഗുഡ്സിന് കിട്ടുന്ന പ്രോഫിറ്റ് ഒരിക്കലും ഇതിന്റെ മുകളിൽ കിട്ടൂല. അപ്പൊ നമുക്കറിയാം ഈ സെയിൽസിന്റെ മുകളിൽ എല്ലാ സെയിൽസിന്റെ മുകളിൽ 47 ഇല്ല. അതിൽ ഈ 2200 എന്ത് ചെയ്യണം? ഒഴിവാക്കണം. ഓക്കെ, 2200 ഈ സെയിൽസിന് അങ്ങ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ടാവും? 2,40,000. അതിന്റെ മുകളിൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ? ഈ 47% പ്രോഫിറ്റ് കിട്ടുള്ളൂ. ഇതിന്റെ പ്രോഫിറ്റ് എത്രയാണെന്ന് നമുക്കറിയാം, 200 ആണെന്നറിയാം. അപ്പൊ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉള്ളത്. ഒന്നിക്കൽ നമുക്ക് മൊത്തത്തിലെ ക്ലോസിംഗ് സ്റ്റോക്ക് കിട്ടും. ഇതിന്റെ ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് എത്രയാണെന്ന് അറിയാലോ അല്ലെ? ഈ അബ്നോർമൽ ആയ 3000-ന്റെ ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണെന്ന് അറിയാം. 1000 ആണ് അതിൽ ബാക്കിയുള്ളതെന്നും 2000 ഐറ്റംസ് എന്ത് ചെയ്തു? സെയിൽ ചെയ്തെന്നും അറിയാം. ഓക്കെ, അപ്പം ഇനി ബാക്കിയുള്ള ഈ 30,000 ഓപ്പണിംഗ് സ്റ്റോക്കും അതായത് പുതിയതായിട്ട് വാങ്ങിയ ഈ 2,84,000 പ്ലസ് 20,000 ആഡ് ചെയ്ത് പുതിയതായിട്ട് വാങ്ങിയ പർച്ചേസും അതിൽ ബാക്കി നടന്ന ഈ 2,40,000-ന്റെ പോർഷൻ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടെന്ന് അറിഞ്ഞാൽ പോരെ? അപ്പം നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ മുകളിൽ 2024-ന്റെ കണ്ടുപിടിച്ചതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? 2025-ന്റെ മെമ്മറാൻഡം ട്രേഡിംഗ് അക്കൗണ്ട് വരയ്ക്കുന്ന സമയത്തും നമുക്ക് ഇതിൽ ആരെ കാര്യം മാത്രം നോക്കാം, നോർമലിന്റെ കാര്യം കൊടുക്കുക. അബ്നോർമൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്കാണ്. അബ്നോർമലിന്റെ സ്റ്റോക്ക് എത്രയുണ്ട്? 1000 ആണ് അബ്നോർമൽ ഐറ്റത്തിന്റെ സ്റ്റോക്ക് നമുക്ക് ഓൾറെഡി അറിയാം. അതെല്ലാവർക്കും മനസ്സിലായില്ലേ? നോർമൽ ആയിട്ടുള്ള ക്ലോസിംഗ് സ്റ്റോക്ക് എത്ര ഉണ്ടെന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഇത് രണ്ടും കൂടി ആഡ് ചെയ്തതാണ് നമ്മുടെ ടോട്ടൽ സ്റ്റോക്ക് എന്ന് പറയുന്നത് അല്ലെ? അപ്പം നമുക്ക് നോർമലായിട്ട് കണ്ടുപിടിക്കുന്നതുകൊണ്ട് ട്രേഡിങ്ങിലും ആരെ കാര്യങ്ങൾ മാത്രം നോക്കാം, നോർമലിലെ കാര്യങ്ങൾ മാത്രം നോക്കാം. അപ്പൊ അങ്ങനെയാണ് ഓപ്പണിംഗ് സ്റ്റോക്കിന് മൊത്തം 33,000 ആണ് ഓപ്പണിംഗ് എങ്കിലും അത് അബ്നോർമലിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ നോർമലായുള്ള ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയുള്ളൂ? 30,000 മാത്രമേ ഉള്ളൂ. പിന്നെ പർച്ചേസ് നമുക്കറിയാം, പർച്ചേസിന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. പക്ഷെ 1,84,000 പർച്ചേസിൽ ഒരു 20,000 പർച്ചേസ് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു? റെക്കോർഡ് ചെയ്തിട്ടില്ല. അപ്പൊ 1,84,000 അപ്പുറം എന്ത് ചെയ്യണം? 20,000 കൂടി ആഡ് ചെയ്യാണ്ട് 1,84,000 പ്ലസ് എന്ത് വരും? 20,000 കൂടി ആഡ് ചെയ്ത് എത്ര വരും? 2,04,000 ആണ് നമ്മളെ പർച്ചേസ് എന്ന് വരും, ആക്ച്വൽ പർച്ചേസ്. പിന്നെ ഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ട്. ഡയറക്റ്റ് എക്സ്പെൻസ് എത്രയുണ്ട്? മാനുഫാക്ചറിങ് എക്സ്പെൻസ് 6,000 ഡയറക്റ്റ് എക്സ്പെൻസും ഉണ്ട് അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, 6,000 എന്തുണ്ട്? മാനുഫാക്ചറിങ് എക്സ്പെൻസ് വന്നിട്ടുണ്ട്. ഓക്കെ,
അതിനുശേഷം 6,000 മാനുഫാക്ചറിങ് എക്സ്പെൻസ് വന്നു. ഓക്കെ, അഡ്മിനിസ്ട്രേഷനും അതുപോലെ സെല്ലിംഗും എടുക്കണ്ട. പിന്നെ സെയിൽസ് എത്രയുണ്ട്? സെയിൽസിൽ 2,42,200 ആണ് നമ്മൾ സെയിലെങ്കിലും അതിൽ നമുക്ക് വേണം നോർമലായിട്ട് കാര്യങ്ങൾ മാത്രം. 2,200 എന്ന് പറഞ്ഞ സെയിലിംഗ് ഫിഗർ കുറച്ച് കഴിഞ്ഞാൽ ബാലൻസ് എത്രയേ ഉള്ളൂ? 2,40,000 മാത്രമേ നോർമലിൻ്റെ ഉള്ളൂ. ഇനി ക്ലോസിംഗ് സ്റ്റോക്ക് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം ഗ്രോസ് പ്രോഫിറ്റ്. അപ്പം ഇവിടെ നോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമായതുകൊണ്ട് ഈ നോർമൽ സെയിലിന് മുകളിൽ നമുക്ക് ഡയറക്റ്റ്ലി എന്ത് ചെയ്യാം? 47%. ഓക്കെ, അപ്പൊ 2,40,000 മുകളിൽ 47%. അപ്പൊ നോർമൽ ആയിട്ടുള്ള പ്രോഫിറ്റ് മാത്രം നോക്കിയാൽ മതി, കാരണം ഇത് നോർമൽ ആയിട്ടുള്ള കാര്യം മാത്രം. അപ്പം എത്ര വരും? 1,12,800 വരും. ഓക്കെ, അതിന് നമ്മൾ എന്ത് ചെയ്യണം? ക്ലോസ് സ്റ്റോക്ക് കണ്ടുപിടിക്കുകയാണെങ്കിൽ ക്ലോസ് സ്റ്റോക്ക് കണ്ടുപിടിക്കുകയാണ് +6,000 +2,04,000 +30,000. അങ്ങനെയാണ് ഈസി ആയിരുന്നു. 3,50,800 വരും. അവിടെ നിന്ന് 2,40,000 സെയിൽ കുറച്ച് ക്ലോസിംഗ് സ്റ്റോക്ക് എത്ര? 1,12,800 എന്ത് കിട്ടും? ക്ലോസിംഗ് സ്റ്റോക്ക് കിട്ടും. ക്ലിയർ അല്ലേ? അപ്പം ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടോട്ടൽ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് എന്താ? നമ്മളെ നോർമൽ ക്ലോസിംഗ് സ്റ്റോക്ക് പ്ലസ് എന്താ? അബ്നോർമൽ ആണ് അല്ലെ? അബ്നോർമൽ ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. ക്ലിയർ അല്ലേ? അതിൽ നോർമൽ ആണ് നമ്മൾ ഇപ്പം കണ്ടുപിടിച്ച 1,12,000 എന്തെന്ന് പറയുന്നത്? 800 എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? 1,12,800 നോർമൽ ആയിട്ടുള്ളത്. ഓക്കെ, അതിനപ്പുറം അബ്നോർമൽ എത്രയുണ്ട്? 1,000 ഉണ്ട്. അത് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചത് അല്ലേ? ഓക്കെ, അതായത് 3,000 ആയിരുന്നു അബ്നോർമൽ ആയിട്ട് മൊത്തത്തിലുള്ള ഐറ്റം. 4,000 എത്ര ആക്കി? 3,000 ആക്കി അല്ലെ? അതായത് 4,000 1,000 ഓൾറെഡി കുറച്ചു. എത്രയാണോ വാല്യൂ ചെയ്തത് അത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. അപ്പൊ ആ 3,000 നിന്ന് 2/3 എന്ത് ചെയ്തു? 2/3 ഓഫ് 3,000 എന്നാണ് പറഞ്ഞത്. അതായത് 2,000 രൂപന്റെ ഐറ്റംസ് നമ്മൾ എന്ത് ചെയ്തു? സെയിൽ ചെയ്തു അല്ലെ? ഇതെന്താ? സോൾഡ് ആണ്. അപ്പൊ ഇനി സ്റ്റോക്ക് 1/3 എന്ന് പറയുന്നത് 3,000 1/3, അതായത് 1,000. അതായിരിക്കും ഇപ്പൊ ഇവിടെ ഉണ്ടാവുക, ക്ലോസ് സ്റ്റോക്കിൽ ഉണ്ടാവുക. അത് നമുക്ക് സെപ്പറേറ്റ്ലി ആ ക്വസ്റ്റ്യൻ സെന്റൻസ് വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്, കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പം 1000 അതിലുണ്ടെന്നും ബാക്കിയുള്ള നോർമലിന്റെ കാര്യങ്ങൾ മാത്രം വെച്ചിട്ട് ഒരു മെമ്മറാന ട്രേഡിംഗ് വരച്ചപ്പോൾ നോർമൽ ആയിട്ടുള്ള ക്ലോസ് സ്റ്റോക്ക് എത്രയും കിട്ടി? 1,12,000. അങ്ങനെ രണ്ടും കൂടി ആഡ് ചെയ്ത് നമുക്ക് എന്തൊരു 1,13,800 ആണ് നമ്മൾ എന്ത് വരാം? ക്ലോസിംഗ് സ്റ്റോക്ക് വരിക എന്നുള്ള കാര്യം മനസ്സിലായില്ലേ? സിമ്പിൾ ആണ്. ഡീപ്പിൽ ഒന്ന് കൃത്യമായിട്ടൊന്ന് ആലോചിച്ച് വെക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ഇതേ സെയിം കാര്യം നമുക്ക് വേണമെങ്കിൽ ഈ നോർമൽ സ്റ്റോക്കും നോർമലിന്റെ കാര്യം മാത്രം നോക്കാണ്ട് ഇതിലേക്ക് തന്നെ അബ്നോർമലിന്റെ കാര്യം ആഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അങ്ങനെ ജസ്റ്റ് മറ്റേ കാര്യം മനസ്സിലായവര് ഓക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഇതും കൂടി കേട്ടിട്ട് കൊളാവുന്നാണെങ്കിൽ കേൾക്കണ്ട. പക്ഷെ കൺസെപ്റ്റിലി ചിന്തിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരാണെങ്കിൽ ഓക്കെ, ആ കൺസെപ്റ്റ് ചിന്തിച്ചൊന്ന് റെഡിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ, ഇതും കൂടി കേട്ട് കഴിഞ്ഞാൽ ആ എക്സാക്ട്ലി കാര്യം മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഇതിലേക്ക് നോർമലി എന്ന് പറയുമ്പോൾ എത്ര തന്നെ വരും? 30,000 പകരം അബ്നോർമലിനെയും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ എത്ര തന്നെ കാണിക്കണം? 33 തന്നെ കാണിക്കണം. ഓക്കെ, പർച്ചേസിൽ വ്യത്യാസമൊന്നുമില്ല, ഡയറക്റ്റ് എക്സ്പെൻസിൽ വ്യത്യാസമില്ല. സെയിൽസിൽ ആരുണ്ട്? ഈ 2,000, അതായത് 2,200 കുറക്കാണ്ട് എത്ര തന്നെ കാണിക്കണം? 2,42,200 തന്നെ കാണിക്കണം. ഓക്കെ, അങ്ങനെ ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുമ്പോൾ 2,40,000 ഗ്രോസ് പ്രോഫിറ്റ് 47% തന്നെയായിരിക്കും. അതിന്റെ ഒപ്പം പ്ലസ് എന്തും കൂടി ഉണ്ടാവും. മറ്റേ ഗ്രോസ് പ്രോഫിറ്റ് നമുക്കറിയാം 2,000 സാധനമാണ് അല്ലെ? 2,000 ഐറ്റംസ് എത്രയാണ് സെയിൽ ചെയ്തത്? 2,000 ഐറ്റംസ് സെയിൽ ചെയ്ത് 2,200 അവിടെ പ്രോഫിറ്റ് അല്ലെ? അവിടുത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 200 ആണെന്ന് നമുക്ക് ഡയറക്റ്റ്ലി കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പൊ അത് സെപ്പറേറ്റ്ലി കണ്ടുപിടിച്ചിട്ട് അത് ഇതിന്റെ ഒപ്പം ആ 200 നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഓക്കെ, അങ്ങനെ ആഡ് ചെയ്യുകയാണെങ്കിൽ 200 കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ എത്ര വരും? 1,13,000 വരും. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യാം? അപ്പം നമ്മൾ ഈ സൈഡ് നോക്കാം. 33,000 പ്ലസ് 2,04,000 പ്ലസ് 6,000 പ്ലസ് 1,13,000 തന്നെ എടുക്കണം. അപ്പൊ ഈ സൈഡ് ടോട്ടൽ വരും 3,56,000 വരും. ഓക്കെ അല്ലേ? അതിന്റെ അപ്പുറത്തെ സൈഡ് 2,00,000 എത്ര ഓർക്കണം? 2,42,200 ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അവിടെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെയാണ് എടുത്ത് വരും 1,13,800 വരും. ക്ലിയർ അല്ലേ? അത് തന്നെയല്ലേ നമുക്ക് ഇവിടെയും കിട്ടിയത്. അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം, ഏത് രീതിയിലും കണ്ടുപിടിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഏതാണോ ഓക്കെ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇവിടെ എന്താണ് ആക്ച്വലി ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. നമുക്ക് എന്താണ് കണ്ടുപിടിക്കാൻ പോകുന്നതെന്നും എങ്ങനെ അത് എങ്ങനെ അതിലേക്ക് നമ്മൾ എത്തിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇത് ഓക്കെ അല്ലടാ?
ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് സിറ്റുവേഷനിലേക്ക് പോവാം, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക്. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യനിൽ നമുക്ക് ഫിസിക്കൽ കൗണ്ട് ചെയ്യാനേ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, പ്രീവിയസ് ഇയറിന്റെ ഡാറ്റ വെച്ചിട്ട് അതേ പ്രോഫിറ്റ് തന്നെയായിരിക്കും ഈ വർഷം എന്ന അസംഷൻ, നോർമൽ സ്റ്റോക്കിന്റെ മുകളിൽ അതേ പെർസെൻറ്റേജ് തന്നെയായിരിക്കും അസംഷൻ നടത്തി. അബ് നോർമൽ എത്രയാണെന്നുള്ള സെപ്പറേറ്റ്ലി നോക്കി. അങ്ങനെ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു, ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ എന്ത് ചെയ്തു, ഫൈൻഡ് ചെയ്തു. ഓക്കെ അല്ലേടാ, ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് 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 എന്ന് പറയുന്നത് NN ക്ലോസ് വിത്ത് ബുക്സ്. ഓക്കെ, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആണ്, സോറി, ബുക്സ് ഓഫ് എമൗണ്ട്, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓൺ 31st മാർച്ച് എല്ലാ വർഷവും 31 മാർച്ചാണ്. ഓക്കെ, നമ്മുടെ നോർമൽ ഫിനാൻഷ്യൽ ഇയർ തന്നെ. Inventory tracking for the year ended 31st March 2026 was completed by 30th April. ഇതാണ് രണ്ടാമത്തെ തുടക്കത്തിൽ പറഞ്ഞ രണ്ടാമത്തെ സിറ്റുവേഷൻ. ഇവിടെ നമുക്ക് ഫിസിക്കൽ കൗണ്ട് പോസിബിൾ ആവാത്തതല്ല, ഇമ്പോസിബിൾ ഒന്നല്ല. ബട്ട് നമുക്ക് 31 മാർച്ച് ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണമെന്നില്ല, കൗണ്ട് ചെയ്ത് തീർക്കാൻ പറ്റണമെന്നില്ല. അതായത് നമ്മൾ ടൈം എടുക്കും, അല്ലെ? ടൈം എടുക്കാറുടാ. അപ്പൊ അങ്ങനെ എല്ലാം കംപ്ലീറ്റ് ആകുമ്പോഴേക്ക് 10th ഏപ്രിലിനാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഫിസിക്കൽ കൗണ്ട് കംപ്ലീറ്റ് ചെയ്ത് തീർക്കാൻ പറ്റുക. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നം എന്താ, നമുക്ക് 31st മാർച്ചിലുള്ളതാണ് അറിയേണ്ടതെങ്കിലും നമുക്ക് കിട്ടിയത് എപ്പോഴത്തെ സ്റ്റോക്കാണ്, 30th ഏപ്രിലുള്ള സ്റ്റോക്കാണ് കിട്ടിയത്, അല്ലെ? 30th ഏപ്രിൽ അല്ലെ, വേറെ ദിവസത്തെ സ്റ്റോക്കാണ് ഇപ്പൊ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, 31 മാർച്ചിലതാണ് നമുക്ക് ആക്ച്വലി വേണ്ടത്. ബട്ട് ഒരു 10 ദിവസം കഴിഞ്ഞിട്ടുള്ള സ്റ്റോക്കാണ് ഇപ്പം കിട്ടിയിട്ടുള്ളത്. അപ്പൊ എന്താ ചെയ്യാൻ വേണ്ടി പറ്റുക, ഈ 31 മാർച്ചിന് ശേഷം ഈ 10 ദിവസം, ഓക്കെ, ചിന്തിക്കണം, കൃത്യമായി ചിന്തിക്കണം. ഈ 31 മാർച്ചിൽ ഉള്ള സ്റ്റോക്കില് അതിനുശേഷം പല സ്റ്റോക്കും ഇതിലേക്ക് എന്തായിട്ടുണ്ടാവും, ആഡ് ആയിട്ടുണ്ടാവും. അതായത് പല സ്റ്റോക്കും ഇതിലേക്ക് വന്നിട്ടുണ്ടാവും. അതിനുള്ള കാരണം എന്താ, നമ്മൾ എന്ത് നടത്തിയിട്ടുണ്ടാവും, പർച്ചേസ് നടത്തിയിട്ടുണ്ടാവും, അല്ലെ എന്ത് വരാം, സെയിൽസ് റിട്ടേൺ വരാം. ഓക്കെ, അപ്പൊ അതാണ് നോർമലി സംഭവിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ പല കാരണത്താൽ പുതിയതായി 31 മാർച്ചിന് ശേഷം വീണ്ടും പുതിയ പർച്ചേസ്, പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ടാവും. ബട്ട് അത് 31 മാർച്ചിന് ഉണ്ടോ, ഇല്ല. അപ്പൊ 31 മാർച്ചിന് 10th ഏപ്രിൽ ഉണ്ട്. ഓക്കെ, 10th ഏപ്രിൽ അത് ആക്ച്വലി പ്രസന്റ് ആണ്. ബട്ട് അത് 31 മാർച്ചിൽ ആക്ച്വലി അത് ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, കൃത്യമായി ശ്രദ്ധിക്കുക. 10th ഏപ്രിൽ എടുത്ത സ്റ്റോക്കിൽ അത് ഉണ്ട്, ബട്ട് 31 മാർച്ചിലെ സ്റ്റോക്കിൽ അത് ആക്ച്വലി ഇല്ല. ഓക്കെ, ബട്ട് ഇപ്പൊ നമ്മളെ കയ്യിൽ കിട്ടിയ 10th ഏപ്രിൽ സ്റ്റോക്ക്, അപ്പൊ ഇപ്പൊ കിട്ടിയിരിക്കുന്ന സ്റ്റോക്കിൽ അത് ഉണ്ട്, ബട്ട് നമുക്ക് 31 മാർച്ചിൽ അത് വേണ്ട. അങ്ങനത്തെ സ്റ്റോക്കൊക്കെ നമ്മൾ എന്ത് ചെയ്ത് കളയാം, ഓക്കെ. നെക്സ്റ്റ് എന്ന് പറയുന്നത് അതിനുശേഷം പല സ്റ്റോക്കും നമ്മൾ ഇതിന്ന് ലെസ് ആയിട്ട്, അതായത് ലെസ് ആയിട്ടുണ്ടാവും. ഓക്കെ, അതായത് എന്തായിട്ടുണ്ടാവും, ഔട്ട്ഫ്ലോ സംഭവിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇവിടെ ഇൻഫ്ലോ ആണ്, ഇവിടെ ഔട്ട്ഫ്ലോ സംഭവിച്ചിട്ടുണ്ടാവും. 31 മാർച്ചിന് ശേഷം പല ഗുഡ്സും ഔട്ട്ഫ്ലോ സംഭവിച്ചിട്ടുണ്ട്. അതിലെ കാരണങ്ങൾ എന്തൊക്കെയാ, സെയിൽസ് ആവാം, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തതാവാം, പർച്ചേസ് റിട്ടേൺ ചെയ്തതാവാം. ഓക്കെ, വാട്ടെവർ എന്തും ആയിക്കോട്ടെ. നമ്മളൊരു സെയിൽ നടത്തി, അത് കാരണം പോയിട്ടുണ്ട്. അപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ കറന്റ് 10th ഏപ്രിൽ അതെന്താ, ആബ്സെന്റ് ആണ്. അങ്ങനെ ഒരു ഗുഡ്സ് എവിടെ ഇല്ല. 10th ഏപ്രിലെ ഗോഡൗണിൽ നമ്മൾ എണ്ണി എടുത്തപ്പം അങ്ങനെ ഒരു കൗണ്ട് വന്നിട്ടില്ല, കാരണം അതില്ല, അത് പോയി. ബട്ട് 31st മാർച്ചിൽ അത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അപ്പൊ ഇപ്പൊ ഉള്ള നമ്മളെ കയ്യിലുള്ള സ്റ്റോക്കിൽ ഇല്ല, ബട്ട് നമുക്ക് വേണ്ടുന്ന സ്റ്റോക്കിൽ 31 മാർച്ച് സ്റ്റോക്കിൽ ഇത് വേണം. അപ്പൊ ഇപ്പൊ ഇല്ല, ബട്ട് നമുക്ക് ശരിക്കും വേണമായിരുന്നു എന്നേരം. അങ്ങനത്തെ ഐറ്റത്തിന് നമ്മൾ എന്ത് ചെയ്യാം, ഇതാണ് സിമ്പിൾ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. നമുക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്ന സ്റ്റോക്കിൽ ഇത് ഉണ്ടോ ഇല്ലയോ എന്ന് ചിന്തിക്കാം. ഓക്കെ, എന്നിട്ട് അതിനുശേഷം നമുക്ക് വേണ്ടുന്ന 31 മാർച്ചിലെ സ്റ്റോക്കിൽ അത് വേണോ വേണ്ടിയോ എന്ന് ആലോചിക്കാം. ഓക്കെ, നമുക്ക് ഇപ്പം കിട്ടിയിരിക്കുന്ന സ്റ്റോക്കിൽ 10th ഏപ്രിൽ, ആ ഇപ്പം കിട്ടിയിരിക്കുന്ന സ്റ്റോക്കിൽ അത് ഉണ്ടോ ഇല്ലയോ, ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഉത്തരം ഉണ്ട് എന്നാണെങ്കിൽ, ഒരു മിനിറ്റ്. അപ്പൊ നമ്മള് എവിടെ പറഞ്ഞിട്ട്, സോറി, ഒരു കോൾ വന്നതാ. ഓക്കെ, അപ്പം നമ്മൾ നോക്കേണ്ടത്, അപ്പം ഇപ്പൊ എന്താ, അപ്പൊ അതിന് ഉത്തരം എന്താ കിട്ടി, പ്രസന്റ് ആണ്, അല്ലെ? അപ്പൊ 10th ഏപ്രിൽ അത് പ്രസന്റ് ആണ്. അപ്പം 10th ഏപ്രിൽ സ്റ്റോക്കിൽ അത് ഉണ്ട്, ആ ഉണ്ടോ ഇല്ലയോ എന്ന് ചോദ്യത്തിന് ഉണ്ട്. ഇനി അടുത്ത നോക്കേണ്ടതാ, ഈ സ്റ്റോക്ക് നമുക്ക് 31st മാർച്ചിൽ വേണ്ടതാണോ ഇല്ല, അത് അന്ന് നമ്മൾ സ്റ്റോക്കായിട്ട് എടുക്കേണ്ടതാണോ അല്ലാത്തതാണോ. അപ്പം എടുക്കേണ്ടതാണ് ആണെങ്കിൽ അതിപ്പോ ഓൾറെഡി ഉണ്ട്, അത് എടുക്കേണ്ടത് തന്നെയാണ്, പിന്നെ ഒന്നും ചെയ്യേണ്ടത് ഓൾറെഡി ഉണ്ടല്ലോ.
ഓക്കെ, അത് വേണ്ട. ഇപ്പൊ കറന്റ് കിട്ടിയ സ്റ്റോക്ക് അത് ഉണ്ട്. ഓക്കെ, അപ്പൊ 31st മാർച്ചിൽ അത് നമുക്ക് സ്റ്റോക്ക് ആയിട്ട് വേണ്ട, അത് നമ്മളെ സ്റ്റോക്ക് അല്ലായിരുന്നു 31st മാർച്ച്. അങ്ങനെയാണ് അത് എന്ത് ചെയ്യണം, ടെസ്റ്റ് ചെയ്യണം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ഫസ്റ്റത്തെ ചോദ്യത്തിന് ഉത്തരം അടുത്ത ഇല്ല, ആബ്സെന്റ് ആണ്. ഇല്ല, ഇപ്പോഴത്തെ സ്റ്റോക്കിൽ ഉണ്ടോ? ഇല്ല. ബട്ട് അത് എന്നത്തെ സ്റ്റോക്കിൽ വേണോ? വേണമെന്നാണ് ആഡ് ചെയ്യാം. എന്ന സ്റ്റോക്കിൽ വേണ്ടെന്നാണെങ്കിൽ അത് എന്ത് ചെയ്യാം, ഒന്നും ചെയ്യണ്ട. ഇപ്പൊ ഇല്ല എന്നൊരു വേണ്ട, അപ്പൊ ഒന്നും ചെയ്യണ്ട. അപ്പൊ അതാണ് ആക്ച്വലി ബേസിക് സിമ്പിൾ കാര്യമാണ്. ഇത്രേ ഉള്ളൂ. ഇത് അറിയാമെങ്കിൽ അറിയാമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി ഒരു സീനും ഇല്ലാണ്ട് എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. ക്ലിയർ അല്ലേ? അപ്പൊ നോക്കാം. ഓക്കെ, അപ്പം ശരിക്കും ശ്രദ്ധിക്കണം. അപ്പം 10th ഏപ്രിലിനാണ് എടുക്കാൻ വേണ്ടി പറ്റുക. അന്നത്തെ ഗോഡൌണിലെ സ്റ്റോക്ക് എത്രയാണ്? നമ്മൾ പ്രസന്റിലെ 10th ഏപ്രിൽ നമുക്ക് ഇന്നത്തെ സ്റ്റോക്ക് എത്രയുണ്ട്? 4,50,000 ആണ് കറന്റ് നമുക്ക് കിട്ടിയിരിക്കുന്ന സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം 10th ഏപ്രിലെ സ്റ്റോക്ക് നിങ്ങൾ എഴുതുന്ന സമയത്ത് കൃത്യമായിട്ട് എഴുതണം. സ്റ്റോക്ക് അറ്റ് ഡീറ്റെയിൽ ആയിട്ട് സെന്റൻസ് പോലെ തന്നെ എഴുതാം. ഞാൻ ഇപ്പൊ ജസ്റ്റ് സോൾവ് ചെയ്യാൻ വേണ്ടി മാത്രം ഷോർട്ട് ആയിട്ട് എഴുതുകയാണ്. ഓക്കെ, 4,50,000 ആണ് നമുക്ക് ഇപ്പം കറന്റ് 10th ഏപ്രിലെ സ്റ്റോക്ക് കിട്ടിയത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ ഇടയിൽ സംഭവിച്ച പറയുന്ന കാര്യങ്ങളൊക്കെ വെച്ച് ഞാൻ ഈ പറഞ്ഞ പോലെ ചിന്തിക്കാം. ഓക്കെ, ഗുഡ്സ് സോൾഡ് ടു കസ്റ്റമർ 1,25,000. ഓക്കെ, നമ്മൾ കസ്റ്റമർക്ക് എന്ത് ചെയ്തു? ഈ ഒരു സമയത്ത് 31 മാർച്ചിന് ശേഷം നടന്ന കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, 1,25,000 ഗുഡ്സ് എന്ത് ചെയ്തിട്ടുണ്ട്? കസ്റ്റമർക്ക് സെയിൽ ചെയ്തിട്ടുണ്ട്. അതിനർത്ഥം 1 lakh ഇന്ന് അത് നമ്മളെ ഗോഡൌണിൽ ഉണ്ടോ, അതായത് ഏപ്രിൽ 10th അത് നമ്മുടെ സ്റ്റോക്കിൽ ഉണ്ടോ ഇല്ലയോ, അത് സെയിൽ ചെയ്ത് എന്നാ പറയുന്നത്. അപ്പൊ നമ്മൾ എവിടെ ഇല്ല, അതായത് ഈ 1,25,000 നമ്മളെ ഗോഡൌണിൽ കറന്റ് ഇല്ല. ഓക്കെ, അപ്പൊ ഇനി അടുത്ത ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറന്റ് ഇല്ല. ഇനി ഇത് ഇപ്പൊ നമ്മളെ സ്റ്റോക്കിലില്ല. ഇനി നമുക്ക് 31 മാസത്തെ സ്റ്റോക്കിൽ വേണം എന്നാണെങ്കിൽ ഇല്ലാത്ത സാധനം എന്ത് ചെയ്യണം? ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി വേണ്ടാന്നാണെങ്കിൽ അത് ഓൾറെഡി ഇല്ലല്ലോ. അപ്പൊ പിന്നെ ഇനി എന്ത് ചെയ്യണ്ട? അത് ഇപ്പൊ ഇല്ല, നമുക്ക് വേണ്ട. അങ്ങനെയാണ് പിന്നെ എന്ത് ചെയ്യണ്ട? നമ്മളൊന്നും ചെയ്യണ്ട. ഓക്കെ, ഇനി ഇത് വേണമെന്നാണെങ്കിൽ എന്ത് ചെയ്യണം? തിരിച്ച് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ അത് വേണോ വേണ്ടോ എന്നുള്ള ചോദ്യത്തിന് തീരുമാനമാക്കണമെങ്കിൽ അതിനുശേഷം എന്തോ പറയുന്നുണ്ട്. വിച്ച് ഇൻക്ലൂഡ് ഗുഡ്സ് വർത്ത് 15,000 സെൻഡ് ഓൺ അപ്രൂവൽ ബേസിസ്. ഈ അപ്രൂവൽ ബേസിസ് എന്താണെന്ന് അറിയില്ലേ? നമ്മൾ ഗുഡ്സ് അയച്ചു കൊടുക്കും കസ്റ്റമർക്ക്. പക്ഷെ കസ്റ്റമർക്ക് ഓക്കെ ആണെങ്കിൽ മാത്രമേ കസ്റ്റമർ എന്ത് ചെയ്യും? അക്സെപ്റ്റ് ചെയ്യും. അത് കസ്റ്റമർ അക്സെപ്റ്റ് ചെയ്താൽ അത് ആക്ച്വലി എന്തായി മാറുന്നുള്ളൂ? സെയിലായി മാറുന്നുള്ളൂ. ബട്ട് അപ്രൂവൽ ബേസിസിന്റെ അക്കൗണ്ടിങ് രീതി പ്രകാരം നമ്മൾ അയക്കുന്ന സമയത്ത് തന്നെ അത് എന്തായിട്ട് റെക്കോർഡ് ചെയ്യും? സെയിലായിട്ട് റെക്കോർഡ് ചെയ്യും. ബട്ട് പ്രാക്ടിക്കലി പറയുകയാണെങ്കിൽ അയാൾ അപ്രൂവ് ചെയ്താൽ മാത്രമേ അത് സെയിൽ ആവുന്നുള്ളൂ. അയാൾക്ക് ഒരു സമയം കൊടുക്കും, ആ സമയത്തുള്ളിൽ അപ്രൂവ് ചെയ്യാം. അയാൾക്ക് ഓക്കെ അല്ല എന്നാണെങ്കിൽ അത് എന്ത് ചെയ്യാം? തിരിച്ച് റിട്ടേൺ അയക്കാം. ഓക്കെ, അപ്പം അയാൾ അപ്രൂവ് ചെയ്യുന്നവരെ ലീഗലി അവിടെ എന്താവുന്നില്ല, സെയിൽ നടക്കുന്നില്ല. ബട്ട് അക്കൗണ്ടിങ് പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ അയച്ചു കൊടുക്കുന്ന സമയം തന്നെ നമ്മൾ അത് സെയിലായിട്ട് കാണിക്കാറുണ്ട്. ബട്ട് അത് നമ്മളെ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ആവുന്ന സമയമായിട്ടും അവർ സ്റ്റിൽ അത് അപ്രൂവ് ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് നമ്മളെ കോഴ്സ് സെയിലിൽ നിന്ന് ഒഴിവാക്കി നമ്മൾ സ്റ്റോക്ക് ആയിട്ട് കാണിക്കണം എന്നാണ്. ഓക്കെ, അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ 1,25,000 ഐറ്റം ഓക്കെ നമ്മൾ കസ്റ്റമർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? സെയിൽ ചെയ്തിട്ടുണ്ട്. അതിൽ 15,000 ഗുഡ്സ് എന്തിനാ അയച്ചതാ? അപ്രൂവൽ ബേസിലാണ് സെയിൽ നടന്നത്. അതിൽ 1/3 ഗുഡ്സ് വേർ റിട്ടേൺ ബിഫോർ 10th ഏപ്രിൽ ബട്ട് നോ ഇന്റിമേഷൻ ഈസ് ഗിവൻ ഫോർ റിമൈനിങ് എന്നാ പറഞ്ഞു. ഓക്കെ, അപ്പം ഈ സെയിലൊക്കെ നടന്നത് ഈ 1,25,000 ഒരു സെയിലാണ് 15,000. ഓക്കെ, അത് അപ്രൂവൽ ബേസിൽ ആയിക്കോട്ടെ, അതായത് സാധാരണ സെയിൽ ആയിക്കോട്ടെ, എന്ത് രീതിയിലായാലും ഈ സെയിലൊക്കെ നടക്കുന്നത് ഏപ്രിലാണ്, അതായത് 31 മാർച്ചിന് ശേഷമാണ്. അപ്പൊ 31 മാർച്ചിന് ശേഷം ഇതൊക്കെ, അതായത് 1,25,000 ഗുഡ്സും 31 മാർച്ചിലെ നമ്മൾ എന്തായിട്ട് മാറണം? ഇതെല്ലാം നമ്മളെ ക്ലോസ് സ്റ്റോക്ക് തന്നെയാണ്. ഈ എൻഡിയർ സെയിൽ ഇത് അപ്രൂവ് ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്ന ഏപ്രിലാണ്. അപ്പം ഈ എൻഡിയർ ഗുഡ്സും ഓക്കെ, ഇത് സെയിലിംഗ് ഫിഗർ ആണ്. അപ്പൊ ഇത് എന്തോ ഒഴിവാക്കണം? പ്രോഫിറ്റ് ഒഴിവാക്കണം. ഓക്കെ, ഈ എൻഡിയർ ഗുഡ്സും എന്താണ്? നമ്മളെ 31 മാർച്ചിൽ സ്റ്റോക്ക് ആവണം. അപ്പൊ സ്റ്റോക്കിൽ ഉണ്ടാവണം 31 മാർച്ചിൽ സ്റ്റോക്ക്. അപ്പൊ അടുത്ത വർഷം ഇത് കറന്റ് 10th ഏപ്രിലിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് സ്റ്റോക്കിൽ ഉണ്ടോ എന്നുള്ളതാണ്. അപ്പൊ 1,25,000 കസ്റ്റമർക്ക് ആഴ്ചയിൽ 15,000 അപ്രൂവൽ ബേസ്, അതിന് 1/3 എന്ത് ചെയ്തിട്ടുണ്ട്? 10th ഏപ്രിൽ എന്ത് ചെയ്തിട്ടുണ്ട്? റിട്ടേൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ 1,25,000 ഇതില് അപ്രൂവലില് നടന്നത് എത്ര? അപ്രൂവലിൽ പോയത് എത്ര? 15,000 അല്ലെ? അപ്രൂവലിൽ പോയത് 15,000 ആണ്.
അല്ലെ? അപ്രൂവലിൽ പോയത് 15,000 ആണ്. അപ്പൊ അപ്രൂവലിൽ പോയ 15,000 കഴിച്ചാൽ ബാക്കി എത്ര ഉണ്ട്? 1,10,000. ഇത് നോർമൽ സാധാരണ രീതിയിൽ സെയിലാണ് അല്ലെ? സാധാരണ രീതിയിൽ സെയിലാണ്. അപ്പൊ ഈ എൻ്റെ സെയിലും ആക്ച്വലി എന്ത് നടന്നു? സെയിൽ നടന്നു. ഓക്കെ, അപ്പൊ ഈ 1,10,000 കേസ് നോക്കുകയാണെങ്കിൽ ഇത് മൊത്തം സെയിൽ നടന്നത് കാരണം ഇപ്പൊ ആരെ കയ്യിലാണ് ഉണ്ടാവുക? കസ്റ്റമറുടെ കയ്യിലാണ്. അപ്പൊ നമ്മൾ ഇത് എവിടെ ഇല്ല? നമ്മൾ ഗോഡൗൺ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. 10th ആപ്പിളിൽ ഗോഡൗൺ ഇല്ലല്ലോ, ഇല്ല. ബട്ട് ഇത് 31 മാർച്ചിൽ നമ്മളെ ഗോഡൗൺ നമ്മളെ സ്റ്റോക്ക് ആവണോ? ആണ്. കാരണം ഇത് സെയിൽ നടന്നത് 31 മാർച്ചിന് ശേഷമാണ്. അപ്പൊ ഇത് സെയിൽ 31 മാർച്ച് വരെ ഇത് സെയിൽ നടന്നിട്ടില്ല. അപ്പൊ ഇത് എന്തിന്റെ പാർട്ടാണ്? ക്ലോസ് സ്റ്റോക്കിന്റെ പാർട്ടാണ്. അപ്പൊ ഇത് എന്തിലേക്ക് വരണം? നമ്മൾ 31 മാർച്ചിൽ ക്ലോസ് സ്റ്റോക്കിൽ വരണം. അപ്പൊ ഇത് തിരിച്ച് എന്ത് ചെയ്ത് കൊടുക്കണം? ആഡ് ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് ഈ 15,000 കേസ് നോക്കുകയാണെങ്കിൽ ഈ 15,000 കേസിൽ ഓക്കെ, ഈ 15,000 കേസിലും ഇതും സെയിൽ അപ്രൂവൽ ബേസിലൊക്കെ അയച്ചു കൊടുക്കുന്നത് ഏപ്രിലാണ്, മാർച്ചിന് ശേഷമാണ്. ഓക്കെ, അപ്പൊ അപ്രൂവലിന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്ന മാർച്ച്. അപ്പൊ ഈ എൻറ്റയർ ഗുഡ്സും 31 മാർച്ചിൽ സെയിലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നടക്കാത്തതാണ്. അപ്പൊ ഈ എൻറ്റയർ ഗുഡ്സും ഈ 15,000 നമ്മൾ എന്തിന്റെ പാർട്ട് ആവണം? ക്ലോസിംഗ് സ്റ്റോക്കിന്റെ 31 മാർച്ചിൽ ക്ലോസ് സ്റ്റോക്ക് ആണോ എന്ന് ചോദിച്ചാൽ ആണ്. കാരണം ഇതൊന്നും എന്നേരം വരെ സെയിൽ ചെയ്തിട്ടില്ല, അതിന് ശേഷമാണ് ഇതൊക്കെ നടന്നത്. അപ്പൊ 31 മാർച്ചിൽ ഇത് സ്റ്റോക്ക് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റോക്ക് ആണ്. ഇനി അടുത്ത ചോദ്യം, അതിൽ ആദ്യത്തെ ചോദ്യം എന്താ? ഇത് നമ്മളെ 10ാമത്തെ ആപ്പിൽ ഇപ്പൊ സ്റ്റോക്കിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഉണ്ടെങ്കിൽ ഒന്നും ചെയ്യണ്ട, ഇല്ലെങ്കിൽ എന്ത് ചെയ്ത് കൊടുക്കണം? ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പൊ ഇതിലെ 1/3 എന്ത് ചെയ്തിട്ടുണ്ട്? 1/3 ഓൾറെഡി എന്താ റിട്ടേൺഡ് ആണ്. ഓക്കെ, 1/3 എന്ന് പറയുമ്പോൾ 5,000 ഇത് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? റിട്ടേൺ ചെയ്തിട്ടുണ്ട് മീൻസ് 10th ആപ്രിലിൽ ഇത് എവിടെ ഉണ്ട്? ഇത് ഗോഡൗണിൽ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത് സ്റ്റോക്കിന്റെ പാർട്ടാണെന്ന് വെച്ചാൽ ആണ്. ഇത് ഓൾറെഡി എവിടെ ഉണ്ട്? ഗോഡൗണിൽ ഉണ്ട്. അപ്പൊ ഇതിന്റെ കേസ് നമ്മൾ പ്രത്യേകിച്ച് ഒരു അഡ്ജസ്റ്റ്മെന്റും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഈ നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത് എന്താ? ബാക്കിയുള്ള 10,000 ഇത് എന്നാ ഇപ്പോഴും അയാൾ റിട്ടേൺ ഒന്നും ചെയ്തില്ല, അയാൾ ഒന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, അയാൾ ഇങ്ങ് തിരിച്ചയച്ചിട്ടില്ല. അപ്പൊ തിരിച്ചയക്കാത്തത് കാരണം അയാൾ ഒന്നും പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. അയാൾ ഇതിനെപ്പറ്റി ഒന്നും സംസാരിച്ചിട്ടില്ല, ഇത് അപ്രൂവ് ചെയ്തിട്ടില്ല, റിജക്റ്റും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇപ്പോഴും റിട്ടേൺ ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരും. ഒന്നും പറയാത്തത് കാരണം ഇപ്പോഴും അയാളെ കയ്യിൽ തന്നെയുള്ള. ഓക്കെ, അപ്പൊ ഈ 10,000 ഗുഡ്സ് നമ്മളെ ഗോഡൗണിലെ 10th ആപ്രിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ബട്ട് ഇത് നമ്മളെ ക്ലോസ് സ്റ്റോക്ക് ആവണ്ടേ? അപ്പൊ ഇത് എന്ത് ചെയ്ത് കൊടുക്കണം? ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് ഈ 1,10,000 ഈ 10,000 ഓക്കെ, ഈ 5,000 വേണം. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ 1,25,000 നിന്ന് 1,20,000 ഗുഡ്സ് 10th ആപ്രിലിൽ ഇല്ല, നമ്മളെ ഗോഡൗണിൽ ഇല്ല. ബട്ട് ഇത് ഇവിടെ എന്തിനു വേണം? 31 മാർച്ചിൽ നമുക്ക് വേണ്ടുന്ന ഒരു ഗുഡ്സ് ആണ്. അപ്പൊ ഇത് എന്ത് ചെയ്യണം? ആഡ് ചെയ്ത് കൊടുക്കണം. ബട്ട് ഇത് എന്താ? ഇത് സെല്ലിംഗ് പ്രൈസ് ആണ്. ഓക്കെ, നമുക്ക് ഇതിന് എന്ത് അഡ്ജസ്റ്റ് ചെയ്യണം? പ്രോഫിറ്റ് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പൊ പ്രോഫിറ്റ് എത്രയാണെന്നുള്ള ക്വസ്റ്റനിൽ കൃത്യമായിട്ട് അവസാനം പറയുന്നത് 25% ഓൺ കോസ്റ്റ് എന്നാണ് പറഞ്ഞത്. ബട്ട് ഇത് എന്ത് പ്രൈസാ? സെല്ലിംഗ് പ്രൈസ് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല? ഇതിന്റെ മുകളിൽ ഡയറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റില്ല? 25% മൈനസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ കോസ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ കോസ്റ്റ് എങ്ങനെ? ഒന്നിക്ക് 1,20,000 നമുക്കറിയാം 25 ഓൺ കോസ്റ്റ് അല്ലെ? 25% ഓൺ കോസ്റ്റ് എന്നാ പറഞ്ഞത്. അതിന്റെ ഓൺ സെല്ലിംഗ് പ്രൈസ് നിങ്ങൾ ഓൾറെഡി പഠിച്ചതായിരിക്കും. എത്രയായിരിക്കും? 20% ആയിരിക്കും എന്ന് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, എല്ലാന്നാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഇതിന്റെ പ്രോഫിറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് ആണ്. അതില് കോസ്റ്റ് പ്രോഫിറ്റ് എത്ര? 25% കോസ്റ്റ് എന്ന് പറഞ്ഞത് കാരണം ഇത് എത്രയായിരിക്കും? 100 ആയിരിക്കും. അപ്പൊ സെല്ലിംഗ് പ്രൈസ് എത്ര? 125% ആണ്. അപ്പൊ അതിന്റെ അർത്ഥം ഇത് ഡിവൈഡഡ് ബൈ 125% ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടും? കോസ്റ്റിനെ കിട്ടും അല്ലെ? 1,20,000 ഡിവൈഡഡ് ബൈ 125% ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് കിട്ടും. കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാ? 96,000 ആയിരിക്കും. ക്ലിയർ അല്ലേ? 96,000 ആണ് എന്ത്? നമുക്ക് അതിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. ആ 96,000 വാല്യൂ വരുന്ന ഗുഡ്സ് 10th ആപ്രിലിന് എവിടെ ഇല്ല? നമ്മളെ ഗോഡൗണിൽ ഇല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം? തിരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കാരണം 31 മാർച്ചിൽ എന്താ? ഗുഡ്സ് ആണ്. ഈ 5,000 നമ്മളെ എന്താ? 31 മാർച്ചിൽ നമ്മളെ ഗുഡ്സ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ ക്ലോസ് സ്റ്റോക്കിന്റെ പാർട്ട് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 5,000 പാർട്ടാണ്. ബട്ട് ഓൾറെഡി 10th ആപ്രിലിൽ സ്റ്റോക്ക് എടുക്കുമ്പോൾ ഇത് എവിടെ ഉണ്ട്? 10th ആപ്രിലിന് മുമ്പ് റിട്ടേൺ വന്നത് കാരണം ഇത് എവിടെ ഉണ്ടാവും? 10th ആപ്രിലിൽ നമ്മൾ ഗോഡൗണിൽ, അതായത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഈ 4,50,000 ആരുണ്ട് ഓൾറെഡി? റിട്ടേൺ വന്ന് അത് ഉണ്ടാവുമല്ലോ അവിടെ, അത് അവിടെ തന്നെ ഉണ്ട്. അപ്പൊ അത് വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ അല്ലേ? അപ്പം ആ സെയിൽസ് നടന്ന ഫിഗർ ഓക്കെ, ഇതിന്റെ ഇത് നോക്കുകയാണ്. വർക്കിംഗ് നോട്ട് 1 ഉണ്ട് അല്ലെ? സെയിൽസ് നടന്ന ഇത് നോക്കുകയാണെങ്കിൽ അങ്ങനെ എത്ര കിട്ടി? 96,000 ഗുഡ്സ് നമ്മൾ എന്ത് ചെയ്യണം? അതിലേക്ക് ആഡ് ചെയ്യണം തീരുമാനിച്ചു. ക്ലിയർ അല്ലേടാ?
കാര്യം ക്ലിയർ അല്ലേ? ഓക്കെ, ഇതാണ് സംഭവിച്ചത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് എന്താ പറയുന്നത്? സെയിൽസ് റിട്ടേൺ അല്ലെ? സെയിൽസ് റിട്ടേൺ. ഓക്കെ, 10,000 സെയിൽസ് റിട്ടേൺ ഉണ്ട്. 10,000 കുറിച്ച് എന്തായതാ? സെയിൽസ് റിട്ടേൺ ആയത്. അപ്പൊ റിട്ടേൺ ആയത് മീൻസ് നമ്മൾ അതിനു മുമ്പ് സെയിൽ നടത്തി. ഓക്കെ, അതിപ്പോ എന്തായി? റിട്ടേൺ ആയെന്നാണ് പറയുന്നത്. ഓക്കെ, റിട്ടേൺ. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 31 മാർച്ചിന് ശേഷം 31 മാർച്ചിന് മുമ്പ് ഇത് സെയിലാണുള്ളത്. ഓക്കെ, ഇതിന്റെ റിട്ടേൺസ് ഒന്നും 31 മാർച്ച് വരെ സംഭവിച്ചിട്ടില്ല. അപ്പൊ 31 മാർച്ച് ഇത് എന്തായാലും കൺസിഡർ ചെയ്യുന്ന സെയിൽ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന. അപ്പൊ സെയിൽസ് റിട്ടേൺ കേസില്ല. അപ്പൊ നമ്മൾ അതിനർത്ഥം എന്താ? നമ്മൾ വിറ്റ സെയിൽ നടന്ന ഗുഡ്സിൽ കുറച്ച് ഗുഡ്സ് വന്നിട്ടുണ്ട്, ഓൾറെഡി റിട്ടേൺ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ സെയിൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണമെന്ന് പറഞ്ഞു? 96,000 ആഡ് ബാക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. ഓക്കെ, കാരണം എന്താ? ഇത് നമ്മൾ സെയിൽ നടന്നു, അപ്പൊ നമ്മൾ ഗോഡൌണിൽ പോയിട്ടുണ്ട്. 10th ഏപ്രിൽ ഇത് എവിടെ ഇല്ല, നമ്മൾ ഗോഡൌണിൽ ഇല്ല. ബട്ട് ഇതൊക്കെ നമ്മളെ 31st മാർച്ച് ഇതൊക്കെ സ്റ്റോക്ക് ആണ്. അപ്പൊ ഇത് എന്ത് ചെയ്യണം? സ്റ്റോക്കിന്റെ ഭാഗം ആക്കണം എന്നുള്ള രീതിയിലാണ് ആഡ് ചെയ്തത്. ഓക്കെ, ബട്ട് അതിൽ നോക്കുകയാണെങ്കിൽ കുറച്ച് സാധനങ്ങൾ ഓൾറെഡി എവിടെ വന്നിട്ടുണ്ടായിരുന്നു, നമ്മൾ ഗോഡൌണിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ തിരിച്ചത് ആഡ് ബാക്ക് ചെയ്യണം നമ്മളിവിടെ പറഞ്ഞില്ലേ? ഓക്കെ, അപ്പൊ 96,000 അല്ലെ? ഓക്കെ, ഈ 96,000 ഓൾറെഡി ഏത് പാർട്ട് ഓൾറെഡി വന്നതാ? 10,000 വന്നതാണ്. അപ്പൊ വന്ന പാർട്ട് വീണ്ടും തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണോ? വേണ്ട. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ 96,000 മൊത്തം ആഡ് ബാക്ക് ചെയ്യണ്ട. അപ്പൊ ആ 96,000 സെയിൽസ് റിട്ടേണിന്റെ പോർഷൻ കുറച്ചിട്ട്, സെയിൽസ് റിട്ടേൺ ഓൾറെഡി റിട്ടേൺ വന്ന് കഴിഞ്ഞു, അത് ഓൾറെഡി എവിടെ ഉണ്ട്? റിട്ടേൺ വന്നതൊക്കെ എവിടെ ഉണ്ടാവും? 10th ഏപ്രിൽ ഉണ്ടാവും. അപ്പൊ 10th ഏപ്രിൽ ഉണ്ട്. അപ്പൊ പിന്നെ അത് വീണ്ടും നമുക്ക് 31st മാർച്ചിൽ വേണം, അത് ഓൾറെഡി എവിടെയുണ്ട്? 10th ഏപ്രിൽ ഉണ്ട്. അപ്പൊ 10th ഏപ്രിലും ഉണ്ട്, 31st മാർച്ചിലും, രണ്ടിലും വേണം. ഇതിൽ വേണം, ഇതിൽ ഓൾറെഡി ഉണ്ട്. അപ്പൊ പിന്നെ ഒന്നും ചെയ്യണ്ടല്ലോ. ഓക്കെ, അപ്പൊ അങ്ങനെ 96,000 മൊത്തം ആഡ് ബാക്ക് ചെയ്യേണ്ട. അതിലൊരു 10,000 ഗുഡ്സ് ഓൾറെഡി എന്തായിട്ടുണ്ട്? വന്നിട്ടുണ്ട്. ഓക്കെ, പക്ഷെ 10,000 എന്ന് പറയുന്നത് എന്താ? പ്രോഫിറ്റ് അടക്കാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് എന്ത് അഡ്ജസ്റ്റ് ചെയ്യണം? സെയിൽസ് റിട്ടേൺ അഡ്ജസ്റ്റ് ചെയ്യണം. സെയിൽസ് റിട്ടേൺ പ്രോഫിറ്റ് ആയതുകൊണ്ട് അതിന്റെ കോസ്റ്റ് ഡിവൈഡർ ബൈ നേരത്തെ ചെയ്ത പോലെ എന്ത് ചെയ്യാം? 125% ചെയ്യാം അല്ലെ? ഡിവൈഡർ ബൈ 125% ചെയ്യുമ്പോൾ ഇവിടെ എത്രയുണ്ട്? 8,000 ഉണ്ട്. ആ 8,000 ഓൾറെഡി അതിവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അത് അഡ്ജസ്റ്റ് ചെയ്താൽ ബാക്കി എത്ര? 88,000 മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? തിരിച്ച് ആഡ് ബാക്ക് ചെയ്താൽ മതി. ക്ലിയർ അല്ലേ? ഓക്കെ, രണ്ട് കേസും ക്ലിയർ അല്ലേ? ഇതിൽ ഒരു കേസിൽ പറഞ്ഞ 5,000 അപ്രൂവൽ ബേസിലാണ്. അത് അപ്രൂവലിന്റെ രീതിയിൽ റിട്ടേൺ വന്നതാ. അപ്രൂവലിന്റെ രീതിയിൽ ഓൾറെഡി റിട്ടേൺ വന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? അത് കൺസിഡർ ചെയ്തിട്ടില്ല. ഓക്കെ, ബാക്കിയുള്ള വെച്ച് നമ്മൾ കണ്ടുപിടിച്ചു ഈ 96,000. ഓക്കെ, അതായത് ഈ 1,10,000 പിന്നെ ഇതിന്നൊരു 10,000. അതിൽ പറയാം ഈ നോർമൽ രീതിയിൽ നടന്ന സെയിൽ ഇല്ലേ? ഓക്കെ, 1,10,000 അതിൽ ഈ ക്വസ്റ്റ്യനിൽ പറയാണ് ആ നോർമൽ രീതിയിൽ നടന്ന സെയിൽസ് നിന്നും എത്ര റിട്ടേൺ വന്നിട്ടുണ്ട്? 10,000 റിട്ടേൺ വന്നിട്ടുണ്ട് എന്ന് അർത്ഥം. ഓക്കെ, അപ്പൊ ചുരുക്കത്തിൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെ തന്നെ ചെയ്യാം, ഇങ്ങനെയും ചെയ്യാം. ഓക്കെ, ഈ 1,10,000 ഇത് ഗോൾഡ് സ്റ്റോക്കിൽ വരേണ്ടതാണ്. ബട്ട് അതിൽ 10,000 എന്തുണ്ട്? സെയിൽസ് റിട്ടേൺ വന്നത് കാരണം ഓൾറെഡി എവിടെ ഉണ്ട്? 10 ഏപ്രിൽ ഉണ്ട്. അപ്പൊ അത് വീണ്ടും എന്ത് ചെയ്യണ്ട? ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് ബാക്കി എത്രയേ ഉള്ളൂ? 1,00,000 മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ 1,00,000 ഈ 10,000 ഈ 1,00,000 ഈ 10,000 കൂടി നമുക്ക് എന്ത് ചെയ്യാം? അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ എന്ത് എന്ന് പറയാം? 1,10,000 മാത്രമേ തിരിച്ച് എന്ത് ചെയ്യണ്ടു? നമ്മൾ ആഡ് ബാക്ക് ചെയ്യണം. ബാക്കിയുള്ളതൊക്കെ ഓൾറെഡി ഇവിടെ ഉണ്ട്, 10th ഏപ്രിൽ ഉണ്ട്. ഓക്കെ, അപ്പം ഇവിടെ 1,10,000 ഡിവൈഡ് ബൈ എന്ത് ചെയ്യുക? 125% ചെയ്യുക. ഓക്കെ, എന്നാലും നമുക്ക് കിട്ടുന്ന ഉത്തരം എന്തായിരിക്കും? സെയിം എന്തായിരിക്കും? 88,000 തന്നെയായിരിക്കും. ഓക്കെ അല്ലേ? 88,000 തന്നെയായിരിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ, അങ്ങനെ ചെയ്യാം. അപ്പൊ പിന്നെ ഡയറക്റ്റ് ഇവിടെ സെപ്പറേറ്റ് ചെയ്യണം എന്നില്ല. ഓക്കെ, ഇതിനൊക്കെ പകരം വർക്കിംഗ് നോട്ട് 1 തന്നെ എത്ര കിട്ടി? 88,000 കിട്ടി. അങ്ങനെയും ചെയ്യാം. ക്ലിയർ അല്ലേ? സെപ്പറേറ്റ്ലി ട്രീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഒപ്പരം തന്നെ സെയിൽസിന്റെ കാര്യങ്ങളൊക്കെ ഒപ്പരം ചെയ്തിട്ട് മാത്രം എന്ത് ചെയ്യാം? സെയിൽസിന് സെയിൽസ് റിട്ടേൺ ഒക്കെ കുറച്ചിട്ട് നെറ്റ് എമൗണ്ട് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? കാണിച്ചാൽ മതി. കാര്യം ക്ലിയർ അല്ലേ? നമ്മൾ ചിന്തിക്കേണ്ടത് പോയ ഗുഡ്സ്. ഓക്കെ, നമ്മളെ ഗോഡൌൺ 31 മാർച്ചിൽ ഉണ്ടായതൊക്കെയാണ്. 31 മാർച്ചിൽ ഇവരൊക്കെ ഉണ്ട്. ഓക്കെ, ബട്ട് അപ്പൊ അന്നത്തെ ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. ബട്ട് അത് അതിനുശേഷം പിന്നീട് 10 ഏപ്രിലിന് മുമ്പായിട്ട് അത് എന്തായി? നമ്മളെ ഗോഡൌണിൽ പോയി. ബട്ട് ആ ഗോഡൌണിൽ പോയ ഗുഡ്സ് 10th ഏപ്രിൽ നമ്മൾ ഇൻവെന്ററി കൗണ്ട് ചെയ്യുന്ന സമയത്ത് ചില സിറ്റുവേഷൻ കാരണം അത് വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ടാവും. ഓക്കെ, 31 മാസത്തിന് ശേഷം പോയെങ്കിലും അത് വീണ്ടും റിട്ടേൺ ആയിട്ട് തിരിച്ചു വന്നു. അങ്ങനെ റിട്ടേൺ ആയിട്ട് തിരിച്ചു വന്ന 2 ആൾക്കാരെ ഉള്ളത്. ഒന്ന് എന്ന് പറയുന്നത് സെയിൽസ് അപ്രൂവൽ ഓൾറെഡി റിട്ടേൺ ആയിട്ട് വന്ന ഈ 5,000 നോർമൽ സെയിൽസ് റിട്ടേൺ ആയിട്ട് വന്ന ഈ 10,000. അവർ ഓൾറെഡി എവിടെ തിരിച്ചു വന്നിട്ടുണ്ട്? 10th ഏപ്രിൽ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പൊ അവര് 31 മാർച്ചിൽ വേണം, ഓൾറെഡി 10th ഏപ്രിൽ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പൊ അവരിനി പ്രത്യേകിച്ചും ഒന്നും
ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം 10ാമത്തെ ആപ്പിളിൽ വന്നതുകൊണ്ട് അത് ഏതിനകത്ത് ഉണ്ടാവും, ഇതിനകത്ത് ഉണ്ടാവും. നമുക്ക് അവരെ വീണ്ടും തിരിച്ചു കൊണ്ടുവരണ്ട. ഓക്കെ, ബട്ട് ബാക്കിയുള്ള ഫിഗർ ഓക്കെ, അപ്രൂവലിൽ ബാക്കിയായിട്ടുള്ള 10,000ഉം നോർമൽ സൈസിന് ആ 10,000 കുറച്ചിട്ടുള്ള ബാക്കിയുള്ള 1 lakh. അപ്പൊ രണ്ടും കൂടി നോക്കി 1 lakh 10,000 ഈ ഫിഗർ. ഓക്കെ, ഈ ഫിഗേഴ്സ് ഒന്നും എന്തായിട്ടില്ല, ഓക്കെ, ഈ ഫിഗേഴ്സ് ഒന്നും എന്തായിട്ടില്ല, തിരിച്ചു വന്നിട്ടൊന്നുമില്ല, അത് പോയിട്ടുള്ളത്. ഓക്കെ, ബട്ട് ഇതൊക്കെ 31 മാർച്ചിൽ വേണമായിരുന്നു. അപ്പൊ 31 മാർച്ചിലെ സ്റ്റോക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് തിരിച്ചെന്ത് ചെയ്ത് കൊടുക്കുന്നു, ആഡ് ചെയ്ത് കൊടുക്കുന്നു. ക്ലിയർ അല്ലേ, ക്ലിയർ അല്ലേ? ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ അങ്ങനെ വെച്ച് നോക്കി അതിന്റെ പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ എത്ര ഉണ്ട്, 88,000 ആണ് നോർമലി വരേണ്ടത്. ഓക്കെ, യാ, ഓ ശരി, സോറിടാ, ഇന്ന് ഇടക്കൊന്ന് കട്ടാവുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതില് ഓക്കെ, ഈ പ്രോഫിറ്റ് 25% എടുക്കുന്നതിന് മുമ്പ് ഓക്കെ, ക്വസ്റ്റ്യൻസ് ആദ്യമേ ഫുള്ള് വായിച്ചാൽ മതി അല്ലേ. ക്വസ്റ്റ്യൻ ആദ്യം ഫുള്ള് വായിക്കാതെ ചെയ്യുന്നതിന്റെ പ്രശ്നമാണ് ഇത്. ഓക്കെ, യാ, അപ്പം ഇവിടെ ഓക്കെ, സെയിൽസിന്റെ കാര്യങ്ങൾ പറഞ്ഞതിൽ ഈ പ്രോഫിറ്റ് പറഞ്ഞ തൊട്ടും ഒരു കാര്യം പറയുന്നത്, ആഫ്റ്റർ സ്റ്റോക്ക് വാസ് ടേക്കൺ ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് ദർ വാസ് സർട്ടൻ വെരി ഓൾഡ് സ്ലോ മൂവിംഗ് ഐറ്റം എത്ര 14,850 which goods which should be taken at എത്ര. ഓക്കെ, അത് ലാസ്റ്റ് വരെ. ഓക്കെ, യാ, ഇപ്പൊ ഇത് ക്ലിയർ അല്ലേ? 88,000 കാര്യം ക്ലിയർ, സെയിൽസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ക്ലിയർ അല്ലേ? സെയിൽസും അതിൽ അപ്രൂവൽ ബേസിസിൽ വന്ന സെയിൽസിന്റെ കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താ, പർച്ചേസ് 85,000. അതിൽ ക്യാഷ് പർച്ചേസ് ഉണ്ട്. ഓക്കെ, ഇവിടെ ക്യാഷിലാണോ പർച്ചേസ് ചെയ്തത്, ക്രെഡിറ്റിലാണോ പർച്ചേസ് ചെയ്തത് എന്നുള്ളതല്ല കാര്യം. ഇവിടെ ഗുഡ്സ് നമ്മൾ ഗോഡൌണിലേക്ക് വന്നോ ഇല്ലയോ എന്നുള്ളതാണ് കാര്യം. ഓക്കെ, നമ്മൾ ഗുഡ്സ് നമ്മള് സാധനം വാങ്ങി ആ ഗുഡ്സ് നമ്മളെ ഗോഡൌണിൽ എത്തിയോ, അത് ക്ലോസിംഗ് സ്റ്റോക്കിന്റെ പാർട്ടാണോ എന്നുള്ളതാണ് ഇവിടുത്തെ കാര്യം. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? അല്ലാതെ എന്ത് നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ക്യാഷിനാണോ ക്രെഡിറ്റിനാണോ പൈസ കൊടുക്കാണ്ട്, ക്രെഡിറ്റേഴ്സും ഡെപ്റ്റേഴ്സും ഇവിടെ വിഷയമല്ല. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് പർച്ചേസ് 85,000 പർച്ചേസ് ഉണ്ടായിരുന്നു, അതിൽ 2,500 റിട്ടേൺ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നെറ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ 82,500 അല്ലേ? നെറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, 31 മാർച്ചിന് ശേഷം 82,500 ഐറ്റംസ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 82,500 ഐറ്റം. ഈ 82,500 ഐറ്റം ഇത് നമ്മൾ 10 ഏപ്രിലിൽ നമ്മളെ സ്റ്റോക്കിലുണ്ടോ ഗോഡൌണിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്, പ്രസന്റ് ആണ്. കാരണം അത് വാങ്ങിയതാണ്, വന്ന ഐറ്റംസ് ആണ്. അപ്പൊ 10 ഏപ്രിലിന് മുമ്പായിട്ട് ഇത് വാങ്ങിയത് കാരണം ഇത് എവിടെ ഉണ്ടായിട്ടുണ്ടാണ്, നമ്മളെ ഗോഡൌണിൽ 10th ഏപ്രിലിൽ ഉണ്ട്. ഓക്കെ, ബട്ട് 31 മാർച്ചിന് ശേഷമല്ല ഇത് വാങ്ങിയത്. 31 മാർച്ചിൽ ഇത് നമ്മളെ സ്റ്റോക്ക് ആണോ? ഓക്കെ, 31st മാർച്ചിൽ ഇത് നമ്മളെ സ്റ്റോക്ക് ആണോ ചോദിച്ചു കഴിഞ്ഞാൽ ആണോ? 31 മാർച്ചിന് ശേഷമാണ് ഇതിന്റെ പർച്ചേസ് ഒക്കെ നടന്നത്. കാരണം ഇവിടെ പറഞ്ഞ 10th ഏപ്രിലിലും 31 മാർച്ചിനും ഇടയിൽ, ഓക്കെ, ഈ രണ്ടിന്റെയും ഇടയിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ താഴെ പറയുന്നത്. ഓക്കെ, 31 മാസത്തിന് ശേഷമാണ് വാങ്ങിയത്. 31 മാസത്തിന് ശേഷം വാങ്ങിയ ഈ ഐറ്റംസ് 31 മാർച്ചിന്റെ സ്റ്റോക്ക് ആണോ? അല്ല, ഒരിക്കലല്ല. 31 മാർച്ചിന് ശേഷം വാങ്ങിയത് ഒരിക്കലും എന്തല്ല, സ്റ്റോക്ക് അല്ല അല്ലെ? ഓക്കെ, സ്റ്റോക്ക് അല്ല. ഓക്കെ, ബട്ട് ഇത് എവിടെ ഉണ്ട്, 10th ഏപ്രിൽ. അപ്പൊ നമുക്ക് ഇപ്പം കിട്ടിയിരിക്കുന്ന സ്റ്റോക്കിൽ ഇത് ഉണ്ട്, ബട്ട് നമുക്ക് വേണ്ടുന്ന സ്റ്റോക്കായ 31 മാർച്ച് ഇത് വേണ്ട. അപ്പൊ ഈ ഉള്ള ഐറ്റംസ് ഒക്കെ എന്ത് ചെയ്യണം, കുറച്ച് കളയാം. ഓക്കെ, അപ്പൊ നെറ്റ് ആയിട്ട് എന്താ പറയുക 85,000 ഗുഡ്സ് വന്നിട്ടുണ്ടായിരുന്നു പർച്ചേസ് ചെയ്തിട്ട്, ബട്ട് അതിൽ 2,500 നമ്മൾ തിരിച്ചയച്ചിട്ടുണ്ട്. അപ്പൊ നെറ്റ് ആയിട്ട് എത്രയും വന്നിട്ടുള്ളൂ, 82,500 നെറ്റ് ആയിട്ട് വന്നിട്ടുള്ളൂ. ആ നെറ്റ് ആയിട്ട് എക്സ്ട്രാ വന്ന ഈ ഗുഡ്സ് 31 മാർച്ചിൽ വേണ്ട. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഇപ്പം കിട്ടിയ ഗുഡ്സ് എന്ത് ചെയ്യാം, കുറച്ച് അങ്ങ് കളയാം. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നെറ്റ് പർച്ചേസ് അല്ലെ, നെറ്റ് പർച്ചേസ് എന്ന് പറഞ്ഞിട്ടുള്ള എത്ര 82,500 എന്ത് ചെയ്യാം, നമുക്ക് 10th ഏപ്രിൽ ഉണ്ടെങ്കിലും നമുക്ക് 31 മാർച്ചിൽ അത് ആവശ്യമില്ലാത്ത കാര്യമാണ്. അത് നമ്മൾ എന്ത് ചെയ്യുന്നതാ, കുറച്ച് കളയുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ, അത്രേ ഉള്ളൂ, സിമ്പിൾ. നെക്സ്റ്റ്, ഗുഡ്സ് കോസ്റ്റിംഗ് 15,000 റിസീവ്ഡ് ഇൻ മാർച്ച്. ഓക്കെ, ഫോർ എന്താ, സെയിൽ ഓൺ കൺസൈൻമെന്റ് ബേസിസ്. ഓക്കെ, കൺസൈൻമെന്റ് ബേസിസ് മാർച്ച് നമുക്ക് കൺസൈൻമെന്റ്, ഈ കൺസൈൻമെന്റിൽ കിട്ടും. കൺസൈൻമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, ആക്ച്വലി കൺസൈൻമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും. എന്നാൽ ഞാൻ ജസ്റ്റ് പറയാം. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളെ ഗുഡ്സ് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഏജന്റിനെ അപ്പോയിന്റ് ചെയ്യുക, അതാണ് കൺസൈൻമെന്റ്. ഓക്കെ, അപ്പം ആ അയക്കുന്ന ആളെ കൺസൈനർ എന്നും ഏജന്റിനെ കൺസൈനി എന്നും വിളിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗുഡ്സ് റിസീവ്ഡ് അല്ലെ, ഇവിടെ പറയുന്നത് എന്താ, ഗുഡ്സ് കോസ്റ്റിംഗ് 15,000 റിസീവ്ഡ് ഇൻ മാർച്ച് 4. റിസീവ്ഡ് ആണ്, അതിനകത്ത് കിട്ടി. എന്തിന്റെ ബേസിൽ,
കൺസൈൻമെന്റിന് വേണ്ടി സെയിൽ ചെയ്യാൻ വേണ്ടി കിട്ടി. അതിനർത്ഥം ഇവിടെ ഏജന്റ് നമ്മളാ. അപ്പൊ വേറൊരു കൺസൈനർ അയാളെ ഗുഡ്സ് വിൽക്കാൻ വേണ്ടിയിട്ട് ആരെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു? നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അയാൾ അത് വിൽക്കാൻ വേണ്ടിയിട്ട് അയാളെ ഗുഡ്സ് നമുക്ക് സെൻഡ് ചെയ്തു, അയച്ചു. ഓക്കെ, അപ്പൊ ആ ഗുഡ്സും നമ്മൾ എവിടെ ഉണ്ടാവും? ഗോഡൌണിൽ ഉണ്ടാവും. അപ്പൊ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അത് കൺസൈൻമെന്റിൽ കിട്ടിയ ഗുഡ്സ് ആണ്. അത് ഒരിക്കലും ആരെ ഗുഡ്സ് അല്ല, നമ്മളെ ഗുഡ്സ് അല്ല. അത് സ്റ്റിൽ അത് വിൽക്കാം. അയാൾ അയച്ചുതന്ന ഗുഡ്സ് നമുക്ക് വിൽക്കാൻ വേണ്ടി പറ്റിയിട്ടില്ലെങ്കിൽ അത് നമ്മളെ ഗോഡൌണിൽ തന്നെ ഉണ്ടാവും. അത് നമ്മൾ കൗണ്ട് ചെയ്യുന്ന സമയത്ത് നമ്മളെ സ്റ്റോക്കിന്റെ പാർട്ടിൽ എന്താ പറയുക, കൗണ്ടിൽ വരും. ഓക്കെ, ബട്ട് അതൊരിക്കലും ആരെ സ്റ്റോക്ക് അല്ല, നമ്മളെ സ്റ്റോക്ക് അല്ല, അത് വേറെ ആളെ സ്റ്റോക്ക്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ കോസ്റ്റ് സ്റ്റോക്ക് എന്ത് ചെയ്യണം? മാറ്റണം, അത് കുറച്ച് കളയണം. ഓക്കെ, അപ്പം അങ്ങനെ കൺസൈൻമെന്റിന്റെ ബേസിലുള്ള ഏതെങ്കിലും സ്റ്റോക്ക് നമ്മളെ ഗോഡൌണിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്ത് കളയണം? കുറച്ച് കളയണം. കാരണം അത് നമ്മളെ സ്റ്റോക്ക് അല്ല, ഇത് വേറൊരാളുടെ സ്റ്റോക്ക് നമുക്ക് കിട്ടിയതാണ്. ഓക്കെ, ബട്ട് ഇതേ കേസ് നമ്മൾ അങ്ങോട്ടേക്ക് അയച്ചതാണെങ്കിലോ, അങ്ങോട്ടേക്ക് അയച്ച കേസ് ആണെങ്കിൽ നമ്മളെ ഗുഡ്സ് ഒക്കെ ആരുടെ ഗെയിമിൽ ഉണ്ടാവുക? നമ്മൾ അയച്ച നമ്മളെ ഏജന്റിന്റെ ഗെയിമിൽ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഇതൊന്നും ഒരിക്കലും എവിടെ ഉണ്ടാവില്ല? നമ്മളെ ഗോഡൌണിൽ ഉണ്ടാവില്ല. അപ്പൊ നമ്മളെ ഗോഡൌൺ അത് വിൽക്കാൻ വേണ്ടി പറ്റിയിട്ടില്ലെങ്കിൽ അത് ആക്ച്വലി നമ്മൾ എന്തായിട്ട് മാറണം? സ്റ്റോക്ക് ആയിട്ട് മാറണം. ഓക്കെ, അപ്പം ആ കേസ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, അതിൽ പറയാം. ഓക്കെ, ഇപ്പോഴത്തെ കേസിൽ എന്താ? കൺസൈനർ നമ്മൾ കൺസൈനിയാണ്, നമ്മൾ ഏജന്റ് ആണ്. നമുക്ക് എന്ത് കിട്ടി? ഗുഡ്സ് കിട്ടി. അപ്പൊ ഈ ഗുഡ്സ് ആരെ ഗോഡൌണിലുള്ളത്? നമ്മളെ ഗോഡൌണിലുള്ളത്. അപ്പൊ നമ്മളെ കൗണ്ട് ചെയ്യുമ്പോൾ നമ്മളെ ഗുഡ്സിന്റെ ഇത് ഇൻക്ലൂഡ് ആവും. അപ്പൊ പക്ഷെ ഇതൊരിക്കലും നമ്മളെ ഗുഡ്സ് അല്ല, ഇത് ആരെ ഗുഡ്സാ? കൺസൈൻ. അപ്പം കൺസൈനറിന് കിട്ടിയിട്ട് വിൽക്കാൻ വേണ്ടി പറ്റാത്ത സ്റ്റോക്ക് മൊത്തം കൺസൈനറിന്റെ നമുക്ക് അയച്ച അയാളതാണ് അത് എന്തായിട്ട് മാറാം? സ്റ്റോക്ക് ആയിട്ട് മാറേണ്ടത്, നമ്മളെ സ്റ്റോക്ക് അല്ല. അപ്പൊ നമ്മളെ സ്റ്റോക്ക് അത് എന്ത് ചെയ്യണം? ഒഴിവാക്കണം. അപ്പൊ എന്തെങ്കിലും സ്റ്റോക്ക് നമ്മളെ ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം? കുറച്ച് കളയണം. ക്ലിയർ അല്ലേ? ഓക്കെ, ക്ലിയർ അല്ലേ? ഞാൻ പിന്നെ മറ്റേ പോയിന്റ് പകുതിക്ക് നിർത്തി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് രണ്ടും കൂടി ഒപ്പരം മറിച്ച് ലാസ്റ്റ് കൺഫ്യൂഷൻ ആവണ്ടെന്ന് വെച്ചിട്ടാണ്. ആ സിറ്റുവേഷൻ വരുമ്പോൾ അത് പറയാം. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ 15,000 റിസീവ് ഇൻ മാർച്ച് എന്നൊരു കൺസൈൻമെന്റ് ബേസിലാണ്. ഓക്കെ, ഔട്ട് ഓഫ് 60% ഓഫ് ഗുഡ്സ് ഹാഡ് ബീൻ സോൾഡ് ബൈ 10th April. അതിൽ 60% എപ്പോൾ വിറ്റു കഴിഞ്ഞു? എപ്പോൾ വിറ്റിട്ടുണ്ട്? ആ ഓക്കെ, എപ്പോൾ വിറ്റിട്ടുണ്ട്? 10th April ആയിട്ട് വിറ്റിട്ടുണ്ട്. അതിനർത്ഥം 10 ഏപ്രിലിൽ നമ്മൾ ഗുഡ്സ് എടുക്കുന്ന സമയത്ത് നമ്മളെ ഗോഡൌണിൽ നിന്ന് 60% എന്തായി പോയത്? ഓൾറെഡി സെയിലായി പോയതാണ്. അപ്പൊ സെയിലായി പോയത് എവിടെ ഉണ്ടാവില്ല? 10th April ഗോഡൌണിൽ ഉണ്ടാവില്ല. അപ്പൊ നമ്മളിവിടുത്തെ പ്രശ്നം എന്താ? ഇതിൽ ഒരു ഗുഡ്സ് എങ്കിലും നമ്മളെ സ്റ്റോക്കിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് കളയണം. കാരണം ഇത് നമ്മളെ സ്റ്റോക്ക് അല്ല. ഓക്കെ, അപ്പൊ ഇതിൽ 60% ഓൾറെഡി സെയിൽ നടന്നിട്ടുണ്ട് 10 ഏപ്രിലിന് മുമ്പായിട്ട്. അപ്പൊ ഇത് ആ 60% എവിടെ ഉണ്ടാവില്ല? 10 ഏപ്രിൽ നമ്മൾ ഗോഡൌണിൽ ഉണ്ടാവില്ല. ബട്ട് ആ 40% എവിടെ ഉണ്ടാവും? നമ്മളെ ഗോഡൌണിൽ 10 ഏപ്രിലിന് നമ്മൾ ഗോഡൌണിൽ ഉണ്ട്. അപ്പൊ 40% സ്റ്റോക്ക് ഏതിന് വന്നിട്ടുണ്ടാവും? 10 ഏപ്രിലിലെ കൗണ്ടിന് വന്നിട്ടുണ്ടാവും. അപ്പൊ ആ 40% എന്ത് ചെയ്യണം? കുറച്ച് കളയണം എന്നാണ് പറഞ്ഞത്. ഓക്കെ, പിന്നെ ആ സെയില് നമ്മൾ എന്തിൽ ഇൻക്ലൂഡ് ആയിട്ടില്ല? സെയിലിൽ ഇൻക്ലൂഡ് ആയില്ല. കാരണം സെയിൽ ഇൻക്ലൂഡ് ആവാൻ പാടില്ല. കാരണം എന്തല്ല, നമ്മളെ സെയിൽ അല്ല, അത് അയാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സെയിൽ ചെയ്തതാണ്. അപ്പൊ നമ്മളെ സെയിൽസ് അല്ല ഒരിക്കലും. ഓക്കെ, അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ 15,000 കോസ്റ്റ് വരുന്ന ഈ ഐറ്റം അല്ലെ, 15,000 കോസ്റ്റ് വരുന്ന ഐറ്റം, കോസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. 15,000 കോസ്റ്റ് വരുന്ന ഈ ഐറ്റം അതിലെ 60% ഓൾറെഡി സെയിൽ പോയതാണ്. അപ്പൊ ഗോഡൌണിൽ പോയതാണ്. ബട്ട് 40% ഇപ്പോഴും എവിടെ ഉണ്ട്? നമ്മളെ ഗോഡൌണിൽ ഉണ്ട്. എത്ര? 6,000. അത് നമ്മളെ ഗോഡൌണിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് കളയണം. കാരണം നമ്മൾ എന്തല്ല, അത് സ്റ്റോക്ക് അല്ല. ഓക്കെ, അപ്പൊ കൺസൈൻമെന്റിലുള്ള, അതായത് കൺസൈനിന്റെ ഗുഡ്സ് അല്ലെ, കൺസൈനിന്റെ ഗുഡ്സ് എന്തെങ്കിലും നമ്മളെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കുറച്ച് കളയണം. അതിൽ 40% മാത്രമേ ഇപ്പൊ നമ്മളെ ഗോഡൌണിലുള്ളൂ. ആ 6,000 റുപ്പീസ് നമ്മൾ എന്ത് ചെയ്യുന്നു? കുറച്ച് റിഡ്യൂസ് ചെയ്ത് കളയുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ആഫ്റ്റർ ദി സ്റ്റോക്ക് വാസ് ടേക്കൺ, ഈ സ്റ്റോക്കിൽ എടുത്തതിന് ശേഷം നമുക്ക് എന്ത് മനസ്സിലായി? ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് there were certain old moving item costing 14,850 which should be taken എത്ര? 9,500. ഞാൻ നേരത്തെ പറഞ്ഞ കൺസെപ്റ്റ്, അതായത് 14,850 14,850 വാല്യൂ വരുന്ന ഈ സ്റ്റോക്ക് അതിന്റെ NRV എത്രയുള്ളൂ? 9,500 ഉള്ളൂ. അതായത് 14,850 ആണ് അതിന്റെ വാല്യൂ. ബട്ട് അതിന്റെ NRV എത്രയുള്ളൂ? 9,500. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് 14,850 ഉള്ള ഈ ഐറ്റത്തിന് ഏതിലേക്ക് എത്തിക്കണം? 9,500 എത്തിക്കണം. എങ്ങനെ എത്തിക്കാം? ഒരു 5,350 കുറച്ച് കളഞ്ഞതിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? 9,500 എത്തിക്കാൻ പറ്റും. അപ്പൊ അതിനർത്ഥം ഇപ്പൊ നമുക്കുള്ള സ്റ്റോക്കിൽ നിന്ന് നമ്മൾ എന്ത് കുറച്ച് കളയണം? ഈ എമൗണ്ട് എന്ത് ചെയ്യണം? കുറച്ച് കളയണം. എത്ര? 5,350 എന്ത് ചെയ്യാം? കുറച്ച് കളഞ്ഞതിന് അത് മൊത്തത്തിൽ ഇതിലേക്ക് എത്തും? 9,500 എത്തും. അപ്പം നമ്മളെ NRVയിലേക്ക് വാല്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പൊ എന്ത് ചെയ്യണം? എന്താ പറയാ, ഒരു സ്റ്റോക്ക് ഉണ്ട് അല്ലെ,
അതൊരു സ്റ്റോക്ക് ഉണ്ട്, അതെന്താ ഓൾഡ് മൂവിങ് ആണ്. അപ്പൊ ആ ഓൾഡ് മൂവിങ്ങിന്റെ ആ ലോസിന്റെ പോർഷൻ എത്രയാണോ കുറക്കേണ്ട ഫിഗർ, ആ കുറക്കേണ്ട ഫിഗർ നമ്മൾ എന്ത് ചെയ്യുക, മൊത്തത്തിലെ സ്റ്റോക്ക് എന്ത് ചെയ്യുക, കുറച്ച് കളയുക. അപ്പൊ പിന്നെ അതിൽ ഒരു സ്റ്റോക്കിൽ നിന്നാണ് കുറയുണ്ടെങ്കിൽ മൊത്തത്തിൽ എല്ലാവരും കൂടി എല്ലാം ഒപ്പരല്ലേ ഉള്ളേ. അപ്പൊ അതിന്റെ പോർഷൻ എന്ത് ചെയ്യാം, മൊത്തത്തിൽ അങ്ങ് കുറച്ച് കളഞ്ഞു കഴിഞ്ഞാല് ആ എഫക്റ്റ് അങ്ങ് വന്നോളും അല്ലേ. ഓക്കെ, അപ്പൊ കുറച്ച് കളയാം. അപ്പൊ എന്താ ഒരു സ്ലോ മൂവിങ് ഐറ്റം അല്ലെ, സ്ലോ മൂവിങ് ഐറ്റത്തിന്റെ ഐറ്റത്തിൽ വരുന്ന ഒരു റിഡക്ഷൻ അല്ലെ, അതിൽ വന്ന ഒരു റിഡക്ഷൻ എത്രയുണ്ട്, എത്ര കുറക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ച 5350, അത്രയും കാര്യങ്ങളല്ലേ അതല്ലേ ഉള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രോഫിറ്റിന്റെ കാര്യമാണ്, അത് ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തതാണ്. ക്ലിയർ അല്ലേ. ഓക്കെ, അങ്ങനെയാണ് 4,50,000 ഉണ്ടായിരുന്നു. ബട്ട് അതില് പുറത്ത് ഇല്ലാത്ത ഒരു 88,000 നമുക്ക് വേണം, അത് നമ്മൾ ആഡ് ചെയ്തു. ഓക്കെ, പിന്നെ വേണ്ടാത്ത 82,500, പിന്നെ അതേപോലെ 6,000. ഓക്കെ, അതേപോലെ തന്നെ എത്ര 5,350. ഇതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ടാവും, 4,44,150 അല്ലെ. 4,44,150. ക്ലിയർ അല്ലേ. ഇതെന്ത് ചെയ്യാം, ഇത്രയും ഫിഗർ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, കറക്റ്റ് 31st മാർച്ചിൽ എത്ര ആയിരുന്നു നമുക്ക് വേണ്ട സ്റ്റോക്ക്, ആ സ്റ്റോക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും, കിട്ടും അല്ലേ. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത് ക്ലോസിംഗ് സ്റ്റോക്ക് അറ്റ് 31st മാർച്ചിൽ വരേണ്ടത്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ. ഓക്കെ അല്ലേ. ഓക്കെ, നെക്സ്റ്റ്. അപ്പൊ ഇത് ക്ലിയർ അല്ലേ. ഓക്കെ, തേർഡ് വൺ നോക്കാം. ഓക്കെ, അപ്പൊ തേർഡ് വണ്ണിന്റെ കേസിൽ സ്റ്റോക്ക് ഓഫ് ബിസിനസ് ആണ് 23rd June. ഓക്കെ, 23rd ജൂണിലാണ് നമ്മൾ എന്ത് ചെയ്തത്, നമ്മൾ സ്റ്റോക്ക് ഫിസിക്കൽ വെരിഫിക്കേഷൻ, ഫിസിക്കൽ അക്കൗണ്ട് നടത്തിയത് എപ്പോഴാണ്, 23rd June ആണ്. ബട്ട് അന്നെത്ര സ്റ്റോക്ക് കിട്ടിയ 4,80,000 ആണ്. ബട്ട് നമുക്ക് വേണ്ടത് ടുക്ക് പ്ലേസ് ബിറ്റ്വീൻ 23rd June ആൻഡ് 30th June എന്നാ പറയുന്നത്. ഓക്കെ, നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുന്നത് എന്താ, വാല്യൂ ഓഫ് സ്റ്റോക്ക്. നമുക്ക് 30th ജൂണിന്റെ 2026 30th ജൂണില് എത്രയാണ് സ്റ്റോക്ക് ഉള്ളത് എന്നുള്ളതാണ് അറിയേണ്ടത്. ബട്ട് നമുക്ക് ലാസ്റ്റ് സ്റ്റോക്ക് എടുക്കാൻ പറ്റിയത് കുറച്ച് നേരത്തെയാണ്. ഇവിടെ സംഭവിച്ച തൊട്ട് മുമ്പത്തെ കേസിൽ സംഭവിച്ച നമുക്ക് വേണ്ടുന്ന ഡേറ്റും കഴിഞ്ഞ് പിന്നീട് വരുന്ന ഒരു ഡേറ്റിലാണ്, ആഫ്റ്റർ ആണ് അല്ലെ. ഓക്കെ, എന്നിട്ട് അപ്പോൾ ബാക്കോട്ടേക്കാണ് നമ്മൾ എന്ത് ചെയ്തത്, അതിനുശേഷം വന്നതൊക്കെ നമ്മൾ എന്ത് ചെയ്തു, ഒഴിവാക്കി കളഞ്ഞു. അതിനുശേഷം പോയതൊക്കെ തിരിച്ചെന്ത് ചെയ്തു, ആഡ് ചെയ്തു അല്ലെ. ഇതാണ് ഇവിടെ സംഭവിച്ചത്. തൊട്ട് മുമ്പത്തെ കേസ് സംഭവിച്ചത്, അതിനുശേഷം വന്ന ഇൻഫ്ലോ ഒക്കെ നമ്മൾ എന്ത് ചെയ്തു, ലെസ് ചെയ്ത് കളഞ്ഞു. അതിനുശേഷം സംഭവിച്ച ഔട്ട്ഫ്ലോ ഒക്കെ തിരിച്ചെന്ത് ചെയ്തു, ആഡ് ബാക്ക് ചെയ്തു. അതാണ് സംഭവിച്ചത്. അപ്പൊ ബട്ട് ഇവിടെ എന്താ, മുന്നോട്ടേക്കാണ്, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് എടുത്തത്. ഓക്കെ, അപ്പം ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അതിനുശേഷം ഈ 23rd ശേഷം പിന്നെ കുറെ ഗുഡ്സ് വന്നിട്ടുണ്ടാവും. അതൊക്കെ നമുക്ക് എന്താ ഈ ഗോഡൌണിൽ 30th ജൂണിൽ ആവശ്യമുള്ളതാണ് അല്ലെ. 30th ജൂണിൽ അത് ഉണ്ടാവും. അതിനുശേഷം വന്ന കാര്യങ്ങളും 30th ജൂണിൽ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇൻഫ്ലോ പുതുതായിട്ട് വന്നതൊക്കെ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം, പുതുതായിട്ട് നടത്തിയ പർച്ചേസ് കാര്യങ്ങളൊക്കെ. ഓക്കെ, ബട്ട് അതിനുശേഷം 23rd ജൂണിന് ശേഷം 23rd ജൂണിന് ശേഷം പോയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഔട്ട്ഫ്ലോ നടന്നതൊക്കെ ഉണ്ടാവും. പോയ ഐറ്റംസ് ഒന്നും എവിടെ ഉണ്ടാവില്ല, 30th ജൂണിൽ ഉണ്ടാവില്ല. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യണം, കുറച്ച് കളയണം. അപ്പൊ ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആണ് അല്ലെ. അതിനുശേഷം വന്നതൊക്കെ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അതിനുശേഷം പോയതൊക്കെ കുറക്കണം. ബട്ട് നേരത്തെ ബാക്കോട്ടേക്ക് ആയാലും അതിനുശേഷം വന്നതൊക്കെ എന്ത് ചെയ്യണം, കുറച്ച് കളയണം. പോയതൊക്കെ തിരിച്ചെന്ത് ചെയ്യണം, ആഡ് ബാക്ക് ചെയ്യണമായിരുന്നു. ഓക്കെ, അപ്പൊ നോക്കാം. അപ്പൊ സ്റ്റിൽ കൺസെപ്റ്റിനെ ചിന്തിക്കേണ്ട, ഞാൻ പറഞ്ഞ നേരത്തെ കാര്യം, നമുക്ക് ഇപ്പം കിട്ടിയിരിക്കുന്ന സ്റ്റോക്കിൽ ഇത് ഉണ്ടോ, നമുക്ക് ആക്ച്വലി വേണ്ടുന്ന സ്റ്റോക്കിൽ അത് വേണോ വേണ്ടിയോ, അതാണ് നമ്മൾ ചിന്തിക്കുന്ന ചോദ്യം. ഓക്കെ, അപ്പൊ ചുരുക്കത്തിൽ പറയാം, ഇപ്പം കിട്ടിയിരിക്കുന്ന സ്റ്റോക്കിൽ എത്ര വാല്യൂ ഓഫ് സ്റ്റോക്ക് ഉണ്ട്, 4,80,000 ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇപ്പം കിട്ടിയിരിക്കുന്ന സ്റ്റോക്ക് എത്ര ഉണ്ട് അല്ലെ. ഇപ്പം കിട്ടിയിരിക്കുന്ന സ്റ്റോക്കിൽ ഏത് 23rd അല്ലേ, 23rd ജൂണിന്റെ ഇപ്പം കിട്ടിയിരിക്കുന്ന സ്റ്റോക്കിൽ എത്രയുണ്ട്, 4,50,000 ഉണ്ട് അല്ലെ, 4,80,000 അല്ലെ. 4,80,000 ആണ് ഇപ്പൊ കറന്റ് നമുക്ക് കിട്ടിയ സ്റ്റോക്ക്. നമുക്ക് വേണ്ടത് 30th ജൂണിലാണ്. നെക്സ്റ്റ്, ഗുഡ്സ് വർത്ത് 66,000 സെൻഡ് ടു കൺസൈനി. നേരത്തെ റിസീവ്ഡ് എന്നായിരുന്നു പറഞ്ഞത്, ഇവിടെ സെൻഡ് ആണ്. അതിനർത്ഥം ഇവിടെ നമ്മളാണ് അയച്ചു കൊടുക്കുന്നത്. നേരത്തെ നമുക്ക് കിട്ടിയത്. അപ്പൊ അത് നമ്മളെന്തല്ല സ്റ്റോക്ക് അല്ല, കാരണം അത് വേറെ ആളെ സ്റ്റോക്ക് നമ്മളെ ഗോഡൌണിലുള്ളതാണ്. അപ്പൊ അതിൽ ഏതെങ്കിലും സ്റ്റോക്ക് നമ്മളെ ഗോഡൌണിൽ ഉണ്ടായിരുന്നെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണമായിരുന്നു, അപ്പൊ നമ്മൾ സ്റ്റോക്ക് അത് പുറത്താക്കണം. അതിലൊരു 40% ഉണ്ടായിരുന്നു, അപ്പൊ സ്പോട്ടിൽ നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് വന്നു. ബട്ട് ഇവിടെ ഇത് നമ്മളെ സ്റ്റോക്ക് അല്ല,
ഓക്കെ, ഈ ഗുഡ്സ് ഒക്കെ ഈ 66,000 ഗുഡ്സ് നമ്മൾ ആർക്ക് അയച്ചു കൊടുത്തതാ? കൺസൈനിക്ക് അയച്ചു കൊടുത്തതാണ്. അപ്പൊ ഈ കൺസൈനിക്ക് അയച്ചു കൊടുത്ത ഗുഡ്സ് ഒക്കെ ഓക്കെ, കൺസൈനിക്ക് അയച്ചു കൊടുത്ത ഗുഡ്സ് ഒക്കെ എന്തായിട്ടുണ്ടാവും? കൺസൈനിക്ക് അയച്ചു കൊടുത്ത ഗുഡ്സ് ഒക്കെ കൺസൈനിന്റെ ഗോഡൗണിലുണ്ടാവും. അതിൽ സെയിൽ ആയതും ആവാത്തതും ഓക്കെ, അതായത് ഇതൊക്കെ നമ്മളെ കയ്യിൽ നിന്ന് പോയി. സെയിൽ ആയോ ആയിട്ടില്ല, നമ്മൾ അയക്കുമ്പോൾ തന്നെ നമ്മളെ ഗോഡൗണിൽ ഈ ഗുഡ്സ് മൊത്തം ആർക്ക് പോയി? കൺസൈനിന്റെ കൈമലെത്തി. ഓക്കെ, കൺസൈനിന്റെ കൈമലെത്തി. ഇനി നമ്മൾ നോക്കണം അവിടെ ആ കൺസൈനിക്ക് കൈമലെത്തിയ ഗുഡ്സിൽ എത്ര സ്റ്റോക്ക് ബാക്കിയുണ്ടോ ആ സ്റ്റോക്ക് ഒന്നും ആരെ ഗോഡൗൺ ഉണ്ടാവുക? ഈ കൺസൈൻമെന്റിൽ അയച്ച ഗുഡ്സ് ഒക്കെ ആരെ ഗോഡൗണിലുണ്ടാവുക? അതിൽ ബാക്കി വന്ന സെയിൽ ആവാത്ത സ്റ്റോക്ക് ഒക്കെ ആരെ ഗോഡൗണിലുണ്ടാവുക? അവരെ ഗോഡൗണിലുണ്ടാവുക. ബട്ട് അത് ആരെ സ്റ്റോക്ക് അല്ല, അവരതല്ല, നമ്മളെ സ്റ്റോക്കാണ്. ഓക്കെ, അപ്പൊ നമ്മൾ അയച്ചു കൊടുക്കുന്നതാണെങ്കിൽ ആ എൻ്റെ സ്റ്റോക്ക് നമ്മളതാ. അപ്പൊ കൺസൈനി ഏജന്റിന്റെ ഗോഡൗണിൽ എത്ര സ്റ്റോക്ക് ഇപ്പൊ ബാക്കിയുണ്ടോ അതൊക്കെ നമ്മൾ എന്തിന്റെ പാർട്ട് ആവണം? ക്ലോസ് സ്റ്റോക്കിന്റെ പാർട്ട് ആവണം. അതൊന്നും ഒരിക്കലും എവിടെ വന്നിട്ടുണ്ടാവില്ല, നമ്മളെ ഗോഡൗണിൽ ഉണ്ട്. അതില് നമ്മളെ സ്റ്റോക്ക് നമുക്ക് തന്നിരിക്കുന്ന, നമുക്ക് കിട്ടിയിരിക്കുന്ന സ്റ്റോക്കില് അതില് ഇല്ലാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ അതിനുശേഷം ഇവിടെ എന്താ പറയുന്നത്? 2026 അല്ലെ, 23rd ജൂണിനും 30th ജൂണിനും. അപ്പൊ 23rd ജൂണിന് ശേഷം 66,000 ഗുഡ്സ് നമ്മൾ എന്ത് ചെയ്തു അല്ലെ? 66,000 വേർത്ത് വരുന്ന ഗുഡ്സ് നമ്മൾ എന്ത് ചെയ്തു? കൺസൈനിക്ക് അയച്ചു കൊടുത്തു. ഓക്കെ, കൺസൈനിക്ക് അയച്ചു കൊടുത്തു. ഓക്കെ, അതില് 24,000 ഗുഡ്സ് മാത്രമേ എന്തായിട്ടുള്ളൂ? അൺസോൾഡ് ആയിട്ട് കിടക്കുന്നു. അതിനർത്ഥം ബാക്കിയുള്ള ഗുഡ്സ് ഒക്കെ എന്തായിട്ടുണ്ട്? സോൾഡ് ആയിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ ചോദ്യം, ഈ 66,000 അയച്ച ഗുഡ്സ് ഇല്ലേ, ആ ഗുഡ്സ് നമ്മളെ ഗോഡൗണില് നമ്മളെ ക്ലോസിംഗ് സ്റ്റോക്ക് ആവണോ വേണ്ടി? 66,000 ഗുഡ്സ് 30th ജൂണിൽ നമ്മളെ ക്ലോസിംഗ് സ്റ്റോക്ക് ആവണോ വേണ്ടി? 66,000 ഗുഡ്സിൽ 66,000 മുഴുവനും ആവണ്ട, അതില് 24,000 മാത്രം ആയാൽ മതി. കാരണം 24,000 മാത്രം എന്തായിട്ടുള്ളൂ? അൺസോൾഡ് ആയിട്ട് കിടക്കുന്നുള്ളൂ. ആ അൺസോൾഡ് ആയിട്ടുള്ള പോർഷൻസ് മാത്രമേ നമ്മൾ എന്തായാൽ മതി? നമ്മളെ ക്ലോസിംഗ് സ്റ്റോക്കിനെ പാർട്ടായാൽ മതി. അടുത്ത ചോദ്യം, ഈ അൺസോൾഡ് ആയിട്ട് കിടക്കുന്ന സ്റ്റോക്ക് നമുക്ക് കിട്ടിയിരിക്കുന്ന ക്ലോസിംഗ് സ്റ്റോക്ക് ഇല്ലേ, ആ സ്റ്റോക്കിൽ ഇത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഇതാണ് നമ്മളെ സ്റ്റോക്ക് ആവേണ്ടത്. ആ സ്റ്റോക്കിൽ ഇതിന്റെ ഈ കൺസൈൻമെന്റ് ത്രൂ കൺസൈൻമെന്റിൽ അയച്ചു കൊടുത്ത സ്റ്റോക്കിന് എത്ര പോർഷൻ ഉണ്ട് അല്ലെ? ഈ 66,000 സെന്റ് ടു കൺസൈൻ, ഈ 66,000 കാര്യങ്ങളും നടന്നത് 23rd ജൂണിന് ശേഷമാണ്. ഓക്കെ, അപ്പൊ 23rd ജൂണിന് നമ്മൾ സ്റ്റോക്ക് എടുക്കുന്ന ടൈമില് ഈ 66,000 ഗുഡ്സും എവിടെ ഉണ്ടാവും? നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന ഗോഡൗൺ ഈ സ്റ്റോക്കിൽ ഉണ്ടാവും. കാരണം അതിന് ശേഷമാണ് ഈ 66,000 ഗുഡ്സ് എന്തിനയച്ചേ? കൺസൈനിക്ക് അയച്ചു കൊടുത്തത്. അപ്പം ഈ എൻഡിയർ ഗുഡ്സും ഈ 66,000 സ്റ്റോക്കും എവിടെ ഉണ്ടാവും? നമുക്ക് 23-ന് കിട്ടിയ സ്റ്റോക്കിലുണ്ടാവും. ബട്ട് നമുക്കറിയാം അതിൽ 24,000 എമൗണ്ട് മാത്രമേ 30 ജൂണിന് എന്തായി മാറണ്ടു? നമ്മളെ സ്റ്റോക്ക് ആയിട്ട് മാറണ്ടു. ബാക്കിയുള്ളതൊന്നും എന്തല്ല? സ്റ്റോക്ക് അല്ല. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞ 66,000 രൂപയുടെ സ്റ്റോക്ക് ഇതിന്റെ അകത്തുണ്ട്. ബട്ട് നമുക്ക് ഏത് മാത്രം മതി? 24,000 മാത്രം മതി. അപ്പൊ അതിനർത്ഥം 66,000 മൈനസ് 24,000 ചെയ്തിട്ടുള്ള ബാക്കി 42,000 സ്റ്റോക്ക് ഇല്ലേ, അത് ഇതിന്റെ അകത്തുണ്ട്. ബട്ട് നമുക്ക് വേണ്ട. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് കളയണം? ഈ 42,000 എന്ത് ചെയ്യണം? കുറച്ച് കളയണം. ഓക്കെ അല്ലേ? അപ്പൊ ഗുഡ്സ് വേർത്ത് കൺസൈൻമെന്റിന്റെ പോയിന്റ് ഓഫ് വേർത്തിന്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, വേർത്തിന്റെ മീനിങ് ഇപ്പൊ നേരത്തെ ക്വസ്റ്റിന് വേർത്ത് വന്നപ്പോൾ സെല്ലിംഗ് പ്രൈസ് ആണ് എടുത്തത്. ഓക്കെ, വേർത്ത് മീൻസ് ആക്ച്വലി സെല്ലിംഗ് പ്രൈസ് അല്ല. നമ്മൾ എന്തിന്റെ പോയിന്റ് ഓഫ് വ്യൂ ആണോ പറഞ്ഞത്? ഇപ്പൊ ഗുഡ്സ് വേർത്ത് 60, അപ്പൊ നമ്മളെ പോയിന്റ് ഓഫ് വ്യൂ പറഞ്ഞത്. അപ്പൊ നമ്മളെ പോയിന്റ് ഓഫ് വ്യൂ പറയുമ്പോൾ നമ്മളെ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ അയച്ചു കൊടുക്കുന്നതിന്റെ കോസ്റ്റ് ആണ് വരിക. ഓക്കെ, ഇങ്ങോട്ട് കിട്ടുമ്പോൾ എന്താ പറയാ? ഓക്കെ, അപ്പം നമ്മൾ എന്തിന്റെ പോയിന്റ് ഓഫ് വ്യൂ ആണോ പറയുന്നത് അതിനനുസരിച്ചാണ് എന്ത് ചെയ്യേണ്ടത്? ഈ വേർത്തിന്റെ മീനിങ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ കാര്യം മനസ്സിലായില്ലേ? അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് 66,000 ഗുഡ്സ് നമ്മൾ കൺസൈൻമെന്റിന് അയച്ചു. ഏതിനു ശേഷം? 66,000 കോസ്റ്റ് വരുന്ന ഗുഡ്സ് നമ്മൾ കൺസൈൻമെന്റിന് അയച്ചു 23 ജൂണിന് ശേഷം. അപ്പൊ 23-ന് ശേഷം ആയതുകൊണ്ട് 23-ന്റെ അന്ന് സ്റ്റോക്ക് എടുക്കുമ്പോൾ ഈ 66,000 ഗുഡ്സ് എവിടെ ഉണ്ടാവും? നമ്മുടെ സ്റ്റോക്കിൽ ഉണ്ടാവും. ഓക്കെ, ഇത് നമ്മള് 31 മാസത്തിൽ ഇത് വേണം ചോദിച്ചാൽ ഇതില് സെയിൽ ആവാത്ത പോർഷന് മാത്രം എവിടെ ഉണ്ടായാൽ മതി? 30 ജൂണിന് നമ്മുടെ സ്റ്റോക്കിൽ ഉണ്ടായാൽ മതി. ഇത് സെയിൽ ആവാത്ത പോർഷൻ ഏത് മാത്രം? 24th. അപ്പൊ നമുക്ക് 30 ജൂണിന് ക്ലോസിംഗ് സ്റ്റോക്കിൽ ആരും മാത്രം മതി? 24,000 മാത്രം മതി. പക്ഷെ നമുക്ക് ഇപ്പം കിട്ടിയിരിക്കുന്ന സ്റ്റോക്കിൽ ആര് മൊത്തം ഉണ്ട്? ഈ 66,000 മൊത്തം ഉണ്ട്. അപ്പൊ അതിന് ഡിഫറൻസ് ആയ
ഏത് ആ 42,000 അല്ലെ, അതായത് ആ 42,000 എവിടുന്ന് കുറച്ച് കളയണം, ഈ 4,50,000 കുറച്ച് കളയണം. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പം ഗുഡ്സ് സോൾഡ് ഓൺ കൺസൈൻമെന്റ് വിറ്റ ഗുഡ്സ് മൊത്തം 66,000 ഗുഡ്സ് അയച്ചിട്ടുണ്ട്. ബട്ട് അതിൽ 24,000 ഗുഡ്സ് ഇപ്പോഴും സെയിൽ ആയിട്ടില്ല. അപ്പൊ സെയിൽ ആയ പോർഷൻ മാത്രം 42,000 ഗുഡ്സ് മാത്രം. ഓക്കെ, ആ സെയിൽ ആവുന്നതിന് മുമ്പ് നമ്മൾ സ്റ്റോക്ക് എടുത്തത് കൊണ്ട്, അയക്കുന്നതിന് മുമ്പ് സ്റ്റോക്ക് എടുത്തത് കൊണ്ട് ആ അയച്ച ഗുഡ്സ് മൊത്തം ഈ സ്റ്റോക്കിൽ ഉണ്ടാവും. അതിനുശേഷമാണ് സ്റ്റോക്ക് അയാൾക്ക് കൊടുത്തത്. ഓക്കെ, അപ്പൊ ആ കൊടുത്തതില് വിൽക്കാൻ പറ്റാത്ത സ്റ്റോക്ക്, വിറ്റ സ്റ്റോക്ക് ഒന്നും ഇനി എന്തല്ല 30 ജൂണിൽ നമ്മളെ ക്ലോസ് സ്റ്റോക്കിന്റെ പാർട്ടല്ല. അപ്പൊ ആ വിറ്റ പോർഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ച് കളയും. ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് എന്താ, പർച്ചേസ് ഓഫ് 40,000 were made out of which goods were 16,000 were delivered on 5th July എന്നാ പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ 40,000 ഗുഡ്സ് അതിനുശേഷം നമ്മൾ വാങ്ങി. ഓക്കെ, അപ്പൊ ഈ 40,000 ഗുഡ്സ് നമ്മൾ വാങ്ങിയ ഗുഡ്സ് ഓക്കെ വിറ്റിട്ടില്ലെങ്കിൽ നമ്മൾ സ്റ്റോക്കിന്റെ പാർട്ടാണോ അല്ലയോ? ഓക്കെ, അപ്പൊ 40,000 എന്താണ്, അപ്പൊ 40,000 ഗുഡ്സ് നമ്മള് അതിനുശേഷം ഓക്കെ, ഏതിനു ശേഷം 23rd ജൂണിന് ശേഷമാണ് വാങ്ങിയത്. അപ്പൊ 23rd ജൂണിന് ശേഷമായതുകൊണ്ട് ഇത് 23rd ജൂണിന് സ്റ്റോക്കിൽ അന്നെടുത്ത ഈ സ്റ്റോക്കിന്റെ കൗണ്ടിൽ അത് ഉണ്ടോ ഇല്ലയോ? ഉണ്ടടാ? ഇല്ല, കാരണം എന്താ, അത് അതിന് ശേഷമാണ് വാങ്ങിയത്. ഓക്കെ, അപ്പൊ അതിനുശേഷം വാങ്ങിയതുകൊണ്ട് ഇതിലില്ല. ബട്ട് അതിനുശേഷം വാങ്ങിയത് നമ്മള് 30 ജൂണിലെ സ്റ്റോക്കിൽ വേണോ? അതിനുശേഷം വന്നത് ആയതുകൊണ്ട് 30 ജൂണിൽ അത് എവിടെ ഉണ്ടാവും? ഗോഡൌണിൽ ഉണ്ടാവും. അപ്പൊ ഗോഡൌണിൽ വേണം. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ 40,000 കുറിച്ച് നമ്മൾ എന്താണ്, ക്ലോസ് സ്റ്റോക്കിന്റെ പാർട്ടാണ്. ബട്ട് ഇതിൽ ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ബട്ട് അതിൽ പറയാണ് 16,000 എപ്പോഴാണ് ഡെലിവറി വന്നത്, 5th ജൂലൈയിലാണ്. അപ്പൊ നമ്മൾ ഗോഡൌണിലേക്ക് എത്തിയത് മാത്രമാണ് നമ്മൾ സ്റ്റോക്ക് എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. നമ്മൾ വാങ്ങിയ നമ്മളെ പേരിൽ നമ്മൾ വാങ്ങിയ എല്ലാം നമ്മൾ എന്താ, നമ്മളെ പേരിൽ അത് വാങ്ങി അത് സ്റ്റിൽ എന്തായിട്ടില്ല, സെയിൽ ആയിട്ടില്ല. അങ്ങനെയുള്ള ഐറ്റംസും ഒക്കെ പർച്ചേസ് ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ടോ അതിൽ, പക്ഷെ അത് സെയിൽ ആയിട്ടില്ല എന്നാണെങ്കിൽ അത് എന്തിന്റെ പാർട്ടാ, ക്ലോസ് സ്റ്റോക്കിന്റെ പാർട്ടാ. അപ്പൊ ഇത് ഗോഡൌണിൽ എത്തിയോ ഇല്ലോ എന്നുള്ളതല്ല, പർച്ചേസിൽ റെക്കോർഡഡ് ആണെങ്കിൽ ഓക്കെ, പർച്ചേസിൽ റെക്കോർഡ് ആണെങ്കിൽ അത് നമ്മൾ എന്തായിട്ട് കാണിക്കണം, നമ്മൾ എന്തായിട്ട് വരണം, ക്ലോസ് സ്റ്റോക്ക് ആയിട്ട് വരണം. അപ്പൊ ചുരുക്കത് 40,000 16,000 കിട്ടിയത് ജൂലൈയിലാണോ എന്നുള്ളത് പ്രസക്തി ഇല്ല. അത് 40,000 ഫുള്ള് നമ്മൾ എന്തായിട്ട് കാണിക്കണം, നമ്മളെ 31 മാസം സ്റ്റോക്കിൽ വേണം. കറന്റ് ഉള്ള സ്റ്റോക്കിൽ അത് കിട്ടിയിട്ടില്ല, അപ്പൊ എന്ത് ചെയ്ത് കൊടുക്കണം, ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ അല്ലേ? അപ്പൊ പർച്ചേസ് ആഡ് ചെയ്യണം. അപ്പൊ ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നിക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പർച്ചേസ് എന്ന് പറഞ്ഞിട്ട്, പർച്ചേസ് ചെയ്ത ഫിഗർ എന്ന് പറഞ്ഞിട്ട് ആ 40,000 രണ്ടും വേണം. ബട്ട് ആ 40,000 16,000 അല്ല, 40,000 16,000 ഇപ്പോഴും എത്തിയിട്ടില്ല. ആ 16,000 കുറച്ചിട്ടുള്ള 24,000 പർച്ചേസ് ആണെന്നും ബാക്കിയുള്ളത് വേണമെങ്കിൽ എന്തെന്നും കാണിക്കാം, ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്, ഇപ്പോഴും എത്താത്ത ഗുഡ്സ് അല്ലേ, നമുക്ക് വേണമെങ്കിൽ അങ്ങനെയും കാണിക്കാം ആ 16,000. ക്ലിയർ അല്ലേ? അല്ലെ രണ്ടും കൂടി 40,000 കാണിച്ചാലും തെറ്റൊന്നുമില്ല, സ്റ്റിൽ പർച്ചേസ് ത്രൂ തന്നെ വരുന്നതല്ലേ. ബട്ട് കുറച്ചും കൂടി ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ അത് എന്ത് എന്ന് പറയാം, നമ്മളെ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് ആണെന്ന് പറയാം. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ഓക്കെ, സെയിൽസ് 1,36,000 സെയിൽ ഉണ്ട്. ഇൻക്ലൂഡ് ഗുഡ്സ് 32,000 സെൻഡ് ഓൺ അപ്രൂവൽ ബേസിസ് ആണ്. അപ്രൂവൽ ബേസിസ് അല്ലെ? ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞ 1,36,000 സെയിൽസ്, മൊത്തത്തിൽ സെയിൽസ് 1,36,000 ഉണ്ട്. അതിൽ ഗുഡ്സ് വേർത്ത് അപ്രൂവൽ എത്രയാണ് സെയിൽ നടന്നത്, 32,000 സെയിൽ നടന്നത് അപ്രൂവൽ ബേസിസിലാണ്. ഹാഫ് ഓഫ് ദിസ് ഗുഡ്സ് സോൾഡ് ബിഫോർ 30th June 2023. അതിൽ ഹാഫ് എന്ത് ചെയ്തിട്ടുണ്ട്, 30th ജൂണിന് മുമ്പേ സെയിൽ നടന്നതാണ്. ബട്ട് റിമൈനിങ് എന്ത് കിട്ടിയിട്ടില്ല, കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ അപ്രൂവൽ ഈ കൺഫർമേഷൻ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് രണ്ടെണ്ണമായിട്ട് വേർതിരിക്കാം. സാധാരണ സെയിലിനും അപ്രൂവലിനും വേറെ ആക്കാം. ഓക്കെ, അപ്പം ശരിക്കും പറഞ്ഞാൽ 1,36,000 ആണ് ടോട്ടൽ സെയിൽസ്. അതിൽ എത്ര സെയിൽ ഉണ്ട്, 32,000 സെയിൽ നടന്നത് അപ്രൂവൽ ബേസിസിലാണ്. ഓക്കെ, അപ്രൂവൽ ആണ്. അപ്പൊ ബാക്കിയുള്ള നോക്കുകയാണെങ്കിൽ 1,02,000 സെയിൽ നടന്നത് സാധാരണ സെയിലാണ്. ക്ലിയർ അല്ലേ? ഇതിലെന്താ പറയുന്നത്, 32,000. ഓക്കെ, അപ്പം നമ്മളെന്താ 23rd ജൂണിന് ശേഷമാണ് ഈ സെയിൽ നടക്കുന്നത്. അപ്രൂവൽ ആയിക്കോട്ടെ സാധാരണ സെയിൽ ആയിക്കോട്ടെ, 23rd ജൂണിന് ശേഷമാണ് ഈ സെയിൽ നടന്നത്. അപ്പൊ നമ്മൾ നേരത്തെ കൺസൈൻമെന്റിൽ പറഞ്ഞ പോലെ തന്നെ 23rd ഇതൊക്കെ എവിടെ ഉണ്ട്,
നമുക്ക് 23rd സ്റ്റോക്ക് എടുക്കുമ്പോൾ ഇതൊക്കെ സ്റ്റോക്കിലുണ്ടാവും. അപ്പോൾ അതിനുശേഷമാണ് ഇതിൻ്റെയൊക്കെ സെയിൽ നടക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഇത് സെയിൽ നടന്നിട്ടുണ്ടെങ്കിൽ ഇത് 30th ജൂണിൽ ഇതെന്തല്ല, നമ്മുടെ സ്റ്റോക്കല്ല അല്ലേ. അപ്പം 23rd ഇതുണ്ട്, ബട്ട് അതിന് ശേഷം സെയിൽ നടന്നു കഴിഞ്ഞാൽ ഇതൊന്ന് കുറച്ച് കഴിഞ്ഞാൽ മാത്രമേ ഇതൊന്ന് പിന്നെ എന്തല്ല നമ്മുടെ സ്റ്റോക്കല്ല. അപ്പോൾ ഇതൊന്ന് കുറക്കണം. ഇതൊന്ന് കുറച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് 30th ജൂണിൽ എന്ത് കിട്ടുള്ളൂ, സ്റ്റോക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പം 23rd സ്റ്റോക്കിലുള്ള ഈ ഐറ്റംസിൽ ഏതൊക്കെ ഐറ്റംസ് ആണ് സെയിൽ നടന്നതെന്ന് നമ്മൾ എന്ത് ചെയ്യണം, കൺഫേം ചെയ്യണം. ആ സെയിൽ നടന്ന പോർഷൻ ഒന്നും എവിടെ ഉണ്ടാവില്ല, 30th ആക്ച്വലി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അത് നമ്മൾ കോൾ സ്റ്റോക്കുകളല്ലോ. അപ്പോൾ ഇപ്പോൾ ഉള്ളതെന്ന് അതൊക്കെ എന്ത് ചെയ്യണം, കുറച്ച് കളയണം. സെയിൽ നടക്കാത്ത പോർഷൻ ആണ് കുഴപ്പമില്ല, സെയിൽ നടന്നിട്ടില്ല എന്നാണ് അതൊക്കെ നമ്മൾ എന്താവണം, 30th നമ്മുടെ സ്റ്റോക്കിൽ വേണം. ഓക്കെ, 30th നമ്മുടെ സ്റ്റോക്കിൽ വരേണ്ട ഐറ്റമാണ്. ബട്ട് ഇതിലുണ്ട്, ഓൾറെഡി ഇതിലുണ്ട്, നമുക്ക് ഇതിൽ വേണം. അപ്പൊ പിന്നെ അത് അങ്ങനെ തന്നെ കൊണ്ടുപോയാൽ പോലെ പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും വരുത്തണ്ടല്ലോ. ബട്ട് സെയിൽ നടന്നില്ലെങ്കിൽ ഇതിലുണ്ട്, ബട്ട് ഇതിൽ വേണ്ട. അപ്പൊ ഇത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നതിന് മുമ്പ് അതൊക്കെ കുറച്ചാളണം, കുറച്ചിട്ട് ഇവിടെ എത്തിക്കാൻ പാടുള്ളൂ. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ. അപ്പൊ ഇതിൽ ഏതൊക്കെ സെയിൽ നടന്നിട്ടുണ്ട് നോക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ 32,000 അപ്രൂവല് ഹാഫ് എന്തായിട്ടുണ്ട്, സെയിൽ നടന്നിട്ടുണ്ട്. ക്ലിയർ അല്ലേ. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇതിന്റെ ഹാഫ് എന്തായി, സെയിൽ നടന്നതാ. ഓക്കെ, അപ്പൊ ബാക്കിയുള്ള ഹാഫ് എന്തല്ല, സെയിൽ അല്ല. ഇത് സോൾഡ് ആണ്, ഇത് എന്തല്ല, സെയിൽ ചെയ്തിട്ടില്ല. അപ്പൊ ഇത് എന്തിന്റെ പാർട്ട് ആവണം, ക്ലോസ് സ്റ്റോക്കിന്റെ പാർട്ട് ആവണം. ഓക്കെ അല്ലേ. അപ്പൊ ഇത് ഓൾറെഡി ഈ എൻ്റെ ഐറ്റംസ് എവിടെ ഉണ്ട്, നമുക്ക് കിട്ടിയ സ്റ്റോക്ക് എൻ്റെ ഐറ്റംസ് ഉണ്ട്. അപ്പൊ ക്ലോസ് സ്റ്റോക്കിന്റെ പാർട്ട് ആവണമെങ്കിൽ പിന്നെ പ്രശ്നമൊന്നുമില്ല, ഒന്നും ചെയ്യണ്ട. ബട്ട് പാർട്ട് അല്ലാത്ത ഐറ്റംസിനെ മാത്രം എന്ത് ചെയ്താൽ മതി, പുറത്തായി. അപ്പൊ ഇത് ക്ലോസ് സ്റ്റോക്ക് ആവണം. അപ്പൊ ഇത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിന് എന്തില്ല, ഇതിന് എന്ത് വേണ്ട, നോ അഡ്ജസ്റ്റ്മെന്റ് ആണ്. ഓക്കെ, ബട്ട് ഈ ഐറ്റംസ് എന്തായതാ, സെയിൽ നടന്നതാണ്. അപ്പൊ സെയിൽ നടന്നത് കാരണം ഇത് നമ്മൾ എന്ത് ചെയ്ത് പോയി, ബട്ട് നമ്മൾ ഇപ്പം കിട്ടിയിരിക്കുന്ന സ്റ്റോക്കിൽ ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യണം, കുറച്ച് കളയണം. ഓക്കെ, ക്ലിയർ അല്ലേ. ഓക്കെ, അപ്പൊ കുറച്ച് കളയണമെങ്കിൽ ആദ്യം ഇത് ലെസ് ചെയ്യണമെങ്കിൽ ഇതൊന്ന് ആദ്യം എന്ത് ഒഴിവാക്കണം, ഇതിന്റെ കോസ്റ്റ് കണ്ടുപിടിക്കണം അല്ലെ. കോസ്റ്റ് കണ്ടുപിടിച്ചാൽ ലെസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പം കോസ്റ്റിന്റെ കേസിൽ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കോസ്റ്റ് എത്ര, 25% ആണ്. നേരത്തെ പറഞ്ഞ തന്നെ കോസ്റ്റ് പ്ലസ് 25%. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, 125% അല്ലെ. 16,000 ഡിവൈഡഡ് ബൈ എന്ത് ചെയ്താൽ മതി, 125% ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ കോസ്റ്റ് നമുക്ക് എത്ര കിട്ടും, 12,800 കിട്ടും. ക്ലിയർ അല്ലേ, 12,800 കിട്ടി. ഓക്കെ അല്ലേ, ആ കേസ് ഓക്കെ അല്ലേ. ഓക്കെ, 12,800 കിട്ടി. ക്ലിയർ അല്ലേ. ഓക്കെ, യാ. അപ്പൊ ആ 16,000 കേസ് സെയിൽ ചെയ്തതുണ്ട്. ഇത് കോസ്റ്റ് സ്റ്റോക്കിൽ വരുന്നതാണ്. അപ്പോൾ ഓൾറെഡി നമുക്ക് തന്നിരിക്കുന്ന സ്റ്റോക്ക് ഇത് ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ ഇതിന് എന്തില്ല, അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. ഇതും ഇൻക്ലൂഡഡ് ആണ്, ബട്ട് ഇത് എന്തായതിനു ശേഷം സെയിൽ ആയത് കാരണം അത് കുറച്ച് കളയണം. കുറച്ച് കളയണമെങ്കിൽ പ്രോഫിറ്റ് അടക്കമല്ല കുറക്കേണ്ടത്, കോസ്റ്റ് സ്റ്റോക്ക് എന്ത് കുറച്ചാൽ മതി, സ്റ്റോക്ക് ആണ് കുറക്കേണ്ടത്, അല്ല കോസ്റ്റ് ആണ് കുറക്കേണ്ടത്. കോസ്റ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്തു, ഡിവൈഡ് ബൈ 125% ചെയ്തു. കാരണം കോസ്റ്റ് 25% ആണ് കോസ്റ്റാണ് പറഞ്ഞത്. അപ്പൊ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്, ഇപ്പൊ സെല്ലിംഗ് പ്രൈസ് എത്ര ആയിരിക്കും, 125 ആയിരിക്കും. അപ്പൊ ആ സെല്ലിംഗ് പ്രൈസ് ഡിവൈഡ് ബൈ 125 ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഡയറക്ട്ലി കോസ്റ്റ് കിട്ടും. എത്ര, 12,800 എന്ത് കിട്ടും, കോസ്റ്റ് കിട്ടും. ക്ലിയർ അല്ലേ. ഓക്കെ, 12,800 എന്ത് കിട്ടി, കോസ്റ്റ് കിട്ടി. ഇനി ഇതിലൊരു കാര്യം കൂടി പറയുന്നുണ്ട് അല്ലെ. ഒരു 24,000 ഗുഡ്സ് ഉണ്ട്, അത് എത്രയാണ് സെയിൽ ചെയ്തത്, 12,000 ആണ്. അപ്പൊ അതിനകത്ത് അബ്നോർമൽ സെയിൽ ആണ്. ആ ഗുഡ്സിന്റെ മേലെ നമുക്ക് എത്ര പെർസെന്റേജ് ഡയറക്ട്ലി പറയാൻ പറ്റില്ല, 25% ആയിരിക്കില്ല. പറയാൻ ആവശ്യമില്ലല്ലോ, നമുക്ക് നോക്കാം. കാരണം ഇവിടെ അറിയാം ലോസ് ആണ് അല്ലെ. 24,000 ആയിട്ട് എത്രയാണ് സെയിൽ നടത്തിയത്, 12,000 ലോസിലാ സെയിൽ നടന്നത്. അപ്പൊ അവിടെ പ്രോഫിറ്റ് ഇല്ല. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ സെല്ലിംഗ് ഫിഗർ ഏതാ, 12,000. ഓക്കെ, കോസ്റ്റ് 24 ആണെങ്കിലും സെല്ലിംഗ് ഫിഗർ എത്ര, 12,000. അപ്പം ഈ നോർമൽ സെയിൽസിൽ ഒരു 12,000 എന്തിന് നടന്നതാ, ലോസിൽ നടന്നതാണ്. അതിന്റെ കോസ്റ്റ് നമുക്ക് ഡയറക്ട്ലി കോസ്റ്റിൽ തന്നിട്ടുണ്ട്, എത്ര, 24,000. നമുക്ക് എല്ലാത്തിന്റെയും കോസ്റ്റ് അറിയാം അല്ലെ. ആ കോസ്റ്റ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നമുക്ക് തന്നിരിക്കുന്ന ഗിവൺ സ്റ്റോക്ക് എന്ന് കുറയ്ക്കേണ്ടത് ഫിഗർ എന്താ, കോസ്റ്റ് ആണ്. അപ്പം ഈ സെയിലിന്റെ കോസ്റ്റ് എത്രയാണ് ഡയറക്ട്ലി തന്നത്, കോസ്റ്റ് 24,000 ആണ്. അപ്പൊ അത് കഴിച്ച് 1,02,000 നിന്ന് ഈ 12,000 സെല്ലിംഗ് ഫിഗർ കഴിച്ചാൽ ബാക്കി എത്ര ഉണ്ട്, 90,000 ഉണ്ട്. ആ 90,000 കോസ്റ്റ് അതിന്റെ മേലെ നമുക്ക് എന്ത് കിട്ടും, കോസ്റ്റിൽ പറഞ്ഞ പോലെ 25% പ്രോഫിറ്റ് കിട്ടും അല്ലെ. അപ്പം 90,000 ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യുക, 125% ചെയ്യുക അല്ലെ. 90,000 ഡിവൈഡഡ് ബൈ 125% ചെയ്ത് എത്ര കിട്ടും, 72,000 കിട്ടും. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ മൊത്തം ഏതൊക്കെ ഉണ്ട്, ഈ 12,000, ഈ 24,000, ഈ 12,800 അല്ലെ. 12,000 72,000 പ്ലസ് എത്ര, 24,000 പ്ലസ് 12,800. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ എന്ത് വരാം, എൻ്റെ ഗുഡ്സിന്റെ, നമ്മളെ മൊത്തം ഗുഡ്സിന്റെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അല്ലെ. കോസ്റ്റ് ഓഫ് ഗുഡ്സ് മൊത്തം സെയിൽ നടന്നതിന്റെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുമ്പോൾ വരും 1,08,800 വരും.
ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് ഇത്രയും ഐറ്റംസ് സെയിൽ നടന്നതില് അതിൽ ഇതിന്റെ ഹാഫ് പോർഷൻ എന്തായിട്ടില്ല, സെയിൽ നടന്നിട്ടില്ല. ആ ഹാഫ് പോർഷൻ നമ്മൾ എന്ത് ചെയ്തു വെച്ചു? ആ ഹാഫ് പോർഷൻ സെയിൽ നടക്കാത്തത് കാരണം ആ ഹാഫ് പോർഷൻ നമ്മൾ എന്ത് ചെയ്തു? ഒഴിവാക്കി. ആ ഹാഫ് പോർഷൻ എന്താക്കി? ഒഴിവാക്കി. കാരണം അത് ഓൾറെഡി സെയിൽ നടന്നിട്ടില്ല, അപ്പൊ സ്റ്റോക്കിൽ വേണം, ഒന്നും ചെയ്യണ്ട. ബാക്കിയുള്ള പോർഷൻസിന്റെ ഒക്കെ നമ്മൾ എന്ത് ചെയ്തു? കറക്റ്റ് ആയിട്ട് എന്ത് കണ്ടുപിടിച്ചു? കോസ്റ്റ് കണ്ടുപിടിച്ചു. അത് ഒരു പോർഷൻ ലോസിലായിരുന്നു, അപ്പൊ സെപ്പറേറ്റ്ലി കോസ്റ്റിൽ തന്നിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള രണ്ടിന്റെ എന്ത് ചെയ്തു? 25%, 125 വെച്ചിട്ട് കണ്ടുപിടിച്ചു. അങ്ങനെ ടോട്ടൽ ഇതൊക്കെ ഈ 3 ആഡ് ചെയ്തപ്പോൾ എത്ര കിട്ടി? 1,08,800 കിട്ടി. അത്രയും സെയിൽ നടന്നിട്ടുണ്ട്. അതിനുശേഷം ആ സെയിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് കളയണം അല്ലെ? ഓക്കെ, അപ്പം എന്ത് കിട്ടി? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, വിറ്റേന്റെ കോസ്റ്റ് അല്ലെ? നമ്മൾ വർക്കിംഗ് നോട്ടിലുണ്ട് അല്ലെ? വർക്കിംഗ് നോട്ടിലുണ്ട് എത്ര? 1,08,800 ഉണ്ട്. അത് എന്ത് ചെയ്യണം തീരുമാനിച്ചു? കുറച്ച് കളയണം തീരുമാനിച്ചു. ഓക്കെ അല്ലേ? ആയില്ലേ? ഇത്രയും കാര്യം മാത്രമേ ഉള്ളൂ അതിൽ. അത്രയും കാര്യം കഴിഞ്ഞു നമുക്ക് എന്ത് കിട്ടും? അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ക്ലോസിംഗ് സ്റ്റോക്ക് കണ്ടുപിടിക്കാം. എപ്പോഴത്തെ? അറ്റ് 30th June അല്ലെ? 30th June കോസ്റ്റ് സ്റ്റോക്ക് കിട്ടും. ഓക്കെ, 4,80,000 മൈനസ് 42,000 പ്ലസ് 24,000 പ്ലസ് 16,000 മൈനസ് 1,08,800, അങ്ങനത്തെ 3,69,200 എന്ത് കിട്ടും? ക്ലോസിംഗ് സ്റ്റോക്ക് കിട്ടും. ഓക്കെ, ക്ലിയർ അല്ലേ? ഇത് ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ, അപ്പം ഇതാണ് ആക്ച്വലി എന്ത് ഇൻവെന്ററിയിൽ മെയിൻ ആയി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. അതിലിനി എന്താ നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു കൺസെപ്റ്റ്സും കാര്യങ്ങളൊക്കെ ഈ ചാപ്റ്ററിന് വേണ്ടുന്ന ഒരു ഐഡിയാസും കാര്യങ്ങളൊക്കെ ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. ഇനി 4th ഉം 5th ഉം ഉണ്ട്. 5th നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി അറിയായിരിക്കും. ഓക്കെ, അതായത് 4th ഉം നിങ്ങൾ മുമ്പ് ചെയ്ത അതേ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. അതേ പാറ്റേൺ ഓഫ് ഐറ്റംസിന്റെ മുമ്പ് കണ്ട ടൈപ്പ് ഓഫ്. അപ്പൊ അതിലെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം? ട്രൈ ചെയ്ത് നോക്കുക. ഈ മനസ്സിലാക്കിയ കൺസെപ്റ്റ് എന്ത് ചെയ്യുക? ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്തോ? കമന്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ എന്ത് ചെയ്തോ? എനിക്ക് മെസ്സേജ് ചെയ്തിട്ടോ ചോദിച്ചോ. നമുക്ക് എന്ത് ചെയ്യാം? ഇനിയിപ്പോ അതിന്റെ ക്ലാസ് തന്നെ വേണം, ഇതേപോലെ തന്നെ ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ വേണം, ഒരു ക്ലാസ് പോലെ തന്നെ വേണമെന്നാണെങ്കിൽ അത് പറഞ്ഞു നമുക്ക് എങ്ങനെ ചെയ്യാം. തൽക്കാലം ഞങ്ങൾക്ക് വേണ്ടുന്ന രീതി കൺസെപ്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടി 3 ക്വസ്റ്റ്യൻ മാത്രമേ സോൾവ് ചെയ്തിട്ടുള്ളൂ. ഈ ക്ലാസ് കണ്ടിട്ട് 4th കൂടി വേണം, അല്ലെങ്കിൽ ഒരു പ്രശ്നമുണ്ട് ഫീൽ ചെയ്യുന്നുണ്ട്, ക്ലാസ് കിട്ടിയില്ലെങ്കിൽ നല്ലതായിരുന്നു, ഒരു എക്സ്പ്ലനേഷൻ കിട്ടിയെങ്കിൽ നല്ലതായിരുന്നു എന്ന് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് 4th ഉം അതുപോലെ 5th ഉം വേണമെങ്കിൽ എന്ത് ചെയ്യാം? അപ്പം എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? കമന്റ് ചെയ്തിട്ടോ മെസ്സേജ് അയച്ചോ ചോദിക്കാം. ഓക്കെ അല്ലേ? ഓക്കെ.